നിർമ്മലമായ തിരുവെഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യം നിമിത്തം ഒരു സന്ധ്യയെങ്കിൽ കൂടി വചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ കൃപാലുവായ ദൈവം എളിയവൻ ഒരു ദിനം കൂടി തന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് കരുനാഗപ്പള്ളി സെക്ഷൻ്റെ ഈ യോഗ പരമ്പരകളിൽ കഴിഞ്ഞ രാത്രിയും ഇന്ന് രാത്രിയും വചനപ്രഘോഷണത്തിന് ക്ഷണിച്ച സെക്ഷൻ്റെ ഭാരവാഹികൾ, നേതൃത്വം കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ, ഇവിടുത്തെ ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പ്രിയ തമ്പിച്ചായൻ, കുടുംബം, കുഞ്ഞുങ്ങൾ എല്ലാവരോടുമുള്ള അകമഴിഞ്ഞ നന്ദിയെ രേഖപ്പെടുത്തുന്നു. ദൈവം എല്ലാ മക്കളെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി യോഗം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് ജോൺ പാസ്റ്റർ, ഇന്ന് രാത്രി സെക്ഷൻ്റെ ചുമതല വഹിക്കുന്ന കർത്താവിൽ ബഹുമാന്യനും സ്നേഹിതനുമായ കന്നഡി പോൾ പാസ്റ്റർ, അപ്പോൾ തന്നെ അസംബ്ലീസ് ബോർഡിലെ സീനിയർ ശുശ്രൂഷകന്മാരിൽ ഒരാളും ഞങ്ങളൊക്കെ ഏറ്റവും ബഹുമാനിക്കുന്ന മത്തായിക്കുട്ടി പാസ്റ്റർ ഇന്ന് രാത്രിയും കൂട്ടായ്മയിലായിരിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതുപോലെ തന്നെ വിവിധ തലങ്ങളിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ഈ സെക്ഷൻ്റെയും മറ്റു സംഘടനകളിൽ വന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വേലക്കാരിൽ പലരും ഇതിനകത്ത് ഓഡിയൻസിലുമായിട്ടുണ്ട്. എല്ലാ മക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രി ഒരു കാര്യം, അനവധി പേർ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഭാഷണം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലെ രാത്രി കേരള നിയമസഭയിലെ ഒരു MLA, പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, സ്റ്റേജിൽ കൂടി അത് മുഴുവൻ പ്രഭാഷണവും കണ്ടു. ഇന്ന് വൈകിട്ട് ഞാൻ അവിടെ വീട്ടിൽ നിന്ന് തമ്പിച്ചാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു, ഇന്നും അതിൻ്റെ ബാക്കിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ലിങ്ക് ഇപ്പം തന്നേക്കാന്ന് പറഞ്ഞു. സ്വോത്രം. അദ്ദേഹം ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക, ഒരു വിദേശ രാജ്യത്ത് നിന്ന്, പ്രത്യേകിച്ച് ഞാൻ പറയത്തില്ല, അദ്ദേഹം പുതുപ്പള്ളിക്കാരനാണ്, ഇത്രയും മാത്രമേ ഞാൻ ഓർപ്പിക്കുന്നുള്ളൂ. അദ്ദേഹം ഇന്നും ആ ലൈവ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വളരെ നല്ല പ്രസംഗമായിരുന്നു, അത് നല്ല ആരാധനയൊക്കെ ആയിരുന്നു. നന്ദിയും സൂചിപ്പിച്ചു. ഇത്രേ പറയുന്നുള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളുടെ ശ്രദ്ധേറിയ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ തിരുവചനത്തിലേക്ക് കടക്കാം. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ആറ്റിങ്ങൽ സെക്ഷൻ്റെ പ്രസ്ബിറ്ററായ സേവനം അനുഷ്ഠിക്കുന്ന ജയകുമാർ പാസ്, അദ്ദേഹത്തിൻ്റെ മകൻ കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആ യോഗങ്ങൾ പങ്കെടുക്കുമ്പോൾ ഭക്ഷണവുമായി പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. SP ഫോർട്ട് ഹോസ്പിറ്റലിൽ ആ കുഞ്ഞ് അഡ്മിറ്റായിരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബയോഗങ്ങളിലും മറ്റു കാര്യങ്ങളിലും ആശുപത്രിയിലായിരിക്കുന്ന കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഒരു പക്ഷേ ഇതിൻ്റെ സൈറ്റുകളിൽ വന്ന് കാണും, AGയുടെ എങ്കിലും ഞങ്ങളോട് ഒരിക്കൽ കൂടി പറഞ്ഞ് 21 വയസ്സുള്ളൊരു പൈതല. നമ്മുടെ വിലയേറിയ പ്രാർത്ഥന, ഭക്തന്മാരുടെയും ദൈവകുഞ്ഞുങ്ങളുടെയും പ്രാർത്ഥന മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്ഥിതി ഏതായാലും അതിന്മേൽ പ്രവർത്തിക്കുവാൻ കരുത്തുറ്റവനാ മഹത്വവാനായ ദൈവം നമ്മുടെ പ്രാർത്ഥനയും കണ്ണുനീരും അതിന് മുഖാന്തരമായിരിക്കട്ടെ. ഇന്ന് രാത്രിയും ഏകദേശം 2 മണിക്കൂറോളം പ്രഭാഷണവും കൃത്യസമയത്ത് കർത്താവിൻ്റെ ഭക്തന്മാർ മൈക്ക് കൈമാറിയിട്ടുണ്ട്. ഏകദേശം 8:15 സ്തോത്ര കാഴ്ചയിടുകയും അതിനുശേഷം സ്തോത്രം നമ്മളൊരു 25 മിനിറ്റോടെ വചനം ചിന്തിച്ച് ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കുന്നതായിരിക്കും. ഇത് പറഞ്ഞിട്ട് വലിയ സന്തോഷമൊന്നുമില്ലല്ലോ സ്തോത്ര. സാധാരണ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ 8 മണി നേരത്തെ മൈക്ക് കയറുന്ന ഈ അസംബ്ലീസ് കൊണ്ട് കരുനാഗപ്പള്ളി സെക്ഷനെ ഓർത്ത് ഐ വിൽ അപ്രീഷിയേറ്റ് ദ ഓൾ പീപ്പിൾസ് ഓഫ് ദ സെക്ഷൻ ഓഫ് കരുനാഗപ്പള്ളി. കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനത്തിന് നല്ല പ്രാധാന്യം. ചില സ്ഥലത്ത് 8:50 പലരും മതിലിയാടി പോകും. ബീച്ചാനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഇവിടുത്തെ ദൈവമക്കൾ ഇന്നലെ 9:05 പോയില്ല. ഞങ്ങളങ്ങ് ചവിട്ടി നിർത്തിയതാ സ്വോത്രം. അതുകൊണ്ട് ദൈവത്തെ വാഴ്ത്തുന്നു. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി. ഇന്നലെ രാത്രി നാം തൊട്ടുവെച്ചത് എസെക്കിയേൽ പ്രവചനം 38:7 ഒരുങ്ങിക്കൊള്ളുക, നീ അവർക്ക് മേധാവിയായിരിക്കുക. നിരന്തരം ശൂന്യമായി കടന്ന ഒരു പർവ്വതനിര, ഇസ്രായേൽ പർവ്വതനിരകളിൽ നീ വന്നെത്തും. ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. അതിനോടനുബന്ധിച്ച് ഇന്നത്തെ പശ്ചിമേഷ്യയിലെ വിഷയമായി ഇന്നലെ രാത്രി നാം പ്രസംഗിച്ചത് അതിൻ്റെ ഒരു ഭാഗം. ഇന്ന് രാത്രി ഇസ്രായേലിലും അന്തിമ ദിനം. അതിനാസ്പദമായി കഴിഞ്ഞ ഒക്ടോബർ 7 സുക്കോത്ത് പെരുന്നാളിൽ ഇസ്രായേലിലേക്കുള്ള ആക്രമണം. ആമോസിൻ്റെ പ്രവചനം 2:5 യെരുശലേമിനകത്തൊരു തീ ഞാൻ അയക്കും, യഹൂദിയയിലും യെരുശലേമിലെ മതിലുകളെ തകർത്ത് കളയും. അതിനോടനുബന്ധിച്ച് ഭക്തന്മാർ എഴുതിയ 4 പ്രവചന സൂക്തങ്ങൾ. ആമോസ് 1:6-7 ഗാസ നിർജ്ജനമാകും. അത് കഴിഞ്ഞിട്ട് സെഫന്യാവ് 2:4-5-6 ഗാസയ്ക്ക് കഷണ്ടി വരും. യിരെമ്യാവ് 47:5-6-7 ഓൾ ലീഡേഴ്സ് ഗാസ നശിക്കും. അത് കഴിഞ്ഞിട്ട് സെക്കരിയ 9:5-6 പശ്ചിമേഷ്യയുടെ തീരത്തുള്ള സൗദി അറേബ്യ, അതുപോലെ തന്നെ ഇറാൻ, ഇറാഖ് മുഴുവൻ രാജ്യങ്ങളും പ്രതിസന്ധിയിൽ പോകുന്ന ഒരു ദിനം വരുമെന്ന് ഇന്നലെ രാത്രി. അതിങ്ങനെ ഏകദേശം 300 ദിവസം കഴിഞ്ഞു. ഒക്ടോബർ 7 ആകുമ്പോൾ ഒക്ടോബർ 7 ആകുമ്പോൾ ഒരു വർഷത്തിലേക്ക് എത്തുകയും 12 മാസമാകും. അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് വരെയുള്ള കണക്ക് ഏകദേശം 40,000-ൽ പരം ഫലസ്തീൻ ചെറുപ്പക്കാരും മറ്റ് കുഞ്ഞുങ്ങളും മാറ്റപ്പെട്ടു. നിങ്ങൾ കാണുന്നു, ഇത് ഈറ്റുനോവിൻ്റെ ആരംഭം. ആ സമയത്ത് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ 3 രാഷ്ട്രങ്ങളെ ഒരുമിച്ചടിക്കുന്നു. യെശയ്യാ പ്രവചനം 17:1-2 അവൻ ദമസ്കോസ്
ദമസ്കോസിൻ്റെ മതിലുകളെ തകർക്ക്, അതുപോലെ സിറിയക്കകത്ത് തീ അയക്കും, അതുപോലെ അരോവർ പട്ടണങ്ങൾ, ഇന്നത്തെ ലെബനോൻ, ഒരു ഭാഗം ബെയ്റൂട്ടിന് തെക്കുവശമുള്ള ഭാഗങ്ങൾ മുഴുവൻ ഇസ്രായേൽ തകർത്ത് കഴിഞ്ഞു. അതിനപ്പുറം സൗദിയോട് ചേർന്ന് കിടക്കുന്ന യമനകത്തും അവർ ആക്രമണം നടത്തി. ഈ ആക്രമണമെല്ലാം വരാൻ പോകുന്നത് ഒരു 3-4 ലോകമഹായുദ്ധത്തിലേക്ക്. അങ്ങനെയെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ സൂചിപ്പിച്ചു, ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ തൻ്റെ പട്ടാളക്കാരെയും കോൺസുലേറ്റിലെയും യുദ്ധത്തിൻ്റെ ശങ്കുലി മുഴങ്ങുന്നതിന് കൈമാറ്റം നടത്തുന്നത് പോലെ അന്തിമ യുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് ചങ്കിലെ ചോരയാൽ കടികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ കാകളവുമായി മധ്യാകാശത്തിൽ വെളിപ്പെടുമെന്നല്ലേ. അങ്ങനെ ആ യുദ്ധം നടക്കണമെങ്കിൽ 4 കാര്യം നടക്കണം. അതിനാസ്പദമായി ചൈനയുടെ സിൽക്ക് പാത, ഷിയാ പ്രവചനം 49:12, അവർ ഇതാ കിഴക്ക് നിന്ന് വരുന്നു, വടക്ക് നിന്ന് വരുന്നു, അവർ കൂട്ടമായി വരുന്നു, ഇവർ സിനീം ദേശത്തേക്ക് വരുന്നു. ദാറ്റ് മീൻസ് ദ ചൈന സിൽക്ക് കോറിഡോർ ഓൺ ഗോയിങ് ദിസ് ഡേയ്സ്. അങ്ങനെയെങ്കിൽ അറബ് ലീഗ് ഒരുമിക്കും. അതാ ഇന്നത്തെ സൗദിയിൽ 2 പ്രാവശ്യം 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ കൂടി. അതിൻ്റെ അർത്ഥമായി ഏശാവിൻ്റെ മക്കൾ ഒരുമിക്കുന്ന ഒരു കാഴ്ച വരും. അതാ യെശയ്യാ പ്രവചനം വീണ്ടും 19, 23, 24. അന്നാളിൽ അശൂർ മിസ്രൈമ്യരോടും മിസ്രൈമ്യർ അശൂരോടും ആരാധന കഴിക്കും. ഒരു പെരുവഴി ഉണ്ടാകും. ദാറ്റ് മീൻസ് എ ലോങ് റൂട്ട് ടു ഇസ്രായേൽ. 57 ഇസ്ലാമിക രാജ്യങ്ങൾ ഒരുമിക്കുന്ന കാഴ്ച നിങ്ങളുടെ മീഡിയയിൽ നിങ്ങൾ കണ്ടു. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യ ഒരു അനുഗ്രഹമായിരിക്കും. ഇന്നലെ ഇന്ത്യയോടുള്ള സഹകരണം, UAE-യോടുള്ള സഹകരണം, അത് കഴിഞ്ഞ് ബഹറിനോടുള്ള സഹകരണം, സൗദി മനസമ്മതത്തോട് ഇസ്രായേലിന് കൈ കൊടുക്കുന്നവൻ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായിരിക്കും. അങ്ങനെ ഒരു യുദ്ധം നടക്കണമെങ്കിൽ ഈ രാഷ്ട്രങ്ങൾ മുഴുവൻ യാത്ര ചെയ്ത് ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, ബൈറൂട്ട്, ബാക്കി രാജ്യങ്ങളെല്ലാം കയറി വരുമ്പോൾ ഇറാഖിൽ ഒരു നദിയുണ്ട്, അതിൻ്റെ പേര് യൂഫ്രട്ടീസ് ടൈഗ്രീസ്. അതിൻ്റെ അക്കരെ കടയ്ക്കുമ്പോൾ തുർക്കി കഴിഞ്ഞാൽ സിറിയ കഴിഞ്ഞാൽ ഗോലാൻ കുന്ന്. അതിനാസ്പദമായി വിശുദ്ധ വെളിപ്പാട് 16-12 ദൈവസഭ എടുക്കപ്പെടുമ്പോൾ അന്തിമയുദ്ധം നടക്കണമെങ്കിൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി വറ്റണം. വെളിപ്പാട് 16-12 ഇന്നലെ പറഞ്ഞു, കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വേണ്ടി പാതയൊരുക്കുവാൻ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റിയവർ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു. അതിനാസ്പദമായി അട്ടട്ടാർ ഡാം എന്ന് പറയുന്ന ഒരു ഡാം തുർക്കി പണിയുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് അവസാന ഭാഗം നാം ഒരുമിച്ച് കേട്ടു. എസെക്കിയേൽ പ്രവചനം 21, 26, 27. യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടമെടുത്ത് കളഞ്ഞ് താഴ്ന്നതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. യോബ് പറഞ്ഞിട്ടുണ്ട്, സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന ഭരണാധികാരികളെ മാറ്റിയിട്ട് ബോധിച്ചവരെ ഇരുത്തുന്നവനാ സ്വർഗത്തിലെ ദൈവം. അതാ ഇന്നലെ രാത്രി താഴ്ന്നവൻ ഉയരും, ഉയർന്നവൻ താഴും. ഇന്നലെ ലൈവിൽ നിങ്ങളോടെല്ലാം പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം കരുനാഗപ്പള്ളി, ചക്കവള്ളി, ശൂരനാട് ദൈവമക്കൾ കാണുമ്പോൾ ഒരു ഉന്മൂലനാശം വരാറായി. 3 ഉന്മൂലനാശം ബൈബിൾ. 1 1942 1919, അതാ ഫസ്റ്റ് വേൾഡ് വാർ. ദ സെക്കൻഡ് വൺ 1939 to 45, അതാ ആദ്യത്തെ ഫസ്റ്റ് വേൾഡ് വാർ, രണ്ടാമത്തെ സെക്കൻഡ് വേൾഡ് വാർ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഉന്മൂലനാശം എസെക്കിയേൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അത് ഇപ്പോൾ നടക്കത്തില്ല, വരുവാനുള്ളവൻ വരുന്നത് വരെ, അവകാശമുള്ളവൻ തൻ്റെ സഭയെ ചേർക്കാൻ വരുന്നത് വരെ അതിവിടെ ഇല്ലാതിരിക്കും. അതുകൊണ്ട് ആസ്പദമായി ഇന്നലെ രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞു, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ശ്രദ്ധയോടെ 14 മുതൽ 1-ാം ലോകമഹായുദ്ധം അനവധി പേരെ കൊന്നൊടുക്കുമ്പോൾ അവസാനം ഇനി യുദ്ധം വേണ്ടെന്ന് ലോകരാജ്യങ്ങൾ പറഞ്ഞൊരു സംഘടന വന്നു. ദാറ്റ് മീൻസ് ലീഗ് ഓഫ് നേഷൻസ്, സർവ്വരാഷ്ട്ര സംഘടന. ദെൻ 1939 to 45 വരുമ്പോൾ രണ്ടാമത് ഇനി ഒരു ലോകമഹായുദ്ധം കഴിഞ്ഞ് 5.5 കോടി പേരാ അതിൽ മരിച്ചത്. അന്ന് ലോകം മുൻകൈയെടുത്തൊരു സംഘടനയുണ്ട്, അതിൻ്റെ പേരാണ് യുണൈറ്റഡ് നേഷൻസ്. അതിൻ്റെ നേതാവ് അന്തോണിസ് കുട്രാസ്. ഇന്ന് അദ്ദേഹം ഖത്തറിലേക്ക് എത്തിയതായിട്ട് ലോകരാജ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു, ഇസ്രായേൽ പലസ്തീൻ്റെ വിഷയത്തിൻ്റെ അവസാനത്തിന് വേണ്ടി. പക്ഷേ ഒരു 3-ാം ലോക മഹായുദ്ധം നടന്നാൽ വരുന്നു ഏക ലോകഭരണം, ന്യൂ വേ വേൾഡ് ഓർഡർ. അതിനാസ്പദമായി ഇന്നലെ രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞു, 10 കൊമ്പ് 7 തല, കൊമ്പുകളിൽ 10 രാജമുടി, ദൂഷണനാമം നിറഞ്ഞ ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. അത് പുള്ളിക്ക് സദൃശം. തകർന്നു പോയ ഗ്രീസ് സാമ്രാജ്യം, അതിൻ്റെ കാൽ കരടിയുടെ കാൽ, മേദ്യ പാർസിയ, അതിൻ്റെ വായ് സിംഹത്തിൻ്റെ മുഖം, ഇന്നത്തെ ഇറാഖ്, അതിന് മഹാസർപ്പം, ഏദനിൽ കണ്ട കുഞ്ഞു പാമ്പ്, വലിയ ശക്തിയും അധികാരവും സിംഹാസനവും തന്നു. യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു പമ്പ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അവനടുക്ക വാതിൽക്കൽ. അങ്ങനെ ഒരു ഭരണം നമ്മുടെ ഉലകം പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് കാത്തിരിക്കുന്ന ദൈവമക്കളുടെ പ്രത്യാശ, ഒരു രാജാവ് നീതിയോടെ വാഴും,
അവൻ്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും. അത്ഭുതമന്ത്രി, വീരനാം ദൈവ, സമാധാനത്തിൻ്റെ പ്രഭുവായി, രാജാക്കന്മാരുടെ രാജാവായി കാന്തൻ മടങ്ങി വരുമെന്ന് ഇന്നലെ ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. മത്തായി 7:13-14 ഇന്നലെ കൺക്ലൂഡ് ചെയ്തു. നിത്യജീവനിലേക്കുള്ള വാതിൽ ഇടുക്കവും ഞെരുക്കവും, കണ്ടെത്തുന്നവർ ചുരുക്കവും. അതിനുശേഷം നാശത്തിലേക്കുള്ള വാതിൽ വഴി വിശാലവും, അനേകം പേർ അതിൽ കൂടി കടക്കും. ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട ദൈവസഭ ഈ തലമുറയിൽ എടുക്കപ്പെടുമെന്ന് ഇന്നലെ രാത്രി പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രിയിലെ പ്രഭാഷണം നാം അവസാനിപ്പിച്ചു. രണ്ടാം ഭാഗം അന്തിമദിനവും ഇസ്രയേലും. അതിനാസ്പദമായി കോവിഡാനന്തര ലോകത്തെപ്പറ്റി 2 മുന്നറിയിപ്പുകൾ പറഞ്ഞുകൊണ്ട് ആമോസിൻ്റെ പ്രവചനത്തിലേക്ക് നാം യാത്രയും. ദൈവമക്കൾ ചിന്തയോടെ ഇരിക്കണം. ഇന്നലെ വളരെ ഗഗനത്തോടെ കുഞ്ഞുങ്ങൾ സഹകരിച്ചതിനാൽ മുഴുവൻ ഇന്ന് രാത്രിയും എസക്കേലും അതുപോലെ തന്നെ ആമോസിൻ്റെ പ്രവചനം ഒരുമിച്ച് നാം ചിന്തിക്കും. അവസാന സെക്കരിയാവിലായിരിക്കും അവസാനിപ്പിക്കുന്നത്. പ്രാർത്ഥനയോടെ ആയിരിക്കണമേ എന്ന് ദൈവമക്കളോട് ഒരിക്കൽ കൂടി. ഒരു ട്രെയിൻ യാത്രയാകുന്നതിന് മുമ്പ് ചില മുന്നറിയിപ്പുകൾ. ഒരു വിമാനം ആകാശത്തിൻ്റെ ചിറക് വിരിച്ച് വിഹായസിൽ പറക്കുന്നതിന് മുമ്പ് മുന്നറിയിപ്പുകൾ പോലെ ചില മുന്നറിയിപ്പുകൾ പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി തിരുവചനത്തിൽ അതിനാസ്പദമായി കോവിഡ് ഏകദേശം അസ്തമിച്ചുവെങ്കിലും ഇന്നും പല രാജ്യങ്ങളിൽ ആ കോവിഡിൻ്റേതായ എഫക്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും 1-2 കാര്യങ്ങൾ ഇവിടെ നിറവേറുന്നു. റോഡിനകത്ത് നോക്കിയാൽ നിങ്ങളുടെ റോഡ് ചെങ്ങന്നൂരും ഒരുപക്ഷെ കരുനാഗപ്പള്ളി പോകുന്ന റോഡുകളാണ്. ഒരു കാലത്ത് ഈ റൂട്ടിനകത്ത് രാത്രി 10 മണി കഴിഞ്ഞ് വലിയ വാഹനങ്ങളൊന്നും കാണത്തില്ല. ഒരു കാറോ ഒരു ബൈക്കോ ബസ്സും കാണത്തില്ല. പക്ഷേ ഇന്ന് പകലത്തേക്കാൾ കൂടുതൽ വാഹനങ്ങൾ ഈ റൂട്ടിനകത്ത് അടൂരോ പന്തളത്തോ കരുനാഗപ്പള്ളിയിലോ ചെന്ന് കഴിഞ്ഞാൽ രാത്രിയിൽ റോഡ് മുറിച്ച് കിടക്കുവാൻ പാട് വാഹനങ്ങൾ നിരത്തിനകത്ത് പെരുകിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ സംഭവം, പണ്ട് കരുനാഗപ്പള്ളിയിൽ ഒരു ട്രെയിൻ പോയി കഴിഞ്ഞാൽ ഒരു 15 അരമണിക്കൂർ നേരത്തേക്ക് പിന്നെ ട്രെയിനില്ല. പാളത്തിനകത്ത് വെള്ളമൊഴിക്കും, സഹോദരൻ വന്ന് കപ്ലിംഗ് എല്ലാം നോക്ക്. അതിനുശേഷമായി ട്രെയിൻ പടപട അരമണിക്കൂർ കഴിഞ്ഞ് വരുന്നത്. ഇന്നൊരു ട്രെയിൻ പോയി കഴിഞ്ഞാൽ പാളത്തിൽ വെള്ളമൊഴിക്കാനും സമയമില്ല, മനുഷ്യന് കട്ടം കുടിക്കാനും സമയമില്ല. ഒരു മുന്നറിയിപ്പ് കേൾക്കാൻ അതിൻ്റെ പുറകെ അടുത്ത ട്രെയിനുകൾ തുരന്തോ, ബുള്ളറ്റ്, വന്ദേ ഭാരത്. ഇതല്ല കുഞ്ഞുങ്ങൾ പണ്ട് പാടിയോല കൂകു കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി. മിനിറ്റ് കണക്കിന് ട്രെയിൻ പാഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുത്തത് വിമാനങ്ങൾ. എന്താ വിമാനങ്ങൾ? ഒരു കാലത്ത് ഇവിടെ കരുനാഗപ്പള്ളി ചക്കവള്ളിയുള്ള കുഞ്ഞുങ്ങൾ അനവധി പേർ യാത്ര ചെയ്യുന്ന തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. പണ്ട് ഒരേ ഒരു വിമാനത്താവളം, ശംഖുമുഖം. രാത്രി 10:30 മുതൽ ഗൾഫിൽ നിന്ന് പ്ലെയിൻ വരും. 5:30 എല്ലാം പോകും. പിന്നെ എല്ലാവരും ഉറക്കം. ആകെ 12 പ്ലെയിനായിരുന്നു ശംഖുമുഖം. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത് തിരുവനന്തപുരത്ത് രാവും പകലുമായി 2 ടെർമിനലുകളിൽ 700 ചില്ലുവാനം വിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങുന്നു. ജനുവരിയിൽ 1000 ആകാൻ പോകുന്നു. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ അമേരിക്കയിൽ കാണും. അമേരിക്കയിൽ ഏറ്റവും വലിയ എയർപോർട്ടാണ് ജാക്സൺ അന്താരാഷ്ട്ര വിമാനത്താവളം, അറ്റ്ലാന്റ. അവിടെ 12 റൺവേ ഉണ്ട്. 1 മിനിറ്റ് 2 മിനിറ്റിൽ 2 വിമാനം. 2000 വിമാനങ്ങൾ ഒറ്റ എയർപോർട്ടിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് യാത്രയാകുന്നു. തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇന്ന് ബസ്സുകൾ ഈ കരുനാഗപ്പള്ളിയിലോ അടൂരോ നിന്നാൽ നിങ്ങൾ നോക്കാം, വളരെ സ്പീഡിൽ പോകുന്ന മിന്നൽ ബസ്സുകൾ. இந்த നാൽക്കല്ല് അസംബ്ലീസ് ഓഫ് ഗോഡ്, അതിൻ്റെ തമിഴ്നാട് നാഗർകോവിൽ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ പല കൺവെൻഷനിലും ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. അവിടെ കടയാലുമൂടിൽ ഞാൻ പ്രസംഗിക്കാൻ പോയി. ഒരു ഉൾഗ്രാമമാണ്, നല്ല സ്ഥലമാണ്, പക്ഷേ ഗ്രാമീണരാണ്. 4 ദിവസം കർത്താവിൻ്റെ വരവ് ഞാനവിടെ പ്രസംഗിച്ചു. ട്രാൻസ്ലേഷൻ തമിഴിലുണ്ടായിരുന്നു, അസംബ്ലീസ് ഓഫ് ഗോഡ് കടയാലുമൂട്. അപ്പോൾ ഞാനവിടെ കണ്ട കാഴ്ച, ഗ്രാമമാണെങ്കിൽ നല്ലൊരു ബസ് കിടക്കുന്നു. ഞാൻ അവരോട് ചോദിച്ച്, ഈ ബസ് എവിടത്തേക്ക് പോകാനുള്ള? അവർ പറഞ്ഞു, എൻ്റെ പാസ്റ്റർ ഇത് ചെന്നൈയിലേക്ക് പോകുന്നതാണ്, കടയാലുമൂട്ടിൽ നിന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എത്ര ദിവസം കൊണ്ട് എത്തുന്നത്? എത്ര ദിവസമല്ല, കാലത്തെ വിട്ടാൽ വൈകിട്ട് മുമ്പത്ത് 8 സ്റ്റോപ്പേ ഉള്ളെന്ന്. സ്വോത്രം. കേരളത്തിൽ മാത്രമല്ല മിന്നൽ, തമിഴ്നാട്ടിലും മിന്നലായി കഴിഞ്ഞു. ബൈബിളിനകത്തുണ്ടോ അന്ത്യകാലത്ത് ഇതെല്ലാം നടക്കും. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ കോവിഡാനന്തര ലോകം, നഹൂം പ്രവചനം 2:4 നിങ്ങളുടെ ബൈബിളിൽ നോട്ട് ചെയ്യാം. രഥങ്ങൾ തെരുക്കളിൽ ചടിച്ചടി ചാടുന്നു, വീതികളിൽ എങ്ങുമെന്നിങ്ങും ഓടുന്നു, തീപ്പന്തങ്ങളെ പോലെ കുതിക്കുന്നു, മിന്നൽ പോലെ പായുന്നു. അന്ത്യദിനങ്ങൾ, കോവിഡാനന്തര ലോകം ഇങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ സംഭവമായി ഇന്ന് രാത്രി ശ്രദ്ധയോടെ ഇരിക്കണം. അതൊരു വലിയ പ്രസംഗം, അത് 3 ദിവസമായതുകൊണ്ട് അതെടുക്കാത്തത്. ഇന്ന് രാത്രി കോവിഡിൻ്റെ മറവിൽ ലോക്ക്ഡൗണിലും ക്വാറന്റൈനിലും നിങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ വൻകിട മാളുകൾ ഉലകത്തിൽ വന്നു തുടങ്ങി. കേരളത്തിൽ ആസ്പദമായി കഴക്കൂട്ടം മുതൽ ഒരു കാലം ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ കോവളം വരെ മനുഷ്യൻ പോകത്തില്ല, കണ്ടൽക്കാടും പിടിച്ചു മറിയുക. ഇന്ന് ആ റൂട്ടിൽ നിങ്ങൾ കാണുന്നുണ്ട് വൻകിട മാളുകൾ. റിലയൻസ്, മോർമോർ, ആദിത്യ, അത് കഴിഞ്ഞ് പെൻഡലൂൺ, ഇന്നത് കഴിഞ്ഞിട്ട് ട്രാവൻകൂർ, അത് കഴിഞ്ഞ് ലൂലു മാൾ. ഇപ്പോൾ ഇനി ഉലകത്തിൽ സംഭവിക്കാൻ പോകുന്ന എലോൺ മസ്ക് എന്ന് പറയുന്ന വ്യവസായി ഇന്ത്യയിൽ വരാൻ പോകുന്നു. $1000 കോടി ഇന്ത്യയുമായിട്ടൊരു കരാർ മോഡി സാറുമായിട്ട് ഒപ്പുവെക്കുന്നെങ്കിൽ ആഗോള ഭീകരനായ ഒരു മാൾ ഇവിടെ വരും. അതിൻ്റെ പേര് വാൾമാർട്ട്. ഇസ്രയേലിൻ്റെ തിരുവനന്തപുരത്ത് ആദ്യം വരാൻ പോകുന്നത് വാൾമാർട്ട്. അവർ നോക്കിക്കഴിഞ്ഞു, എലോൺ മസ്ക് അതിൻ്റെ പിൻപിൽ. അങ്ങനെയെങ്കിൽ ഈ മാളുകളുടെ ഒരു മദർ മാളുണ്ട്. ഇവിടെ നിങ്ങൾ ഈ പട്ടണത്തിൽ മാവേലിയും നീതിയൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ വെയർ ഹൗസ് ഉണ്ട്, തിരുവനന്തപുരം വള്ളക്കട. അവിടുന്ന് പല സാധനങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് പത്തനംതിട്ടയോ അല്ലെങ്കിൽ കരുനാഗപ്പള്ളി വന്ന്
എന്നല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് കരുനാപ്പള്ളി ഫുഡ് കോർപ്പറേഷൻ അപ്പോഴാണ് ഓർമ്മ വരുന്നത്. ഡൽഹിയിൽ നിന്ന് ഇതിവിടെ വന്നിട്ടായിരിക്കും റേഷൻ കടയിലേക്ക് ഇതെല്ലാം പോകുന്നത്. ഫുഡ് കോർപ്പറേഷൻ FCയുടെ ഗോഡൗൺ. അതുപോലെ ഇന്ന് രാത്രി മാളുകളുടെ മദർ മാൾ ഒരിടത്ത് പണിയുന്നു. അതിൻ്റെ പേര് ബാബിൽ, അഥവാ ഇറാഖിൻ്റെ തുറമുഖ പട്ടണം ബാബിലോൺ. അവിടെ നിന്ന് ഒരു നല്ല ഹൈവേ ഉണ്ട്. ആ ഹൈവേയുടെ പേര് നജഫ് ഇർബിൽ. 2009 ഇറാഖിൻ്റെ പ്രധാനമന്ത്രിയായ നൂറൽ മാലിക്കി ജപ്പാനിൽ നിന്ന് $60,000 ബില്യൺ കടം മേടിച്ചുകൊണ്ട് അറത്ത കട്ടയ്ക്കകത്തൊരു മാൾ പണിയുന്നു. നിങ്ങളുടെ മൊബൈലിനകത്ത് എഴുതി വരുന്നുണ്ട് ട്രേഡ് ബാബിലോൺ, വ്യാപാര ബാബിലോൺ. അതിൻ്റെ പ്രത്യേകത എല്ലാവരും കേൾക്കണം. അതൊരു 3 ദിവസത്തെ പ്രസംഗമായിട്ട് എടുക്കാത്ത വെളിപ്പാട് 18 വരുമ്പോൾ 5, 11, 12, 13 വാക്യങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 11, 12, 13 ഭൂമിയിലെ വ്യാപാരികൾ, തിരുവനന്തപുരം, കൊല്ലം, ചെന്നൈയുള്ള ഭൂമിയിലെ വ്യാപാരികൾ പൊന്നയും മൊത്തേ കുന്തിരിക്കം, വെള്ളി, നേരിയ തുണി, ആട്ടിയ മാവ്, മനുഷ്യൻ്റെ പ്രാണൻ, മനുഷ്യൻ്റെ ദേഹം, മനുഷ്യൻ്റെ ജീവൻ, ഇത് മാളിനകത്ത് വരും. ഇതൊരു അന്ത്യകാല സംഭവമാണ്. ഓൺ പ്രസൻറ്റ് നിങ്ങൾ കരുനാഗപ്പള്ളിയിൽ മാളുകളിൽ പോയാൽ ഇപ്പോൾ ആസ്റ്ററിൻ്റെ ഫാർമസി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്പോളോയുടെ ഫാർമസി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ മാളിനകത്ത് വേറൊരു കാര്യം വരുന്നുണ്ട്. ഇപ്പോൾ മനുഷ്യൻ്റെ ഡയഗ്നൈസ് ചെയ്യുന്ന DDRCയുടെ ലാബുകൾ മുഴുവൻ മാളിനകത്ത് വരുന്നുണ്ട്. ഇതെല്ലാം ശ്രദ്ധയോടെ ഇരിക്കണം. അത് കഴിഞ്ഞാൽ ഇനിയും കിട്ടാൻ പോകുന്നു. മാളിനകത്ത് ബ്ലഡ് കിട്ടും, മാളിനകത്ത് കിഡ്നി കിട്ടും, ലിവർ കിട്ടും, പാൻക്രിയാസ് കിട്ടും. ദാറ്റ് മീൻസ് അവയവ കച്ചവടം. അതിനാസ്പദമായി ഒരു സംഭവം ഉലകത്തിൽ വന്നു. ശ്രദ്ധയോടെ ശാസ്ത്രലോകം കുതിക്കുന്നു. അതിൻ്റെ പ്രത്യേകത പണ്ട് കാലത്തും ഇന്ന് കാലത്തും, ഇന്ന് നമ്മുടെ ഇവിടെ ഈ സ്ഥലത്ത് ചക്കുവള്ളിയിൽ ഒരു ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായാൽ 2 കുഞ്ഞുങ്ങൾ ബൈക്ക് ഇടിച്ചാൽ അവരുടെ ഹെഡ് ഇഞ്ചുറി, നെർവസ് സിസ്റ്റത്തിൻ്റെ ഫെയിലുവർ ആയിരിക്കും. ഇൻറ്റേർണൽ ഓർഗൻസ് ഈസ് പെർഫെക്റ്റ്. ഹാർട്ടായാലും ലങ്സ് ആയാലും ലിവർ ആയാലും ഐസ് ക്യൂബിനകത്ത് 8 മണിക്കൂർ കൊണ്ട് ചെന്നൈയിലോ ന്യൂഡൽഹിയിലോ എത്തിച്ചാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. കാലം മാറി, കഥ മാറി. സയൻസ് എന്നൊരു വലിയ കണ്ടുപിടിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ, ഇവിടെ 2 കുഞ്ഞുങ്ങൾ ബൈക്ക് ആക്സിഡൻറ്റ് ഭരിക്കുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ അവയവം എടുത്താൽ, ഹാർട്ടോ ലങ്സോ ഒരു പക്ഷേ കിഡ്നിയോ, ഇതേതെങ്കിലും എടുത്താൽ അതൊരു പ്രത്യേക ഫ്ലൂയിഡിനകത്ത് സൂക്ഷിക്കാം. അതിൻ്റെ പേര് അനിമാറ്റിക് ഫ്ലൂയിഡ്. അതിനകത്ത് സൂക്ഷിച്ചാൽ 14 വർഷം ഒരവയവം കേട് കൂടാതെ സൂക്ഷിക്കാം. മലയാളം, ഒരു മകൻ മരിക്കുമ്പോൾ അപ്പന് വേണ്ടി പിന്നത്തതിൽ ഹൃദയം വെക്കണമെങ്കിൽ മകൻ്റെ ഹൃദയം എടുത്ത് 14 വർഷം സൂക്ഷിക്കാനുള്ള കെമിക്കൽ കണ്ടന്റ് ഉലകം കണ്ടുപിടിച്ചു. അനിമാറ്റിക് ഫ്ലൂയിഡ്. മകൻ മരിക്കുമ്പോൾ ഹൃദയം എടുത്ത് കൃത്യമായി സൂക്ഷിച്ചാൽ 14 വർഷം കഴിയുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുന്ന അപ്പൻ ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പലർക്കും സംശയമാകും. ഇത് പണ്ട് നല്ല നാടൻ ഏരിയ ആയിരുന്നു. ചക്കുവള്ളിയിൽ പണ്ട് അമ്മച്ചിമാരെ മാങ്ങ നല്ല തോട്ടായിട്ട് വലിച്ച് താഴേക്ക് ഇടുമായിരുന്നു. അത് നാട്ടുമാങ്ങ നല്ല ഉഷാറായിരുന്നു. സ്തോത്രം. ചില മാങ്ങ പഴുപ്പിക്കും, പൊട്ടിയത് അന്നേരെ കയറി അച്ചാടും. പൊട്ടാത്ത ചില മാങ്ങ അമ്മച്ചിമാരെന്ത് ചെയ്യും? തുണി വെച്ച് തുടയ്ക്കും, വലിയ ഭരണി വഴും, അതിനകത്ത് ഉപ്പുവെള്ളമിടും, മാങ്ങയിടും, വേണമെങ്കിൽ ഒരു കാന്താരി അതിനകത്തിടും. പിന്നെ ആരും ഇത് തൊടിക്കത്തിൽ അമ്മച്ചി കട്ടിലിന് കീഴിൽ സുന്ദരമായിട്ട് ഇത് വെക്കും. പല്ലിയോ പാറ്റയോ കയറാതെ ഒരു കെട്ടും അതിനകത്ത് വെച്ചേക്ക്. ഒന്നും ചെയ്യണ്ട, ഫ്രിഡ്ജും വേണ്ട, ഫ്രീസറും വേണ്ട, ഒന്നും വേണ്ട. 4 മാസം കഴിയുമ്പോൾ പഴങ്കഞ്ഞിക്ക് അമ്മച്ചി എടുക്കും. നമ്മൾ മാങ്ങാ ഞെവിടി പഴങ്കഞ്ഞിയും കുടിക്കും. മനസ്സിലാകുന്നവർക്കായി അതിൻ്റെ ടെക്നോളജിയായി 14 വർഷം മനുഷ്യൻ്റെ അവയവം സൂക്ഷിക്കുവാൻ ശാസ്ത്രം തയ്യാറായി കഴിഞ്ഞു. മാളുകളിൽ കിട്ടാൻ പോകുന്നു അന്ത്യദിനങ്ങൾ. മനുഷ്യൻ്റെ ദേഹം, മനുഷ്യൻ്റെ പ്രാണൻ, മനുഷ്യൻ്റെ ജീവൻ, ഇതെല്ലാം ഇലന്തൂർ നരബലിയെല്ലാം ഇതിനോട് കമ്പൈൻ ചെയ്ത് വരുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു മാൾ ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. ശെഖരിയാ പ്രവചനം 5:11 അവർ അവൾക്ക് സീനാർ ദേശത്തൊരു വീട് പണിവാൻ പോകുന്നു. അത് പണിഞ്ഞാൽ അവളെ സ്വസ്ഥാനത്താക്ക്. ഓൺ ഗോയിങ് കോവിഡ്, ദ ലാസ്റ്റ് സിറ്റുവേഷൻ ഇസ് കമ്മിങ്. ട്രേഡ് ബാബിലോൺ അറ്റ് ഇറാഖ് വരുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ ദാസനാകുന്ന ഞാൻ നിങ്ങളോട് പറയുന്നു, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിൽ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ, രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന ദൈവ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി സ്വർഗ്ഗമുഖത്തേക്ക് നോക്കി ചക്കുവള്ളിയിൽ പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ചക്കുവള്ളി സൂര്യനാട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. Everyone open your Bible in this evening. We are studying prophecy of Amos chapter 4 verse 11 and 12. ആമോസിന്റെ പ്രവചനം 4, 11, 12 വാക്യങ്ങൾ. എല്ലാവരും വിശുദ്ധ ബൈബിൾ തുറന്നാട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും ഒരിക്കൽ കൂടി ആമോസിന്റെ പ്രവചനം 4, 11, 12 വാക്യങ്ങൾ കുഞ്ഞു വായിച്ച് സഹായിച്ചാട്ടെ. ദൈവം സൊദോമിനെയും, എല്ലാവരും ബൈബിൾ തുറന്ന്, ദൈവം സൊദോമിനെയും ഗൊമോറയെയും ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ ഒരു ഉന്മൂലനാശം വരുത്തി. അടുത്തത്, നിങ്ങൾ കത്തുന്ന
തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ ആയിരുന്നു. ലോകരാജ്യങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ മടക്കി കൊണ്ടുവന്ന എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ തിരിയുന്ന ഒരു ദിനം വരും. അതാ ഇന്ന് രാത്രിയിലെ പ്രസംഗം. ഇന്ന് രാത്രി എങ്കിലും നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വന്നില്ല. അടുത്ത വാക്ക്, അതുകൊണ്ട് ഇസ്രായേലേ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട്, അത് അവൻ ചെയ്തിരിക്കും. ഇത് നിന്നോട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നീ ഒരുങ്ങിക്കൊള്ളുക. കരമുയർത്തുന്നവർക്കായി ഇസ്രായേലിനോട് ഇത് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഒരിക്കൽ കൂടി ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ആപത്തനർത്ഥങ്ങളും ലോകത്തിന്റെ ദുഃഖങ്ങളും ഇന്ന് രാത്രി ലോകരാജ്യങ്ങൾ ഞെട്ടുമ്പോൾ ഒരിക്കൽ കൂടി അപ്പാ പിതാവി എന്ന് വിളിച്ചുകൊണ്ട് കൺവെൻഷൻ ഗ്രൗണ്ടിനകത്ത് വരുക. മഹാദൈവം നമ്മളോട് കരുണ കാണിച്ചതിനായി ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന പ്രിയ, ഇന്ന് രാത്രി ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കരുണാമയനായ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പോസ്തല പ്രവൃത്തി 1 യേശു പറഞ്ഞു, വാഗ്ദത്തത്തിന്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ പട്ടണം വിട്ടുപോകുക. അപ്പോസ്തല പ്രവൃത്തി 2 അവർ അത് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. 3 9 മണി നേരം സുന്ദരമെന്ന യെരൂശലേമിന്റെ ദൈവാലയത്തിൽ പ്രാർത്ഥനാ സമയത്ത് ദൈവത്തിന്റെ അഭിഷിക്തന്മാർ പോകുന്നു. കഴിഞ്ഞ 3.5 വർഷമായി ഒരുവനെ അവിടെ ഇരുത്തത്തില്ല. യഹൂദ പരീക്ഷകൾക്കറിയാം യേശു വരും സൗഖ്യമാക്കും. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയി ഇനി അത്ഭുതം നടക്കത്തില്ലെന്ന് വിചാരിച്ച് അവിടെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടു നിർത്തി. അവന് വേണ്ടിയത് സൗഖ്യമല്ല, അവന് വേണ്ടിയത് സ്വോത്ര കാഴ്ച. ദൈവത്തിന്റെ അഭിഷിക്തന്മാർ കാത്തിരുന്ന് പ്രാപിച്ച അനോയിന്റിംഗ് പവറുമായി അവിടെ എത്തി. ആ കുഞ്ഞ് അവരോട് ചോദിച്ചു, എനിക്ക് വല്ലതും തരണേ. ദൈവ കുഞ്ഞുങ്ങൾ മുട്ടുമടക്കിയിട്ട് കരം പിടിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞ് ഞങ്ങളുടെ കൈ പൊന്നും വെള്ളിയൊന്നുമില്ല, ഒന്നുണ്ട്, യേശുവിന്റെ വലിയ നാമം. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്നവർക്കായി പ്രസംഗിക്കുന്ന പാടുന്ന ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, എന്നാൽ ഒന്നുണ്ട്, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമം. ആ കരത്തിന്റെ വല്ലഭത്വം ആ കുഞ്ഞിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അവന്റെ കാലുകൾ ചലിക്കുവാൻ തുടങ്ങി, അവന്റെ നരയാണികൾ ചലിക്കുവാൻ തുടങ്ങി, അവന്റെ ബ്ലഡിന്റെ കൗണ്ടുകൾ മാറിയെങ്കിൽ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് ആ നാമം വെളിപ്പെടുമ്പോൾ കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ യേശുവിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുന്ന രാത്രിയാ. അമ്മയുടെ ഉദരം മുതൽ അവനെ ബ്രസിക്കുന്ന പാരമ്പര്യത്തിന്റെ കെട്ടഴിക്കുക നാഥന്റെ നാമത്തിന്റെ കരം അതിനകത്ത് വെളിപ്പെട്ടതുപോലെ ഇന്ന് രാത്രി രോഗശക്തികളെ മാറ്റി, ശാപശക്തികളെ മാറ്റി, ചെറുപ്പക്കാരൻ തുള്ളിച്ചാടി ആലയത്തിൽ കടന്നതുപോലെ ഈ കൺവെൻഷൻ കൂട്ടത്തിനകത്ത് ചില ജീവിതങ്ങൾ യേശുവിനെ കാണുക ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാത പീഠത്തിൽ വരുന്നു. കഴിഞ്ഞ ദിനങ്ങൾ ഞങ്ങളെ അനുഗ്രഹിച്ച മഹാദൈവം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നതിനായി സ്തോത്രം. തേജസ് വാരി ഉടുത്തവന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുന്നതിനായി സ്തോത്രം. എല്ലാ നോയ്കളും എല്ലാ കെട്ടുകളും എല്ലാ ബന്ധനങ്ങളും ഇന്ന് രാത്രി അഴിയുന്ന രാത്രിയായി മാറട്ടെ. അങ്ങയുടെ ശബ്ദം അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്നു, അങ്ങയുടെ ശബ്ദം പെരുവെള്ളത്തിന് മീതെ മുഴങ്ങുന്നു, അങ്ങയുടെ ദിവ്യ ശബ്ദം കാദേശ് മരുഭൂമിനെ നടുക്കുന്നു, അങ്ങയുടെ ദിവ്യ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാകുന്നു. ലെബനോനിലെ ദേവദാരുക്കളുടെ തോലൊരിച്ചു മാറ്റിയതുപോലെ ഇന്ന് രാത്രി ചില മദ്യപാനികൾ യേശുവിനെ കാണുക. ഇന്ന് രാത്രി പട്ടണത്തിനകത്ത് യേശുവിന് വേണ്ടി ചില കരങ്ങൾ ഉയരുക. മയക്കുമരുന്ന് ജീവിതം തകർന്ന കുഞ്ഞുങ്ങളുടെ കരങ്ങൾ നാഥന് വേണ്ടി ഉയരുക. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇതിന്റെ പിൻപിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണേ. അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, കൊച്ചു കുഞ്ഞുങ്ങളുമായി കടന്നു വന്ന സഹോദരങ്ങൾ എല്ലാവരും എൻ്റെ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. സെക്ഷന്റെ വിവിധ മേഖലകളിൽ ഓടി നടന്ന നാഥന്റെ വചനം പറഞ്ഞ് പാട്ടുപാടി ആരാധിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് കരങ്ങളിൽ എടുക്കുന്ന രാത്രിയായി മാറട്ടെ. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ തിരിക്കണം. കഴിഞ്ഞ രാത്രി പ്രസംഗിച്ചതല്ല അപ്പാ, ഒരന്ത്യകാലത്തിന്റെ ദൂത് പറയുക ഇന്ന് രാത്രി എളിയവനെ ബലപ്പെടുത്തണം. ഈ കൺവെൻഷനകത്ത് ഞങ്ങളുടെ പേരോ ഞങ്ങളുടെ പ്രശസ്തിയോ ഉയരരുതേ. ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം ഈ പട്ടണത്തിനകത്ത് ഉയരുവാൻ ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ശബ്ദം വെളിച്ചം പ്രകൃതിയെല്ലാം കാക്കം കടന്നു വന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക. മഹത്വം പുകഴ്ചയും അങ്ങയ്ക്ക് പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യാം നാമത്തിൽ തന്നെ ആമേൻ. കരത്തെ ഉയർത്തി കർത്താവിന് മഹിമയെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗം ശ്രദ്ധയോടെ ദൈവ കുഞ്ഞുങ്ങൾ കണ്ണുകൾ ബൈബിളിലേക്ക് വായിച്ചു. ഇന്നലെ രാത്രി തൊട്ട് വെച്ചതുപോലെ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമപുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാരമായ വിശുദ്ധ ബൈബിൾ. പഴയ നിയമത്തിനകത്ത് 17 പ്രവചനങ്ങൾ ഉല്ലേഖനം ചെയ്തു. അതിനകത്ത് ഒരു ഭാഗം ഇന്നലെ തൊട്ടു യെസക്കേലും ഇരമ്യാവും യെശയ്യാവും വലിയ പ്രവചനങ്ങൾ. മധ്യപ്രവചനങ്ങൾ ഒരു ഭാഗം ആമോസിന്റെ പ്രവചനം, ആമോസും ദാനിയേലും അതുപോലെ സെക്കരിയാവും മധ്യപ്രവചനങ്ങൾ. തുലോം ചെറിയ പ്രവചനങ്ങൾ താഴോട്ട് കിടപ്പുണ്ട്.
ആമോസിന്റെ പ്രവചനം. യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ പിൻപിൽ തെക്കോവയിലെ ആട്ടിടയനായ ആമോസിനോട് സ്വർഗം സംസാരിച്ചത് ആമോസിന്റെ പ്രവചനം. BC 750-760 കാലഘട്ടം. 149 വാക്യങ്ങൾ ഇതിനകത്ത്, 9 അധ്യായങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തി. 1 ഇസ്രായേലിന്റെ മേൽ വരുന്ന ന്യായവിധി, 2 മോവാബിന്റെ മേൽ വരുന്ന ന്യായവിധി, 3 അകൃത്യം നിറഞ്ഞ ഇസ്രായേൽ, 4 ഇസ്രായേലിൽ നിലവിളി, 5 പാപം നിറഞ്ഞ ഇസ്രായേൽ, 6 മുന്നറിയിപ്പുകളെ അവഗണിക്കുന്ന ഇസ്രായേൽ, 7 വെട്ടുക്കളി ഇസ്രായേലിനെ വെട്ടുന്നു, 8 ഒരു കുട്ട പഴത്തിന്റെ ദർശനം ഇസ്രായേൽ. ആമോസിന്റെ 9 എന്ന് ലോകരാജ്യങ്ങൾ. അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തെ ഞാൻ ലോക ജാതികളുടെ ഇടയിൽ അരിക്കും, ഒരു മണി പോലും ശേഷിക്കാതെ അവർ മടക്കി വരുത്തും. അതിന്റെ പേര് അന്തിമ യുദ്ധവും ഇസ്രായേലും. ഇന്നലെ രാത്രി നാം ആ ഭാഗത്തിന്റെ ഒരു ഭാഗത്തെത്തി. ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചതുപോലെ സോദോമിന്റെയും ഗോമറയുടെയും മേൽ ഒരു ന്യായവിധി നടത്തിയാൽ നിങ്ങളുടെ ഇടയിൽ ഒരു മൂലനാശം നിലത്തി. പീലാത്തോസിന്റെ അരമനയിൽ 2 കൂടുകളിൽ യഹൂദ പരീക്ഷകൾ, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. ലോകത്തിന്റെ വൻകരകളിൽ മുഴുവൻ ചിതറി. കൊച്ചി മട്ടാഞ്ചേരി മുതൽ നൈജീരിയയിലെ ഹല്ലേലൂയ കിച്ചണർ വരെ ചിതറിയ ഒരു കൂട്ടമായിരുന്നു യഹൂദന്മാർ. കൊച്ചി മട്ടാഞ്ചേരിയിൽ ജൂതത്തെരുവ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാന അമ്മച്ചിയും അവിടുന്ന് യാത്ര. ഇനി ഒരാൾ മാത്രം കൊച്ചിയിൽ. അതിനോടനുബന്ധിച്ച് കേരളത്തിൽ ഒരു സ്ഥലമുണ്ട്, മാള. നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ. മാള മലയാളത്തിലെ പദമല്ല, യഹൂദന്റെ അർത്ഥമാ വാണ്ടറിംഗ് ജൂയിസ്, മായിലാക. അത്രത്തോളം വലിപ്പം യഹൂദൻ ലോകരാജ്യങ്ങൾ ചിതറി. 2ാം ലോക മഹായുദ്ധത്തോടുകൂടി അത്തിയാകുന്ന ഇസ്രായേലിനെ കുഴിച്ചു വെക്കുന്നു. 22,160 കിലോമീറ്റർ ഇസ്രായേൽ, 6,780 കിലോമീറ്റർ പലസ്തീനായിട്ട് ഡിവൈഡ് ചെയ്തു. വെസ്റ്റ് ബാങ്കും റമല്ലയും അതിനകത്ത്. ഇപ്പുറത്ത് ഗാസ സിറ്റി 374, കാൻയൂനിസും സഗർ, ഇന്ന് കാണുന്ന ജാബ്ലിയും. അക്രമം നടക്കുന്ന കിഴക്കൻ തെക്ക് ഗാസ. ഇതിന്റെ നടുവിൽ ഒരു സംഭവമുണ്ട്, 671 കിലോമീറ്റർ കിഴക്കൻ ജെറുസലേം. ഈ ഹമാസ്, എഗിയ, സിൻവർ, ഇസ്മായിൽ ഖനി എല്ലാം ചെല്ലുന്നത് അവിടത്തേക്ക്. ഇന്ന് രാത്രി ശ്രദ്ധയോടെ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഇന്നത്തെ ലോകരാജ്യങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഇസ്രായേൽ 4ാം സ്ഥാനം. 672 ഫൈറ്ററുമായിട്ട് അവൻ മുന്നേറുന്നു. അങ്ങനെയെങ്കിൽ അവൻ ഇന്ന് യാതൊരു ഭയപ്പാടുമില്ല. അങ്ങനെയെങ്കിൽ ആമോസ് പറയുന്നു, നീ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല. അതുകൊണ്ട് ഇസ്രായേൽ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ആസ്പദമായി ഇന്ന് പഞ്ചശക്തികൾ ആരെ നിയന്ത്രിക്കുന്നു? ഇസ്രായേലിനെ നിയന്ത്രിക്കുന്നു. 1 അമേരിക്ക, 2 ഗ്രേറ്റ് ബ്രിട്ടൻ, 3 ഫ്രാൻസ്, 4 കാനഡ, 5 ഓസ്ട്രേലിയ. പിൻപിൽ ഇന്ത്യയും അവന് കൈകോർക്കുന്നു. പക്ഷേ ഇവരെല്ലാം അവനെ കൈവിടുന്ന ഒരു ദിവസം വരാറായി. ഇസ്രായേലിന്റെ നിലവിളി ഉയരാറായി. അതിനാസ്പദമായി വായിച്ചു തുടങ്ങാം. ഇരമ്യാ പ്രവചനം 22, 21, 22 വാക്യങ്ങൾ. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇസ്രായേലിനോട് വെടിനിർത്താൻ പറയുന്നു. UN പറയുന്നു വെടിനിർത്താൻ പറയുന്നു. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ നിലവിളിക്കുന്ന ഒരു കാലം വരാറായി. കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധയോടെ ഇരിക്കണം. ലോകരാജ്യങ്ങളിൽ ഈ പ്രഭാഷണം കാണുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം എന്താ അറിയാം? ജെറമ്യാ ചാപ്റ്റർ 21 വേഴ്സ് 21-22 കടക്കാം. ഇസ്രായേലിനോട് ദൈവം എന്ത് ചെയ്യാൻ പോകുന്നു? വായിച്ചിട്ട് മോളമ്മ സിസ്റ്റർ വളരെ ക്ലിയർ ആയിരിക്കണം. അതാ ഇന്നലെ ഞാൻ പറഞ്ഞു. സ്റ്റഡി ഐ ടോക്ക് യു ആർ സ്റ്റഡിങ് പുനലൂർ ബദേൽ. അതിൽ പോലെ ഇരിക്കുന്ന പോലെ വചനം കേൾക്കണം. ഇരമ്യാ 22, 21, 22 വാക്യങ്ങൾ വായിച്ചിട്ട് കുഞ്ഞെ, നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. നീ എന്റെ വാക്ക് കേൾക്കയില്ലെന്ന് പറഞ്ഞു. ഇവിടെ അസംബ്ലീസ് ബോർഡിലെ കുഞ്ഞുങ്ങൾ നല്ല വചനം കേൾക്കുന്നവരാ. കാട്ടിനകത്ത് കഴുതയാൻ കഴിച്ചു പോയ ഒരുവനുണ്ടായിരുന്നു, ശൗൽ. അവനെ ഇസ്രായേലിന്റെ രാജാവാക്കി. ശൗൽ എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ നിന്ന് പാട്ടുപോയി, ദൈവത്തിന്റെ ആലോചനയിൽ നിന്ന് മാറപ്പെട്ടു പോയി. അതിനോടനുബന്ധിച്ച് ഒരു കാര്യവും കൂടെ പറഞ്ഞ് മുന്നോട്ട് പോകാം. 1 മിനിറ്റ് സമയമെടുത്താലും ശൗല് ഹല്ലേലൂയ അവസാനം ദൈവത്തിന്റെ പ്ലാൻ വിട്ടു. അവന് നല്ലൊരു പൈതലുണ്ടായിരുന്നു. അവന്റെ പേരാ യോനാഥാൻ. കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇതിന്റെ പേരാ പാരമ്പര്യം. അപ്പന്റെ പാരമ്പര്യത്തിനകത്തുനിന്ന് ദൈവസന്നിധിയിൽ വിളി കേൾക്കാതെ അപ്പന്റെ കൂടെ നടന്ന ഒരുവനുണ്ടായിരുന്നു, യോനാഥാന്റെ പ്രത്യേകത എന്താ? അപ്പന്റെ പാരമ്പര്യത്തിൽ നിന്നവൻ ഗിൽബോറ പർവ്വതത്തിൽ നിൽച്ചെന്നു. എന്താ സംഭവിച്ചതെന്നറിയാമോ? ശത്രുപാളയത്തിനകത്ത് കൂത്തവന് കിട്ടി. സ്വന്തം ചോരയിൽ പിടഞ്ഞ മകൻ അവിടെ മരിച്ചു വീഴുമ്പോൾ അപ്പന് നേരത്തെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അഭിഷിക്തനായ ദാവീദിനെതിരെ പോസ്റ്റർ ചെയ്യുന്ന പരിപാടിയായിരുന്നു ശൗലിനുണ്ടായിരുന്നത്. പല പ്രാവശ്യവും ദാവീദ് ദൈവത്തോട് പറഞ്ഞു, ദാവീദിനോട് സ്വർഗം പറഞ്ഞു, വിഷമിക്കേണ്ട, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇന്ന് രാത്രി പാട്ടുപാടുന്ന, പ്രസംഗിക്കുന്ന, ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്കെതിരെ വല്ല ഫേസ്ബുക്കിലും യൂട്യൂബിലും പോസ്റ്റ് ഇട്ട് നീ മാനിച്ച് വല്ലതും ആകാൻ പോയാൽ അവസാനം ശൗലിന്റെ ഗതിയാണ് നിനക്ക് വരാൻ പോകുന്ന. പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവസാനം ശത്രുവിന്റെ ആയുധം വഹിക്കാതെ ഗിൽബോറ പർവ്വത നിരയിൽ വെച്ച് അവൻ പാട്ടുപോയി. അതുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഭാഗമുണ്ട്, വീരന്മാർ പാട്ടുപോയത് എങ്ങനെ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് അരുളി എൻ്റെ വാക്കനുസരിക്കയില്ലെന്നുള്ളത് നിന്റെ കൽപ്പന. ആ ഭാഗം അവിടെ ക്ലോസ് ചെയ്യുമ്പോൾ ശൗലിന്റെ മകൻ ആരോട് ചേർന്ന് നിന്നു? അപ്പനോട് ചേർന്ന്. എന്നാൽ തിരുവചനത്തിൽ കരുനാഗപ്പള്ളി അസംബ്ലീസ് ബോർഡ് സെക്ഷനിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ കേൾക്കണം. ഹല്ലേലൂയ. ദൈവാലയത്തിനെതിരെ ഒരു പ്രോഗ്രാമാ. എന്താ പ്രോഗ്രാം? ആലയത്തിനെതിരെ പോരാട്ടം തുടങ്ങി. ആരൊക്കെയാ? ദാദാൻ, അബീരാം, കോരഹ്. വചനം
വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കുഞ്ഞുങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, പപ്പാ ഇത് യഹോവയാൽ പണിയപ്പെട്ട ആലയമാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാൽ പണിയപ്പെട്ട ആലയമാണ്, ഇതിൻ്റെ കൂടെ നിൽക്കരുത്. കോരകപുത്രന്മാർ പറഞ്ഞ കാര്യമുണ്ട്, അപ്പൻ്റെ കൂടെ ഞങ്ങളില്ല. സ്വോത്രം. എന്താ കുഞ്ഞുങ്ങൾ പറഞ്ഞ്? ചക്കുവള്ളി അസംബ്ലീസോ കൂടി ഞങ്ങളെ കയറ്റിയില്ലെങ്കിലും ഞങ്ങൾക്കൊരു വാക്ക് മതി, ആലയത്തിൻ്റെ വാതിൽക്കൽ നിന്നൊരു ഹല്ലേലൂയ പാടുക, ഞങ്ങളെ ബലപ്പെടുത്തണം. ഇന്ന് രാത്രി പാരമ്പര്യം നിന്റെ നിത്യതയിൽ എത്തിക്കത്തില്ല, വിദ്യാഭ്യാസം നിന്നെ നിത്യതയിൽ എത്തിക്കത്തില്ല, PhD നിന്നെ നിത്യതയിൽ എത്തിക്കത്തില്ല. ശൗലിന്റെ മകൻ അപ്പന്റെ പാരമ്പര്യത്തിൽ നിന്നപ്പോൾ അവൻ വീണുപോയി. എന്ന കോരകപുത്രന്മാർ അപ്പന്റെ പാരമ്പര്യത്തിൽ നിൽക്കാതെ പള്ളിക്കകത്ത് കയറ്റിയില്ലെങ്കിലും വർഷിപ്പിനകത്ത് നിർത്തിയില്ലെങ്കിലും സാക്ഷ്യം പറയാൻ അവസരം തന്നില്ലെങ്കിലും വാതക്കൽ നിന്നൊരു ഹല്ലേലൂയ പാടുക, എന്നെ ബലപ്പെടുത്തണമെന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളുടെ നാവിനകത്ത് സങ്കീർത്തനം കൊടുത്ത് ആദരിച്ച നല്ല ദൈവത്തെയാ ഇന്ന് രാത്രി നിങ്ങൾ ആരാധിക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാൽ ഒരു രാത്രിയുടെ സത്യവചനം കേട്ട കുഞ്ഞുങ്ങളോട് ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ പറയുന്നു, വഴിയിൽ വെച്ച് പട്ടുപോകാതിരുപ്പാൻ ഇന്ന് രാത്രി പുത്രനായ ക്രിസ്തുവിനെ ചുംബിപ്പേ. ഇന്ന് രാത്രി, നാളെ കൊണ്ട് രാത്രിയിലും മറ്റന്നാൾ പകലോട് ഈ യോഗം അവസാനിക്കുന്നതിന് മുമ്പ് പാരമ്പര്യത്തിന്റെ പടുകുഴിയിൽ നിന്ന് ദൈവാലയത്തിനെതിരെ പോരാട്ടം നടത്തിയ അപ്പന്മാരെ ഭൂമി നെടുകെ പിളർന്ന് അവരെ വിഴുങ്ങിക്കളഞ്ഞു. യഹോവയെ മറക്കുന്നവരെ കരുനാഗപ്പള്ളി ഇത് ഓർത്തുകൊള്ളുവേ, നിങ്ങളെ വിടുവിപ്പാ ആരും ഉണ്ടാകത്തില്ല. സ്വോത്രം സ്വോത്രം. ചിറ്റാപതിയുടെ പ്രസംഗം പറയുന്നത് ഇപ്പോൾ പെന്തിക്കോസ്തുകാർക്ക് വലിയ ഇഷ്ടമല്ലല്ലോ. അനുഗ്രഹത്തിൻ്റെ കാലം. അതിനുശേഷം ഒരുവനെയാക്കി, അവൻ്റെ പേരായിരുന്നു ദാവീദ്. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോടരല്. ദാവീദിനെ കൊണ്ടുവന്ന് കാട്ടിനകത്ത് കരമടിച്ചപ്പോൾ ദാവീദിനെ എന്തോ ഇസ്രായേലിൻ്റെ രാജാവാക്കി കൊണ്ടുവന്ന്. പിന്നെ ദൈവാലയത്തിൽ അങ്ങ് പോകത്തില്ല, പാസ്റ്റർമാർ വിളിച്ചാലും പോകണില്ല. പിന്നെ സാംസങ് ഗാലക്സിയുടെ ഒരു മൊബൈൽ കിട്ടി, അതിട്ട് കറക്കായിരുന്നു അവൻ്റെ ജോലി. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ചെയ്ത് ദൈവസന്ധിയിൽ നിന്ന് പട്ടുപോയി അവസാനം ദൈവാലയത്തിൽ ചെന്ന് ഉപവാസത്തിന് മുട്ടുമടക്കിയപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകൻ വന്നു. നാഥാന്റെ കരത്തിനകത്ത് പ്രാർത്ഥനയുടെ ധ്വനി കേട്ടുകൊണ്ട് താൻ തെറ്റുപോയ ശിക്ഷകൾ ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് മുട്ടുമടക്കി അവൻ 51 സങ്കീർത്തനം എഴുതി. ഇന്ന് രാത്രി അസംബ്ലീസ് ബോർഡിന്റെ കൺവെൻഷനിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ, ഏത് വിഷയത്തിനകത്ത് നീ വന്നാലും ഇന്ന് രാത്രി മടങ്ങി വന്ന് ദാവീദിനെ പോലെ മുട്ടുമടക്കി നീ ദൈവസന്ധിയിൽ കരയാമെങ്കിൽ നാഥാന അഗ്നിജ്വാലയ്ക്കത്ത കണ്ണുള്ളവന്റെ കരം നിന്നെ പുതുക്കി പണിത് പണ്ടത്തതിൽ നിന്ന് പിന്നത്തതിൽ മേമ്പടിയോടെ നിന്നെ പുതുനിലയിലെത്തിക്കുക. നിന്റെ കണ്ണുനീരിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഒരു വ്യക്തിയുടെ മുൻപിൽ മുട്ടുമടക്കണ്ട, സമൂഹത്തിന്റെ മുൻപിൽ മുട്ടുമടക്കണ്ട. നാഥാന്റെ വാക്ക് കേട്ട് ദാവീദ് മുട്ടുമടക്കി ജീവിതത്തിൽ വന്ന ക്ലേശങ്ങളെ ഏറ്റുപറഞ്ഞു. സ്വർഗത്തോട് പറഞ്ഞു, അങ്ങയുടെ ലംഘനത്തെ, അങ്ങയുടെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എൻ്റെ ജീവിതത്തിൽ വന്ന പാപങ്ങളെ മായ്ച്ചു കളയണമെന്ന് ഇന്ന് രാത്രി ആരും കരമുയർത്താതെ ദൈവത്തോട് നിലവിളിച്ചാൽ നിനക്ക് നഷ്ടപ്പെട്ടത് മടക്കി തരുവാൻ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. തൻ്റെ ജനം താഴ്മയോടെ ഇരുന്ന് ദൈവസന്ധിയിൽ മുട്ടുമടക്കി നിലവിളിച്ച് ആരാധിക്കുമെങ്കിൽ ഒരു കാലത്ത് അസംബ്ലീസ് കൂടെ നഷ്ടപ്പെട്ട ഹല്ലേലൂയ പവിത്രതയും വിശുദ്ധിയും മടക്കി കൊണ്ടുവരാൻ തയ്യാറുണ്ടെങ്കിൽ പഴയതിലും മേന്മയായി അനുഗ്രഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. സെക്ഷനകത്ത് പ്രാർത്ഥന വീരന്മാർ എഴുന്നേക്കട്ടെ, സെക്ഷനകത്ത് അഭിഷിക്തന്മാർ എഴുന്നേക്കട്ടെ, രാവും പകലും മുട്ടുമടക്കുന്ന ദൈവദാസിമാർ സൂര്യനാട്, കരുനാഗപ്പള്ളി, ചാക്കുവള്ളി, തേവലക്കരയും എഴുന്നേക്കട്ടെ. തൻ്റെ ജന താഴ്മയുടെ ദൈവസന്നിധിയിൽ ഇരുന്നാൽ ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്കായി പണ്ടത്തെ പോലെ ഒരു ശുഭകാലം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ആത്മാവിൽ ദൂതേറ്റെടുത്തിട്ട് ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് നിന്ന് പോകാം. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് അരുളി. എൻ്റെ വാക്ക് കേൾക്കയില്ലെന്നുള്ളത് ഇസ്രായേലിന്റെ പഴയ കാര്യം. അടുത്തത് വായിക്കാം കുഞ്ഞ്. അടുത്ത വാക്യം, എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. അതാ രണ്ട് കാര്യം. ശൗലെ ദാവീദ് ബാക്കി ഞാൻ തോടുന്നില്ല. അടുത്ത വാക്ക്, നിന്നെ മേയ്ക്കുന്നവരെയൊക്കെയും കൊടുങ്കാറ്റ് മേയ്ക്കും. നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് മേയ്ക്കും. അപ്പൊ സഹോദരന്മാർക്ക് ഒരു ദുഃഖം എന്നില്ല സിസ്റ്ററെ, ഈ റീത്തയൊക്കെ അത്രയും വിൽമയാണ്. അതല്ല കൊടുങ്കാറ്റ്. നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് മേയ്ക്കും. കൊടുങ്കാറ്റെന്ന് പറഞ്ഞാൽ നിന്റെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒരു സംഭവം ഉണ്ടാകും. അതിൻ്റെ പേര് സാമ്പത്തിക മാന്ദ്യം. കരമുയർത്തുന്നവർക്കായി അമേരിക്കക്കാർ ഇവിടെ തമ്മിച്ചാൻ്റെ മോൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ പച്ചയ്ക്ക് പറയാം. എന്താ വെച്ചാൽ അമേരിക്കയുടെ കടം എത്ര എന്നറിയാം? 32+12 $3 ബില്യൺ. എന്താ 12 പൂജ്യമാണ് 32 ട്രില്യൺ അമേരിക്കയുടെ കടം. കാശുണ്ടായിരുന്ന അമേരിക്ക എപ്പോഴേ പശ്ചിമേഷ്യ വന്ന് അടി തുടങ്ങിയാണ് സ്വോത്രം. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കാല് താങ്ങിക്കൊണ്ടിരിക്കുക. യമനകത്ത് ഊത്തി വിമതർ എണ്ണ കൊണ്ടുവരുന്ന കപ്പൽ പിടിച്ചുകൊണ്ടിരിക്കുക. അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ് കുറേ വെച്ചത്. അതിനുമുമ്പ് ഇന്ത്യയോട് പറഞ്ഞ് 3-4 യുദ്ധക്കപ്പലിനെ അയക്കണം, ഊത്തി വിമതർ എണ്ണക്കപ്പലിനെ പിടിക്കുക. അതുകൊണ്ട് ഇന്ത്യയാണ് ഇപ്പോൾ സൗദിയുടെ ബോർഡറിൽ യമനിൽ ഊത്തി
മുതൽ കാശുണ്ടവരെല്ലാം ഒതുക്കിയാണ്. ഒന്ന്, അമേരിക്ക സാമ്പത്തികമായി തകരുന്നു. രണ്ടാമത്തെ, ബ്രിട്ടനിലെ കാര്യം നിങ്ങൾക്കറിയാം, പോയ കൊച്ചുങ്ങളോട് ചോദിച്ചാൽ മതി. കാനഡയിൽ അധികം പാർട്ട് ടൈം ജോലിയില്ല. പിന്നെ ഫ്രാൻസ് ഒരു പരിപത്തി പോകുന്നു. പെന്തിക്കോസുകാർ പ്രത്യേക ശ്രദ്ധയ്ക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് ഓസ്ട്രേലിയ. പോയിട്ടൊരു കട്ടൻ ചായ എനിക്ക് മേടിച്ചു തരണം. ആ കരം ഉയരുന്നില്ലല്ലോ സ്വത്രം. ബാക്കിയെല്ലാം ഏതാണ്ട് നാട്ടുമാവി വീണ പോലെ പോയിക്കൊണ്ടിരിക്കുക സ്വത്രം. ഇതിൻ്റെ അർത്ഥം ഇതെല്ലാം വി ആർ സ്റ്റഡിങ് മേ ബി 40 years ഓൾ. ലോക രാജ്യങ്ങളെ പറ്റി 40 വർഷമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇവരെല്ലാം വീണുകൊണ്ടിരിക്കുക. ഇപ്പോൾ പോകാൻ പറ്റിയ സ്ഥലം ഓസ്ട്രേലിയ. അങ്ങനെയെങ്കിൽ 4 പ്രമുഖ രാജ്യങ്ങൾ മാറും. ഇനി നിങ്ങൾ എൻ്റെ പ്രസംഗം കേൾക്കണം. ഇതായിരിക്കും ക്ലിയർ കട്ട്. കുഞ്ഞൊരിക്കൽ കൂടി അടുത്ത വാക്ക്, നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് മേയ്ക്കും. അടുത്ത വാക്ക്, നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. അവിടെ ഒരു വെയിറ്റ് ചെയ്യണം വളരെ സമാധാനത്തോടെ. അതിൻ്റെ അർത്ഥം ഇന്ന് അമേരിക്ക നിലനിൽക്കുന്നതിൻ്റെ, ഗൾഫുകാർ അനേകം പേര് ഇവിടെ ഇരിപ്പുണ്ട്, അമേരിക്ക നിലനിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എല്ലാവരും കേൾക്കണമേ. ഇന്ന് സൗദിയിലെ അരംകവുമായി ചേർന്നുകൊണ്ട് അമേരിക്കയുടെ എണ്ണ കമ്പനികൾ മുഴുവൻ ഡോളറിലാണ് വ്യാപാരം നടത്തുന്നത്. താമസം എണ്ണ വില ഡോളറിൽ നിന്ന് മാറിയാൽ പണ്ടത്തെ 2000 നോട്ടിൻ്റെ ഗതിയായി അമേരിക്കൻ കറൻസിക്ക് വരുന്ന കാലം. അതിനാസ്പദമായി ഈ ദിവസങ്ങളിൽ 2 ചർച്ചകൾ നടക്കുന്നു. ഒന്ന്, ചൈന സൗദി അറേബ്യയായിട്ട് കൈ കൊടുക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് വ്ളാഡിമിർ പുടിൻ ഇടയ്ക്ക് പിന്നെ സൗദി അറേബ്യയിൽ വന്നിട്ട് പോയി. സൗദിയിലെ രാജാവിനെ ഇടയ്ക്ക് റഷ്യയിലേക്ക് വിളിച്ചെങ്കിൽ താമസം എണ്ണ വിപണി ഒരിക്കൽ ഒന്നീ റഷ്യൻ റൂബിളിലേക്കോ മറ്റെങ്കിൽ ഈ ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറിയാൽ അമേരിക്കയുടെ കാര്യം കട്ടപ്പോക സ്വത്ര. അതുകൊണ്ടായി പത്രവാർത്തകൾ മുഴുവൻ വരുന്നത് ഡോളറിൻ്റെ വിലയിൽ നിന്ന് എണ്ണ വില തെന്നി മാറാൻ സാധ്യത. അങ്ങനെയെങ്കിൽ 2 വൻകിട ശക്തികൾ ഇന്ന് കുതിക്കുന്ന ശക്തി. ഒന്ന് ചൈനയാണ്. ചൈന സൗദി അറേബ്യ പിന്താങ്ങുമെങ്കിൽ പതിയെ അമേരിക്കയും അതുപോലെ സൗദിയുമുള്ള കോമ്പാക്റ്റുകൾ മാറി നിൽക്കും. അവസാനം വരെ നിന്നത് ട്രംപിനോട് ചേർന്ന. പക്ഷേ ജോ ബൈഡൻ ഇപ്പോൾ സൗദിയുമായിട്ട് അധികം അടുപ്പവും പുലർത്തുന്നില്ല. അങ്ങനെ എണ്ണ വില മാറിയാൽ അമേരിക്ക പതിയെ തകർന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ വാൻകൂവർ, കാനഡ, ടൊറന്റോ, മിസിസിപ്പി, നയാഗ്ര ഫാൾസ്, ആൽബർട്ട, അവിടെ എല്ലാം കാനഡയിൽ നമ്മുടെ ചക്കുവള്ളി ബിവറേജസേ ഉള്ളു. അവിടെ മയക്കുമരുന്ന് പരസ്യമായിട്ട് കടയിൽ തുറന്നു വയ്ക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി സ്വത്രം. ഇതെല്ലാം കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ മതി. അവിടം വരെ എത്തി. അങ്ങനെയെങ്കിൽ ഇവർ മാറും. അങ്ങനെയെങ്കിൽ ഇനിയാണ് എൻ്റെ ബേസ് പ്രസംഗം. ഇന്ന് രാത്രി യുണൈറ്റഡ് നേഷൻസിനകത്ത് 5 രാഷ്ട്രങ്ങളുണ്ട്. വോട്ടവകാശം, വീറ്റോ പവറുള്ള രാജ്യങ്ങൾ ആരൊക്കെ? 1 അമേരിക്ക, 2 ഫ്രാൻസ്, 3 ബ്രിട്ടൻ. ഇവർ 3 പേരും ഇസ്രയേലിൻ്റെ കൂടെ. പിന്നെ 2 പേരേ ഉള്ളൂ, ചൈനയും റഷ്യയും. അവർ ഇന്നത്തെ പലസ്തീൻ ചേരില്ല. താമസമിന ഈ രാഷ്ട്രങ്ങളിനകത്ത് ഒരു സംഭവം സംഭവിക്കും. ഇവർ സാമ്പത്തികമായി തകർന്നാൽ UN-നകത്തൊരു പ്രമേയം വരും. വീറ്റോ പവറുള്ള 2 രാഷ്ട്രങ്ങൾ അതിനകത്ത് മാറും. ഒരുപക്ഷെ അമേരിക്ക മാറാം, ഒരുപക്ഷെ ബ്രിട്ടൻ മാറുമ്പോൾ ഇന്നത്തെ പലസ്തീൻ പ്രശ്നത്തിന് ഇടപെടാൻ കഴിവുള്ള രാജ്യം ഇറങ്ങി വന്നാൽ ജെറുസലേമിലേക്കായി യുദ്ധം വരും. കരമുയർത്തുന്നവർക്കായി. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിരിക്കണം. ബൈബിളും പ്രവചനവും. ലോകരാജ്യങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിന്റെ സ്നേഹിതന്മാർ, ആ വായിച്ച വാക്കൊന്നുകൂടെ മോളമസിസ് വായിക്കണം. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. പ്രവാസം. ഇന്ന് നിനക്ക് പ്രൈസലോട് നിന്ന് കട്ടൻ ചായയും തന്നു സ്വോത്ര കാഴ്ചയും തരുന്നത്. എല്ലാവരും പ്രവാസത്തിലേക്ക്. അതിൻ്റെ ഒരു നാടൻ മലയാളം തമ്പിച്ചാനെ തന്നെ പിടിക്കുക. ഇവിടെ സൗദി അറേബ്യയിൽ ഐസ്ക്രീം കട നടത്തുന്ന ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. ക്ലിയർ കട്ട് നമുക്ക് നാടൻ മലയാളം. ഈ ചെറുപ്പക്കാർ സ്ഥിരമായിട്ട് 8 മാസം 10 മാസം കൂടുമ്പോൾ വന്നു പോകും. ഒരു പ്രാവശ്യം അവനിവിടെ മടങ്ങി വന്നിട്ട് ഒരാട്ടോ എടുത്ത്. അതിൻ്റെ പേരാ പ്രവാസി ആട്ടോ. ചക്കുവള്ളിയിൽ ഒരു പച്ചക്കറി കടയും തുടങ്ങി. പ്രവാസി പച്ചക്കറി ആൻഡ് വെജിറ്റബിൾ സ്റ്റോർ. അവൻ 2 മാസമായിട്ട് തിരിച്ചു പോയില്ല. തമ്പിച്ചാൻ 3-ാം മാസം അവനെ കണ്ടു ചോദിച്ചു, കുഞ്ഞെ നീ സൗദിക്ക് തിരിച്ചു പോകുന്നില്ലേ? അപ്പോൾ അച്ചായനോട് പറഞ്ഞു, താണ്ട് ഈ ബോർഡ് കണ്ടില്ലയോ അച്ചായ, പ്രവാസി വെജിറ്റബിൾ ആൻഡ് പച്ചക്കറി സ്റ്റോർ. എൻ്റെ പാസ്പോർട്ടൊക്കെ മേടിച്ച് ഐസ്ക്രീം കട അറബി എടുത്ത് എന്നെ കാർ വാപ്പസിയാക്കി. ആട്ടോ കണ്ടില്ലേ കിടക്കുന്ന പ്രവാസി. അതുപോലെ ഇന്നത്തെ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസ് പൈസ കുറഞ്ഞാൽ ഇസ്രയേലുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കും. സ്വത്രം. ഇതിൻ്റെ പിൻപിൽ ഒരു കരവും വരുന്നുണ്ട്. ആ കരത്തിൻ്റെ പേരാ ബരാക് ഒബാമ. ഇത്രയും ഞാൻ അമേരിക്കക്കാരോട് പറയുന്നുള്ളൂ. അതിൻ്റെ പിൻപിലാ കമലാ ഹാരിസിന് ഇപ്പോൾ കൊണ്ടുവന്ന് അവർ US-ന്റെ നേതൃത്വം കൊടുക്കാൻ പിൻപിൽ കൊണ്ടുവരുന്നത് ബരാക് ഒബാമ. ഇതിൻ്റെ പ്രത്യേകത ജെറുസലേമിൻ്റെ വിഷയത്തിലേക്ക്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ലോക രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഇസ്രയേൽ, 1 കോടി ജനവും 6 ഡിസ്ട്രിക്റ്റും 672 വിമാനങ്ങളും അതുപോലെ തന്നെ 100 പോർക്കപ്പലുമുള്ള അയൺ ഡോമിന്റെ സംവിധാനമുള്ള ഇസ്രയേൽ നിലവിളിക്കുമെന്ന് ഞങ്ങളുടെ ബൈബിൾ. അടുത്ത വാക്ക് വായിച്ചട്ടെ മോളമ്മ സിസ്റ്റർ. അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടതയും നിമിത്തം. ഇന്ന് രാത്രി ലോകരാജ്യങ്ങൾ മാർപ്പാപ്പ സഹിതം പറഞ്ഞു കൊടുത്ത നേതാക്കൾ മുഴുവൻ പറഞ്ഞു, തൽക്കാലം ഒരു വെടി നിർത്താൻ. ലോകരാജ്യങ്ങളുടെ വാക്കനുസരിക്കാത്ത ഇസ്രയേൽ. വായിച്ചട്ടെ. അപ്പോൾ നീ നിന്റെ
നിന്റെ സകല ദുഷ്ടതയും നിമിത്തം സകല ദുഷ്ടതയും നിമിത്തം ലജ്ജിച്ച് അമ്പരന്ന് പോകും. ഇസ്രായേലേ, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ചെറുപ്പക്കാർ മുഴുവനും കാളര ക്ലിയർ ആയിട്ട് 1948 മെയ് 14 എന്തോ ചെയ്യുന്നത് ഇസ്രായേൽ സ്വാതന്ത്ര്യമായത്. അന്ന് 1967 ഇവിടെ പഠിക്കുന്നവർക്കറിയാം, അറബ് ഇസ്രായേൽ വാർ ദൈവദാസന്മാർക്കറിയാം. അന്ന് കിഴക്കൻ ജെറുസലേമിനെ ആരുടെ കയ്യിലാക്കി? ഇസ്രായേലിന്റെ കയ്യിലാക്കി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നാം ഇവിടെ നിൽക്കുമ്പോൾ ഈ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും മാറിയാൽ, അമേരിക്കയിൽ നമ്മുടെ പ്രസിഡന്റ് ട്രംപ് വന്നപ്പോൾ 2017 ട്രംപ് ഒരു പ്രഖ്യാപനം കൊണ്ടുവന്നു. ടെൽ-അവീവ് മാറി. ഡേവിഡ് ബെൻ-ഗൂറിയോൻ കൊടി ഉയർത്തിയ ടെൽ-അവീവ് ഇസ്രായേലിന്റെ തലസ്ഥാനമായപ്പോൾ 2017 ഡിസംബർ മാസത്തിൽ ജെറുസലേം ഇസ്രായേലിന്റെ തലസ്ഥാനത്ത്, ക്യാപിറ്റൽ സിറ്റി ഓഫ് ഇസ്രായേൽ, ദാറ്റ് മീൻസ് ജെറുസലേം. രണ്ടാമത്തെ കാര്യം, ഇന്ന് രാത്രി ട്രംപ് പിന്നെയും ചിലപ്പോൾ അധികാരത്തിൽ വരാൻ കാര്യം, ലോകം വിട്ടു നിന്നു. US എംബസി ജെറുസലേമിൽ തുറന്നു. കൂടെ ആര്? എല്ലാം ഓൺലൈനിൽ കാണുന്നു. ട്രംപിന്റെ മകളുടെ പേരാ ഇവാങ്കൽ, കെട്ടിയ ചെറുപ്പക്കാരന്റെ പേരാ രഘുദൻ ജാരേദ് കുഷ്ണർ. അവൻ വിചാരിച്ചിട്ട് US എംബസി ടെൽ-അവീവിൽ നിന്ന് ഇപ്പോൾ ജെറുസലേമിലേക്ക് മാറ്റി. പിന്നെ ഐക്യരാഷ്ട്രസഭ ഇനി ഇസ്രായേലിനെതിരെ ഒരു പ്രമേയം വരാൻ പറ്റത്തില്ല. ഓൺലി ദ ജൂയിഷ് കൺട്രി ഇസ്രായേൽ, ജൂതരാഷ്ട്രം. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്നത് ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് വീറ്റോ പവർ ഉള്ള രാജ്യങ്ങൾ മാറിയാൽ സക്കറിയാവിന്റെ പ്രവചനം ഇവിടെ സംഭവിക്കുന്നു. അറബ് ലീഗിന്റെ 57 രാഷ്ട്രങ്ങളും ചൈനയും കൊറിയയും റഷ്യയും ചേർന്ന് ജെറുസലേം ആരുടെ കയ്യിൽ കൊടുക്കണമെന്ന് പറയുമോ അത് വാഗ്ദത്ത സന്തതിയിൽ നിന്ന് മാറാൻ പോകുന്നു. വായിക്കാം, ഇതിന്റെ പേര് അന്തിമ യുദ്ധം. ബൈബിൾ ഉള്ളവരെല്ലാം സക്കറിയ പ്രവചനം 12:2-3. ഇന്നത്തെ ഹല്ലേലൂയ ഹമാസ്, ഇന്നത്തെ യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ പോകുന്നത് ജെറുസലേമിൽ. വായിച്ചിട്ട് കുഞ്ഞെ സക്കറിയ പ്രവചനം 12:2-3 വാക്യങ്ങൾ വായിക്കാം. ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. അത് 1967 അറബ് ഇസ്രായേൽ വാർ 6 ദിനം കൊണ്ട് 7 രാഷ്ട്രങ്ങളെ തകർത്തുകൊണ്ട് അബ്രഹാം കാൽ ചവിട്ടിയ 673 കിഴക്കൻ ജെറുസലേം ഇസ്രായേൽ കയ്യിലാക്കി. നമ്പർ 1, 2, 1 പരിഭ്രമ പാത്രം. ബൈബിൾ എടുത്തോണം നിങ്ങൾ കൂടെ. അടുത്തത് വായിച്ചാട്ടെ. യെരൂശലേമിന്റെ നിരോധനത്തിങ്കൽ അത് യഹൂദയ്ക്കും വരും. UN ഒരു പ്രമേയം വന്നപ്പോൾ ഇസ്രായേൽ നിലവിളിക്ക് ഇപ്പൊ പ്രമേയം വരാത്തത് വീറ്റോ ഉള്ള 3 രാജ്യങ്ങൾ യഹൂദനെ കൈകാര്യം ചെയ്യുന്നു. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്. UN യെരൂശലേമിനെ കൈയൊഴിയും. അടുത്തത് അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. കരമുയർത്തിയാട്ടെ. ഈ സാമ്പത്തിക മണ്ഡലം തകർന്നാൽ ഒരു ഭാരമുള്ള കല്ലായി ജെറുസലേം മാറും. അതാ ഇസ്മയിൽ ഹനിയ, യഹിയ സിൻവർ, ഇനി ഖാലിദ് മിഷേൽ, ഇവരെല്ലാം ഇസ്രായേൽ വകവരുത്തുമ്പോൾ വരാൻ പോകുന്നത് ജെറുസലേം ഭാരമുള്ള കല്ല്. അടുത്ത വാക്ക്, അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. കരമുയർത്തുന്നവർക്ക് ഇന്ന് അവനോട് സഖ്യത ചെയ്യുന്ന സകലം യെരൂശലേമിനെതിരെ കൂടി വരും. ഇനി എന്താ ജെറുസലേം? ഒരു മിനിറ്റ് കൂടെ. ജെറുസലേമിന്റെ പ്രത്യേകത 15 കാര്യം. എല്ലാവരും കേൾക്കണേ മക്കളെ. ഇനി നമുക്ക് നാളെ ഞാനില്ലാൻ തന്നെ. എന്താ 15 കാര്യങ്ങൾ? 1, ദാവീദിന്റെ പട്ടണം. 2, 5000 വർഷം പഴക്കമുള്ള നഗരം. 3 മതങ്ങളുടെ സംഗമഭൂമി, യഹൂദമതം, അത് കഴിഞ്ഞ് ഇസ്ലാം മതം, ക്രൈസ്തവ മതം. 4, ഏറ്റവും നിർണായകമായ ഒരു സംഭവമുണ്ട്. അവിടെ മക്ക മദീന കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഒരു പള്ളിയുണ്ട്, അൽ-അഖ്സ, ഈ കിഴക്കൻ ജെറുസലേം. അത് കഴിഞ്ഞ് 5ാമത്തെ കാര്യം, ഇസ്ലാം മത വിശ്വാസികൾ പറയുന്നു പ്രവാചകൻ യാത്ര ചെയ്ത് മുകളിലേക്ക് പോയത് ഡോം ഓഫ് റോക്ക്. 5, 6 യേശുവിന്റെ ക്രൂശീകരണം നടന്നത് ഇതിനോടുള്ള അനുബന്ധിച്ച് തന്നെ പട്ടണത്തിൽ. 7ാമത്തെ സംഭവമായി യേശുവിന്റെ അമ്മ മറിയുടെ കല്ലറ അവിടെ. 8ാമത്തെ സംഭവമായി കിദ്രോൻ തോട് ഇവിടെ. 9ാമത് യേശു മരിച്ചുയർത്തെഴുന്നേറ്റ അരിമത്തക്കാരൻ യോസഫിന്റെ കല്ലറ ഇതിനകത്ത്. 10 അവനെ തൈലലേപനം നടത്തിയത് ഇതേ ജെറുസലേമിൽ. 11 ലോക ചരിത്രത്തിൽ 60 പ്രാവശ്യം യുദ്ധം. അത് കഴിഞ്ഞ് 12 40 പ്രാവശ്യം ജനം ഓടി. 13 23 പ്രാവശ്യം മുറിവേറ്റ്. 14 യഹൂദന് സ്വാതന്ത്ര്യം കൊടുത്തൊരു ചെറുപ്പക്കാരനുണ്ട്, ദൈവദാസന്മാർക്കറിയാം, തിയോഡർ ഹെർസൻ. അവന്റെ കല്ലറ കിടക്കുന്നത് ജെറുസലേമിൽ. 15ാമത്തെ കാര്യം, ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി. അത്
ദൈവാലയം പടുത്തുയർത്തിയപ്പോൾ ഇന്ന് 2 കാര്യം പിന്നത്തതിൽ ആലയത്തിന്റെ ബാക്കി അവിടെ നിൽക്കുന്നു. 1 കിഴക്കേ വാതിൽ, 2 വിലാപ മതിൽ. ഈ പട്ടണം യഹൂദൻ ജീവിതത്തിൽ കൊടുക്കത്തില്ല. അങ്ങനെയെങ്കിൽ വരാൻ പോതോ ജെറുസലേം പരിഭ്രമ പാത്രമുള്ള ഒരു കല്ലായി മാറാൻ പോതോ. അങ്ങനെയെങ്കിൽ ഒരു ഭരണാധികാരി ഭരണത്തിൽ വരും. ഇന്ന് രാത്രി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അബുദാബിയിൽ വന്നിട്ട് 3 പള്ളികൾ ഒരിടത്തുണ്ടാക്കി. 1 യഹൂദന്റെ സിനഗോഗ്, 2 ക്രൈസ്തവന്റെ പള്ളി, 3 ഇസ്ലാമിന്റെ മോസ്കെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ വെളിപ്പാട് 6:1-2 കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്റെ മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ടായിരുന്നു. അത് ഹല്ലേലൂയ, ലോകം അവനൊരു കിരീടം കൊടുത്തു. ജയിപ്പാൻ പുറപ്പെട്ടെങ്കിൽ ഇവിടെ യെരൂശലേമിന് വേണ്ടി ഒരു ദൈവാലയം ഇന്നത്തെ ഇസ്രായേൽ ഹമാസിന്റെ അവസാനത്തിൽ ഒരു അന്തിമ യുദ്ധത്തിലെത്താൻ പോതു. എന്നാൽ ഇന്ന് രാത്രി കരുനാഗപ്പള്ളി സെക്ഷനിലെ ദൈവമക്കൾ പറയണം, 2 ആലയം ഒരേ സമയം ഭൂമിയിൽ കാണുക എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി യഹൂദന്റെ സിനഗോഗ് അവിടെ ഉയരുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും. പെന്തക്കോസ്ത് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന ദൈവസഭ ശവപ്പെട്ടി കാണാതെ, മരണം കാണാതെ എടുക്കപ്പെടാറായി. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങാൻ കാലമായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അപ്പോൾ ഇനി പ്രസന്റ് ഇന്നത്തെ ലോകത്തിനകത്ത് റഷ്യ അവർക്ക് മേധാവിയാകും. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ലാറ്റർ ഡേയ്സ് വിസിറ്റഡ് അറ്റ് ഇസ്രായേൽ. നീ സന്ദർശിക്കപ്പെടും, നീ അവർക്ക് മേധാവിയായി തീരും. ആര് ഇസ്രായേലിനെതിരെ എഴുന്നേറ്റ് വരും? വായിച്ചാട്ടെ, എസക്കേൽ 38:5-6. ഒന്നുകൂടെ ബൈബിൾ നിങ്ങൾ തുറന്നാട്ട്. എസക്കേൽ 38:5-6 ക്ലിയർ പഠിച്ചുകൊണ്ട് ഇറങ്ങാവും. എസക്കേൽ 38:5-6 വാക്യങ്ങൾ വായിച്ചാട്ടെ. അവരോട് കൂടെ റഷ്യയോട് കൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരുകയും ധരിച്ച പാർസികൾ 1935 ഇറാൻ എന്ന് പേര് വരുന്ന, പിന്നെ അവർക്ക് സ്വാതന്ത്ര്യം. അതിനു മുമ്പ് ഇറാനെ വിളിച്ചിരുന്നത് പേർഷ്യ എന്ന, കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് ആ ദാനിയേലിന്റെ ദർശനം, രാത്രി ദർശനത്തിൽ മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. തമ്മിൽ ഭേദിച്ചു നിൽക്കുന്ന 4 മഹാമൃഗങ്ങൾ. തല തങ്കം കൊണ്ട് നെബൂഖദ്നേസർ, നെഞ്ചും കൈയും വെള്ളി കൊണ്ട് ദാര്യാവേശും കോരശും. ആ ദാര്യാവേശിന്റെ കോരശിന്റെ സാമ്രാജ്യം മേദ്യ പാർസ്യ. അന്ന് അവനോട് ചേർന്ന് വായ്ക്കകത്ത് 3 വാരിയലുകളുണ്ടായിരുന്നു. ലിബിയ, ഈജിപ്റ്റ്, ജോർദാൻ. ഇതാ ദാനിയേൽ കണ്ടത്. അങ്ങനെയെങ്കിൽ ഇവരെല്ലാവരും ഒരു നാഴിക നേരത്തേക്ക് ഇസ്രായേലിനെതിരെ വരും. അടുത്ത വാക്ക് വായിച്ചട്ടെ. അവരോട് കൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരുകയും ധരിച്ച ഇറാൻ, അഫ്ഗാനിസ്ഥാൻ. അടുത്ത വാക്ക് പാർസികൾ, കൂശ്യർ എത്യോപ്യ രാജ്യം, ലിബിയ രാജ്യം, ഗോമേർ. ഇന്നത്തെ യൂറോപ്പിൽ നിന്ന് ഒരെണ്ണം കാണുമ്പോൾ യൂറോപ്യൻ യൂണിയൻ എത്രയാ? ചെറുപ്പക്കാർ 12 രാഷ്ട്രങ്ങളെ വോട്ടവകാശം. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. ആദ്യയിൽ കർത്താവ് 1 വെട്ടി, അതിൻ്റെ പേരാ ബ്രിട്ടൻ. അതുകൊണ്ടല്ലയോ ചൂർനാട് ചിന്നമാമയുടെ മക്കളെല്ലാം ഇന്ന് UK നിൽക്കുന്നു. സന്തോഷമില്ലല്ലോ? സ്തോത്ര. മോനെവിടെ? മാഞ്ചസ്റ്റർ. മോളെവിടെ? ലിവർപൂളിൽ. മരുമോളെവിടെ? ലെയ്റ്റണിൽ. അത് കഴിഞ്ഞിട്ട് മറ്റേ കൊച്ചുമോളെവിടെ? കർദീപി. ഇപ്പം അമ്മാമ്മ വേലക്കാരി മാത്രമുണ്ട്. വേലക്കാരി മതിലിയാടാതെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. സന്തോഷം. സ്തോത്രം. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സകലത് UK-യിൽ. സ്തോത്രം. അതിനോട് ചേർന്ന് 12-ൽ 1 പോയി. ഇനി 1 കൂടെ പോയാൽ 10 കൊമ്പ്. അതാ അന്തിമ യുദ്ധത്തിന് മുമ്പ് എൻ്റെ നാഥന്റെ കരം വെളിപ്പെട്ടു വരും. ഗോമേർ ഒരുപക്ഷെ ജർമ്മനി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ രാജ്യം. അടുത്ത വായിച്ചാട്ട് കുഞ്ഞേ. അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമാഗ്രഹം ആരാ? ഇന്ന് തുർക്കിയിൽ ഒരു ലീഡറുണ്ട്, അവൻ്റെ പേരാ തോയ്ബർ ദോഗൻ. സ്വത്രം. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ലീഡറാ തോയ്ബർ ദോഗൻ. ആരായി തോയ്ബർ ദോഗൻ? എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് വഴികാട്ടി. ഇനി ദൈവജനം കേൾക്കുന്ന വചനത്തിൻ്റെ നിവൃത്തി. യേശു വരുന്നതിന് മുമ്പ് ഒരുവൻ വന്നു, അവൻ്റെ പേരാ സ്നാപക യോഹന്നാൻ. കരമുയർത്താം. അങ്ങനെയെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് വഴികാട്ടി വന്നതാ തുർക്കിയിലെ തോയ്ബർ ദോഗൻ. അവൻ വന്നപ്പോഴേ ഒരു പള്ളി പിടിച്ചു, ഹാഗിയ സോഫിയ. അത് വായിച്ച പാസ്റ്റർമാർ മാത്രം ഒന്ന് കരമുയർത്തിയാട്ടെ. ഹാഗിയ
ഷോക്കിയ പള്ളി പിടിച്ച് വിശ്വാസികൾ വായിക്കത്തില്ല, പാഷമാർ ഗുഡ് ന്യൂസ് കിട്ടിയ കല്യാണേ വായിക്കും. സ്വത്രം ഇതെല്ലാം ഗുഡ് ന്യൂസും ഉണ്ടായിരുന്ന കാഗിയ സോഫിയ ഒരു പള്ളി പിടിച്ചു തുർക്കിയിലെ തൊയ്ബർ തോകൻ. അവനാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിനോട് പറഞ്ഞ മര്യാദ കേൾക്കാൻ. ഉടനെ ബെഞ്ചമിനെ തന്നെയാകെ പറഞ്ഞു, സഹോദര സദാമിൻ്റെ കാര്യം ഓർമ്മയുണ്ടോ, മിണ്ടാതിരുന്ന ദൈവം എന്നറിഞ്ഞോളാം. സ്വത്രം അപ്പം അവൻ്റെ സംസാരം നിർത്തി. സ്വത്രം അവൻ്റെ നേതൃത്വത്തിൽ തുർക്കി വടക്കേ അറ്റത്തുള്ള ഗ്രഹം, എത്ര ക്ലിയർ ബൈബിൾ. അവനാണ് സൗദി അറേബ്യയിൽ ഇപ്പോൾ അറബ് ലീഗിന്റെ ലീഡറായി തുർക്കിയിലെ രജബ് തൊയ്ബ് എർദോഗൻ. ഇവനാണ് അന്തിമ യുദ്ധത്തിന്റെ ചാലുകൾ. അടുത്ത വാക്ക് വായിക്കാം. അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒരുമിച്ച് ആരുടെ നേരെ വരും? വായിച്ചാട്ട് മോളെ. എന്നിങ്ങനെ പല ജാതികളെയും നിന്നോട് കൂടെ പുറപ്പെടുമാറാക്കും. കിടക്കുന്ന റഷ്യയോട് കൂടെ ഇത്രയും പേർ പുറപ്പെട്ടു വരും. അതിന്റെ ദുനിയ 2023 ഒക്ടോബർ 7 മുതൽ നടക്കുന്ന പശ്ചിമേഷ്യയിലെ ഇന്നത്തെ ഈറ്റുനോവ്. ഇത് വരാൻ പോകുന്നത് ഒരു അന്തിമ യുദ്ധത്തിലേക്ക്. ചാലുകളെല്ലാം ഒഴുകി ലോകം രണ്ട് ചേരിയിലായി. എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല? അതിനു മുമ്പ് പ്രാണപ്രിയന്റെ കാഹളം മധ്യാകാശത്തിൽ ധ്വനിക്ക് ഇന്ന് രാത്രി. അങ്ങനെയെങ്കിൽ ഇവരെല്ലാം കൂടി ഇസ്രായേലിന് നേരെ വരുമോ? വായിക്കാം. നെക്സ്റ്റ് എസെക്കിയേൽ 38, 15, 16 വാക്യങ്ങൾ. കുഞ്ഞു വായിച്ച് സഹായിച്ചട്ടെ. എസെക്കിയേൽ പ്രവചനം 38, 15, 16 വാക്യങ്ങൾ. യെരൂശലേമിന്റെ വിഷയത്തിൽ ഇവർ ഒരുമിക്കും. വായിച്ചിട്ട് കുഞ്ഞ് എസെക്കിയേൽ 38, 15, 16. അന്നാളിൽ നീ അത് അറിയുകയില്ലയോ? അന്നാളിൽ നീ അതറിയുക. അടുത്തത്, നീയും നിന്നോടുകൂടെ പല ജാതികളും, നിന്നോടുകൂടി അറബ് ലീഗും കൊറിയയും പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ സൈബീരിയ ടു സിറിയ ഗോലാൻ വടക്കേ അറ്റത്ത് നിന്ന് തന്നെ വരും. അടുത്ത വാക്ക്, ദേശത്തെ മറയ്ക്കേണ്ടതിന് ഉള്ള ഒരു മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. ആ കരമുയർത്തിയാട്ടെ. എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു പടക്കൂട്ടം വരും ഇന്ന് രാത്രി. ദേശത്തെ മറയ്ക്കേണ്ടതിനൊരു മേഘം. എസെക്കിയേൽ പ്രവചനം എഴുതിയത് ഇന്നേക്ക് 2600 പരം കൊല്ലങ്ങൾക്ക് മുമ്പ്. എന്താ മേഘം? യോബ് പറയുന്നത് പോലെ കാർമേഘമല്ല, മിന്നലുള്ള മേഘമല്ല. ആ മേഘത്തിന്റെ പേരാ യുദ്ധവിമാനം. എസെക്കിയേൽ കേബാർ നദീതീരത്ത് പ്രവചനം എഴുതുമ്പോൾ അച്ചായ അമ്മാമ ഒരു സൈക്കിൾ കണ്ടുപിടിച്ചിട്ടില്ല, ഒരു സ്കൂട്ടർ കണ്ടുപിടിച്ചിട്ടില്ല. അന്ന് ഞങ്ങളുടെ ബൈബിൾ എഴുതി. എന്താ എഴുതിയ? റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് യുദ്ധവിമാനം. വിമാനം കണ്ടുപിടിച്ചത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം. 1903 അമേരിക്കയിൽ 2 കുഞ്ഞുങ്ങൾ എർബിൽ ഓർബിൽ റൈറ്റ് സഹോദരന്മാർ ആദ്യമായി വിമാനം കണ്ടുപിടിക്കുന്നത്. എന്നാൽ 2600 കൊല്ലം മുമ്പ് ഞങ്ങളുടെ ബൈബിളിനകത്ത് സ്വർഗം എഴുതി റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് യുദ്ധവിമാനങ്ങൾ. ഇന്ന് രാത്രി കരുനാഗപ്പള്ളി സെക്ഷൻകാർ പറയണം, യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് രാത്രി ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ. ഇന്ന് രാത്രി കർത്തദാസൻ പറഞ്ഞ പോലെ കുറേനക്കാരനായ ശീമോൻ അടിയെ പേടിച്ച് ആ ക്രൂശിന്റെ പച്ചപ്പയിൽ മരത്തിന്റെ ക്രൂശ് അവന്റെ തോളിൽ വെച്ചപ്പോൾ ഒരു പണിയെടുക്കുന്ന ചെറുപ്പക്കാരന്റെ മകനെ ആരാക്കി? രൂപോസിനെ ആരാക്കി? ക്രൂശിന്റെ വചനം പ്രസംഗിക്കുന്ന സത്യസാക്ഷിയാക്കി മാറ്റി. തീർന്നില്ല, അപ്പുറത്ത് അലക്സാണ്ടറിനെ ആരാക്കി? റോമാ ഗവർണർ പീലാത്തോസിരുന്ന സിംഹാസനത്തിനകത്ത് അലക്സാണ്ടറിനെ സ്വർഗം ഗവർണറാക്കിയെങ്കിൽ ഇന്ന് രാത്രി കരുനാഗപ്പള്ളി സെക്ഷനിൽ വചനം കേൾക്കുന്ന ദൈവമക്കള്, എന്റെ ദൈവം ആർക്കും കണക്കാരനല്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് അപ്പച്ച അമ്മച്ച ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിനകത്ത് നീ വചനവുമായി വന്നെങ്കിൽ നിന്റെ തലമുറകളെ മാനിക്കുന്നവരോ സ്വർഗത്തിലെ ദൈവം ആഴമേറിയ ദൂതേറ്റെടുക്കണം. ചക്കുവള്ളിയിൽ ഒരു കൂലി തൊഴിലാളിയുടെ മകൻ ഗവർണറാകുമോ? ഒരു കൂലി തൊഴിലാളിയുടെ മകൻ മിഷണറിയാവോ? മാറും മക്കളെ. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം നിന്റെ ശരീരത്തിനകത്തിറങ്ങിയാൽ കരമുയർത്തുന്നവർക്കായി നാം ചോദിക്കുന്നതിൽ നിലയ്ക്കുന്നതിൽ അത്യന്തപരമായി വഴി നടത്തുന്ന ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. സ്തോത്രം. ഇതാ ഞങ്ങളുടെ ബൈബിളിൻ്റെ തനിമ, ഇതാ ബൈബിളിൻ്റെ നൈർമല്യത. രാത്രികളിലും പകലും പ്രസംഗിച്ചാൽ അവസാനിക്കത്തില്ല. ഒരു മേഘം പോലെ എൻ്റെ ജനമായി ഇസ്രായേലിന് നേരെ വരും. ഇസ്രായേൽ ആരാ? ഭൂമിയുടെ മധ്യേ പശ്ചിമേഷ്യ. 22,160 കിലോമീറ്റർ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 6 ഡിസ്ട്രിക്റ്റേ ഉള്ളൂ. ടെല്ലവീവും ജെറുസലേം, അഷ്കലോൻ, അഷ്തോദ്, ദിമോന, അതിനോട് ചേർന്ന് ഹൈവ. ഇത്രയേ ഉള്ളൂ ഇസ്രായേൽ. ഇപ്പം 97 ലക്ഷം ജനം. ഇനി കൂടിയാ 1 കോടിയാ. അതിൻ്റെ നേരെ 2000 പൈറ്റുള്ള റഷ്യയും അതിൻ്റെ കൂടെ ചൈനയും അറബ് ലീഗും വന്നാൽ
അവന്റെ അവസ്ഥ. വായിച്ചാട്ട് മക്കളെ, അടുത്ത വാക്ക് വായിക്കാം. ഗോഗേ അന്ത്യകാലത്ത് ജാതികൾ കാണുകേ. അന്ത്യകാലത്ത് ജാതികൾ. റഷ്യ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്ര നോഹയുടെ കൊച്ചുമക്കളിൽ യാഫത്തിന്റെ തലമുറ മാഗോഗിൽ നിന്ന് വന്ന റഷ്യയായ ഗോഗെ. അടുത്ത വാക്ക്. ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ. ഇങ്ങനൊരു പുള്ളി ഉണ്ടെന്ന് യഹൂദൻ ഇപ്പൊ അവൻ അറിയത്തില്ല. ഇങ്ങനൊരു പുള്ളി ഉണ്ടെന്ന് യഹൂദൻ അറിയും. അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ വരുത്തും. എന്റെ ദേശം ഇസ്രായേൽ. കരമുയർത്തുന്നവർക്കായി റോഡ് അവിടെ ചെന്ന് തീരുന്ന സ്തോത്രം. അപ്പൊ പലരും മൂന്നാം ലോകമായുദ്ധം കൊച്ചി നടക്കും, കോയമ്പത്തൂർ നടക്കും, അവിടെങ്ങുമല്ല. ഈ മൂന്നാം ലോക മഹായുദ്ധം എവിടെ നടക്കും? വായിക്കാം. കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് എടുത്തോണം. യോവേൽ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 9-11 വാക്യങ്ങൾ. എവിടെ മൂന്നാം ലോക മഹായുദ്ധം? വായിച്ചാട്ട് മക്കളെ, യോവേലിന്റെ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 9-11 വാക്യങ്ങൾ വായിച്ചാട്ടെ. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവിൻ. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവിൻ. വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. അങ്ങനെ പറയുന്ന ഒരു കൂട്ടമേ ഉള്ളൂ ഇസ്ലാം സഹോദരങ്ങൾ. അവരതിന് വിളിക്കുന്ന പേര് അജിക. പച്ചയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. സ്വോത്ര, ഇതിന്റെ വിശുദ്ധ യുദ്ധത്തിനായി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുവിൻ. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങളും റഷ്യയും ഇവരെല്ലാം ചേരും. എവിടെ ഈ യുദ്ധം എവിടെ നടക്കും? വായിക്കാം. എവിടെ യുദ്ധം നടക്കും? ഇസ്രയേലിനോട് ചേർന്ന് ഒലിവുമലയുടെ അടിവാരമായ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ യുദ്ധം നടക്കുന്നത്. വായിക്കാം മക്കളെ. യോവേൽ 3:11. ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ. ലെബനോൻ, ഈജിപ്റ്റ്, സിറിയ, ജോർദാൻ, ഇതിന്റെ ചുറ്റും കിടക്കുക. ഇസ്രായേലിന്റെ തൊട്ട് 20 എണ്ണം കിടക്കുക. സ്വോത്ര, യേശാവിന്റെ മക്കള്. ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ ബന്ധപ്പെട്ട് വന്നുകൂടുവിൻ. യഹോവേ, അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാകട്ടെ. ജാതികൾ. അടുത്ത വാക്ക്. ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. കരമുയർത്തുന്നവർക്കായി അന്തിമ യുദ്ധം നടക്കുന്നത് യഹോശാഫാത്ത് താഴ്വര. ദ വാലി ഓഫ് യഹോശാഫാത്ത്. എല്ലാവരും പഠിക്കണം. നിങ്ങൾക്ക് നല്ല സന്തോഷമില്ല. സ്വോത്ര, ഞങ്ങളുടെയൊക്കെ കാര്യം ഏകദേശമൊക്കെ തീരാറായി. സ്വോത്ര, അതിൻ്റെ ഇടയ്ക്ക് ഇനി ഇവിടുന്നെങ്കിലും 3-4 പിള്ളേർ വചനം പ്രസംഗിക്കാൻ എഴുന്നേക്കണം. ചെറുപ്പക്കാർക്ക് താല്പര്യമില്ലല്ലോ. സ്വോത്ര, ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ ഉയർത്തിയ ജീവന്റെ വചനം കവലകളിലും കമ്പോളത്തിലും കൺവെൻഷനിലും ഉയർത്തുവാൻ കരുനാഗപ്പള്ളിയിൽ നിന്നും തേവലക്കരിയിൽ നിന്ന് ചില കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വോത്ര, ഇവിടെ ഇരിക്കുന്ന കഴിഞ്ഞ ദിവസം ഞാൻ പോകുന്ന മാതൃസഭ, എൻ്റെ സഭയിലെ ഷാരൂണിലെ ആ പിന്നെ ഗ്രേസ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. എന്നും വന്ന് കാണും. സ്വോത്ര, 13 പേരടയ്ക്കെന്നാണ് ഞാൻ പ്രസംഗിച്ച് തുടങ്ങിയത്. PhD അല്ല, ഡോക്ടറേറ്റ് അല്ല വലുത്, ദൈവത്തിൻ്റെ കരുണയാണ് വലുത്. പ്രാർത്ഥിക്കാൻ നീ തയ്യാറുണ്ടോ ചെറുപ്പക്കാരാ? ഇന്ന് രാത്രി പട്ടണങ്ങളെ പിടിച്ചടക്കാൻ ദൈവത്തിൻ്റെ കൃപ നിനക്ക് മേൽ തരും. ഡോക്ടറേറ്റ് അല്ല വലുത്, PhD അല്ല വലുത്. മുട്ടുമടക്കി കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ തരുന്നു. ശമൂവേൽ പറഞ്ഞ വടിയന് ധാരാള പാട് കൊടുത്തെന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ള പ്രസംഗത്തിൻ്റെ പീഠത്തിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളെ സ്വർഗത്തിലെ ദൈവം ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കട്ടെ. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇത്രയും ജനം വരുമ്പോൾ യഹൂദൻ്റെ അയോണ്ടോമോ അനങ്ങത്തില്ല. അത് കഴിഞ്ഞിട്ട് അമേരിക്കയുടെ കപ്പലും വരത്തില്ല. ഇന്ത്യയും അന്നേരം കയ്യൊക്കെ പിൻവലിക്കും. സ്വോത്രം. ഇന്ത്യയിൽ നിന്ന് ന്യൂഡൽഹിയിൽ നിന്ന് ടെലവീവിലേക്ക് 6 മണിക്കൂറാണ്, കൊച്ചിയിൽ നിന്ന് 6.25 മണിക്കൂറാണ്, അമേരിക്കയിൽ നിന്ന് 8 മണിക്കൂറാണ് ഇസ്രായേലിലേക്ക് ഒരു വിമാനം വരാൻ. ഒരു സുപ്രഭാതത്തിൽ ഈ അറബ് ലീഗും റഷ്യയും എല്ലാം കൂടെ ആരെ വളയും? ഇസ്രായേലിനെ വളയും. അതുകൊണ്ട് എൻ്റെ യേശു പറഞ്ഞു, ബൈബിൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. ലൂക്കോസ് 21:11. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തുപോയി. കരമുയർത്തുന്നവർക്കായി അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ ശൂന്യകാലം അടുത്തു. അന്നൊരു സംഭവം നടക്കുക. അതിനു മുമ്പ് ദൈവസഭ പാഞ്ഞു പോകുവിടുന്നത്. വായിക്കാ. ഈ യഹൂദൻ മുഴുവൻ നിലവിളിക്കുന്ന ഒരു ദിനം വരും. സെഖര്യാ പ്രവചനം 12, 9, 10 വാക്യങ്ങൾ. ബൈബിൾ ഉള്ളവരെല്ലാം എടുത്താട്ട് സെഖര്യാ പ്രവചനം 12, 9, 10 വാക്യങ്ങൾ വായിക്കാം. അന്നാളിൽ ഞാൻ യെരൂശലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിപ്പാൻ നോക്കും. അവരെന്ത് ചെയ്യും? അടുത്ത വാക്ക് വായിച്ചിട്ട് ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. അവൻ നിലവിളിക്കാൻ തുടങ്ങി. ഇന്ന് ലോകരാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന ബെഞ്ചമിന്റെ നഗതിയാവുന്ന കൊച്ചുമക്കൾ ഒരു നാളിൽ നിലവിളിക്കാൻ തുടങ്ങും. അടുത്തതാണ് നമ്മുടെ പ്രസംഗം. ഇസ്രായേലും അന്തിമദിനം. അടുത്ത വായിച്ചിട്ട് തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. കരമുയർത്തുന്നവർക്കായി തങ്ങൾ കുത്തിയിട്ടുള്ളവങ്ങളിലേക്ക്. പീലാത്തോസിന്റെ അരമനയിൽ 2 കൂടുകൾ. 1 വാഴ്ത്തപ്പെട്ട കർത്താവ്, 2 ബറബാസ്. അവർ പറഞ്ഞ കാര്യമുണ്ട്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ എന്നാ ദൈവത്തിന്റെ നീതി. വായിച്ചിട്ട് കുഞ്ഞേ. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. ഇസ്രായേലേ
ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അതുകൊണ്ട് ഈ പെന്തക്കോസ് മിഷന്റെ വാതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആമോസ് 4:12. എന്താ ഇസ്രായേലിനോട് ചെയ്യുന്നത്? അവരെല്ലാം കൂടെ കൂട്ടമായി കൂടും, ഇവരെല്ലാം കൂടെ സഖ്യത ചെയ്യും. ഒരു നാഴിക നേരത്തേക്ക് വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും എല്ലാം തെല്ലവീവിലേക്കും ജെറുസലേമിലേക്ക് യഹോശാഫത്ത് അവൻ്റെ അയണ്ടവും അനങ്ങത്തില്ല. അന്ന് യഹൂദന്റെ പാളയത്തിനകത്തൊരു നിലവിളി ഉയരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അവർ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്ക്, ഏകജാതനെ ചൊല്ലി വിലപിക്കുക. കണ്ണുനീരിനെ മാനിക്കുന്നവനാണോ സ്വർഗത്തിലെ ദൈവം? എല്ലാവരും മനസ്സിലാക്കണം. എന്താ കണ്ണുനീരെ മാനിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം? എല്ലാവരും മനസ്സിലാക്കിയിട്ട് ഇവിടെ ഈ കരുനാഗപ്പള്ളിയിലും അതുപോലെ ഇവിടെ DRC മെട്രോയും അതുപോലെ ചക്കുപള്ളി ഇവിടെ എല്ലാം ഇന്ന് മനുഷ്യൻ്റെ അവയവങ്ങൾ ഓരോന്നും ചെക്ക് ചെയ്യുന്ന ലാബുകളുണ്ട്. ഏത് ചെക്ക് ചെയ്യും? തലയിലെ മുടി, കാലിൻ്റെ നഖം, പാലുവ. നമ്മുടെ ഈ സ്ഫോടനം, യഹോവ സാക്ഷിയുള്ള സ്ഫോടനത്തിൽ ഒരു അമ്മയുടെ ജീൻ പിടിച്ചത് തലമുടിയിൽ നിന്ന്, അതുവരെ ചെക്ക് ചെയ്യും. ഇതെല്ലാം ഇവിടെ ഉണ്ട്, എല്ലാ ലാബും. ഇതിൻ്റെ തൊട്ടടുത്ത് തമ്പിച്ചാൻ്റെ വീട്ടിനടുത്ത് DRC ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലഡും കൗണ്ടുകളും സകലതും തൊക്കും കണ്ണും പല്ലും മൂക്കും എല്ലാം ടെസ്റ്റ് ചെയ്യും. പക്ഷേ അവിടെ ഒരു സാധനം എഴുതിയിട്ടില്ല കണ്ണുനീർ ടെസ്റ്റ് ചെയ്യുന്ന ലാബ് എവിടെ? സ്വോത്രം. കരമുയർത്തുന്നവർക്കായി അങ്ങനെ ഒരു ലാബ് ഇവിടെ ഇല്ല. അങ്ങനെ ഒരു ലാബ് ഉണ്ട്. ആ ലാബിൻ്റെ പേര് ഉയരത്തിലെ ദൈവത്തിൻ്റെ സന്നിധി. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പാടും, ബഹുമാന്യനാം ആചാര്യനായി വാനിൽ അവൻ വാഴുകയാണ്. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അവിടെ ലോക്ക്ഡൗൺ ഇല്ല, ക്വാറന്റൈൻ ഇല്ല, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ആഴ്ചയിൽ 7 ദിവസവും വർക്ക് ചെയ്യുന്ന ലാബ്, 366 ദിവസവും പ്രവർത്തിക്കുന്ന ഒരു ലാബുണ്ട്. അതാ ഞങ്ങളുടെ ഉയരത്തിലെ ആ അപ്പച്ചൻ്റെ സന്നിധി. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ സ്റ്റേജിൽ പാട് ഉയർത്തിടും, ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയും. ഇന്ന് രാത്രി യഹൂദൻ നിലവിളിക്കാൻ തുടങ്ങും. സ്വർഗം പ്രാർത്ഥന കേൾക്കും. പ്രാർത്ഥന കേൾക്കുമ്പോൾ കണ്ണുനീരിൻ്റെ നിലവിൽ എല്ലാവരും മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ ഒരു വിമോചകൻ ഉണ്ടായിരുന്നു, അവൻ്റെ പേരാ മോശ. മോശ ജനിക്കുന്നതിന് മുമ്പ് മോശയ്ക്കെതിരെ പോരാട്ടം. അബ്രായ കുടുംബത്തിലുള്ള ആൺകുഞ്ഞുങ്ങളെ കൊല്ലുവാൻ പറവോൻ പദ്ധതി വെക്കുന്നു. അമ്മയും പെങ്ങളും കുറേ ദിവസമൊക്കെ കുഞ്ഞിനെ മറച്ചു വെച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? കുഞ്ഞിൻ്റെ ലാള പുറത്തു വരും. പട്ടാളക്കാർ കുഞ്ഞിനെ പിടിക്കുമെന്നറിയാം. അമ്മയും പെങ്ങളും കൂടെ നല്ലൊരു കാര്യം ചെയ്തു. കുഞ്ഞിന് പാലൊക്കെ കൊടുത്ത് പശയും കീലുമുള്ള ഒരു ഞാങ്ങണ പെട്ടിക്കകത്ത് കുഞ്ഞിനെ എന്തോ അതിനകത്താക്കി. ഇന്ന് രാത്രി വചനം കേൾക്കണം. ഉറക്കിയ കുഞ്ഞിനെ നൈൽ നദി കൂടെ കുറേ ഒഴുക്കി വിട്ടു. സ്വോത്രം. കുഞ്ഞ് പാല് കുടിച്ചതിൻ്റെ ക്ഷീണം മാറി ഉറങ്ങിയപ്പോൾ, ഉറക്കം തെളിഞ്ഞപ്പോൾ അവൻ നിലവിളിക്കാൻ തുടങ്ങി. മിര്യാം കരയിൽ നിന്ന് കരയാൻ തുടങ്ങി. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവൻ്റെ നിലവിളി കരുനാഗപ്പള്ളിയിൽ മുഴങ്ങിയാൽ രാജാവിൻ്റെ അന്തഃപുരത്തിനകത്ത് ദൈവത്തിൻ്റെ കരമിറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്കായി ആരവനെതിരെ കൽപ്പന എഴുതിയോ അവൻ്റെ കൊട്ടാരത്തിനകത്ത് പറവോന്റെ പുത്രി വന്ന് ആരുടെ പെട്ടകത്തെ എടുത്തു? മോശയുടെ പെട്ടകത്തെ എടുത്തു. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്നവർ വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ക്യാൻസറിന് കഴിയത്തില്ല. ദൂതേറ്റെടുക്കുന്നവർക്കായി വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ട്യൂമറിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ഹാർട്ട് അറ്റാക്ക് കഴിയത്തില്ല. മോശയേ, മോശയേ, നിന്നെപ്പറ്റി ദൈവത്തിനൊരു പ്ലാനുണ്ട്. അടുത്ത 120 വർഷം കഴിയുമ്പോൾ ചെങ്കടൽ വിഭജിക്കാൻ നിന്റെ കയ്യിൽ ഒരു അഭിഷേകത്തിന്റെ വടി സ്വർഗം തരുമെങ്കിൽ ഒരു നൈൽ നദി നിന്നെ തകർക്കാൻ അനുവദിക്കത്തില്ല. ദൂതേറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ആരാധിക്കുന്നവനെ തകർക്കുക ഒരു രോഗത്തിന് കഴിയത്തില്ല. ആരാധിക്കുന്നവനെ തകർക്കുക ഒരു അന്ധകാര ശക്തിക്ക് കഴിയത്തില്ല. ദൈവത്തിന്റെ വചനം എടുക്കുന്നവനെ തകർക്കുക ഒരു മതിലുകൾക്കും കഴിയത്തില്ല. ഇന്ന് രാത്രി കൺവെൻഷന്റെ 2ാമത് രാത്രി ശത്രു എനിക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ഇന്ന് രാത്രി യോസഫ്, ചേട്ടന്മാർ നിനക്കെതിരെ മതിൽ കെട്ടിയാൽ, നാട്ടുകാർ നിനക്കെതിരെ മതിൽ കെട്ടിയാൽ നീ പുറത്തു വരത്തില്ലെന്ന് ലോകം എഴുതിയാൽ, ഇന്ന് രാത്രി കരം ഉയർത്തുന്നവർക്കായി എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്. എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നു? എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക്. ഇന്ന് രാത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ മക്കള് ശാസ്താംകോട്ട കുളിക്കാൻ വരുമോ? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ അല്ല മൻമോഹൻ സിംഗിന്റെ മക്കൾ വരുമോ? ഇല്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുഞ്ഞുങ്ങൾ ശാസ്താംകോട്ട വരുമോ? എന്നാൽ വാഗ്ദത്തമുള്ളവന്റെ നിലവിളി അന്തഃപുരത്തിനകത്തെത്തിയാൽ അവന്റെ തലമുറയെ വെള്ളത്തിനകത്ത് കൊണ്ടുവന്ന് മോശയുടെ കരം പിടിക്കാൻ ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ കരുനാഗപ്പള്ളി സെക്ഷനിൽ പറയണ ആ കരം തളർന്ന കരമല്ല.
Something is happened in this moment, the precious moment. The mighty presence of Holy Spirit surrounded in this evening. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അമ്മച്ചി തളരരുത്, ചെറുപ്പക്കാര തളരരുത്, അപ്പച്ച തളരരുത്. പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറിപ്പോകും, കുന്നുകൾ നിന്റെ മുൻപിൽ നീങ്ങിപ്പോകും. യെസ്, ഇന്ന് രാത്രി നിന്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ആരാ? നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ, നിയമിക്കപ്പെട്ട നാളുകൾ നിനക്ക് വേണ്ടതെല്ലാം എഴുതിയെങ്കിൽ, കരുനാഗപ്പള്ളി നീ എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, ചക്കുവള്ളിയിൽ നീ ഇരിക്കുന്നത് അറിയുന്ന ദൈവം, നിന്റെ നടപ്പും കിടപ്പും അറിയുന്ന ദൈവം, ദൂരത്തുനിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം ഇന്ന് രാത്രി കരം ഉയർത്തിയാട്ടെ. ആകാശത്തിൽ കയറിയാൽ അവന്റെ കരം നിന്നെ തേടിയെത്ത്, ഭൂമിക്ക് കീഴെ പാതാളത്തിൽ കിടക വരച്ചാൽ അവന്റെ കരം തേടിയെത്ത്. ചക്കുവള്ളി കേൾക്കട്ടെ, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എന്നാൽ അതൊന്നും അടുത്ത് വരികയില്ല. മേപ്പാടി കുലുങ്ങട്ടെ, വയനാട് തകരട്ടെ, കീഴെ ശാശ്വത ഭുജങ്ങൾ വെച്ചവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി ആകാശത്തേത് ഉൽക്ക വീഴാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി യോബിന്റെ ഭവനത്ത് വേലി കെട്ടിക്കാത്ത ദൈവം. കരം ഉയർത്തുന്നവർക്ക് കരം തട്ടി ദൈവത്തെ ആരാധിക്കാം. ഇന്ന് രാത്രി പറ, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവന്റെ സ്തുതി എന്റെ നാവിന്മേലുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി കരം ഉയർത്തിയാട്ടെ. ഒരനർത്ഥം എനിക്ക് വരികയില്ല, ഒരു ബാധ എന്റെ കൂടാരത്തിൽ അടുക്കയില്ല, എന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം സിംഹത്തിന്മേലും ആണരുമേലും ഞാൻ ചവിട്ടു. അഭിഷേകത്താൽ പെരുമ്പാമ്പിനെയും മരിച്ചു കളയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. യഹൂദന്റെ നിലവിളിയുടെ മുമ്പിൽ ഒരു വാക്കും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യഹൂദന്റെ നിലവിളിയുടെ മുന്നിൽ ആര് സംഭവം നടക്കും? സെഖര്യാ പ്രവചനം 12, 9, 10 വാക്യങ്ങൾ. സെഖര്യാ പ്രവചനം 14, 4, 5 വാക്യങ്ങൾ വായിച്ചിട്ട് കുഞ്ഞെ. അന്നാളിൽ അവന്റെ കാല് യെരൂശലേമിനെതിരെ കിഴക്കുള്ള അവൻ ഒരിക്കലും മലയിൽ നിൽക്കും. തന്റെ ജനത്തെ അവൻ ഒരിക്കലും കൈവിടത്തില്ല. അവരുടെ നിലവിളിയുടെ മുമ്പിൽ തന്റെ ജനത്തെ കൈവിടാൻ അവന്റെ കാൽ ഒലിവുമലയിൽ നിൽക്കും. വായിക്കട്ടെ കുഞ്ഞെ. അടുത്ത ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി, ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി, നടുവേ പിളർന്നു പോകും. നടുവേ പിളർന്നു. ഒരു സെക്കൻഡ് മോളെ സിസ്റ്റർ വെയിറ്റ് ചെയ്യണം. എല്ലാവരും മനസ്സിലാക്കണം. everyone thinking these words in this evening. ഇന്ന് ഒലിവുമലയിൽ ഒരു റിസോർട്ട് ഉണ്ട്, അതിന്റെ പേര് 7 Arch റിസോർട്ട്. 2009 ഏവരും കേട്ടാട്ട് 2009 ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും കമ്പനിയാണ് ഹിൽട്ടൺ ആൻഡ് ഷെറാട്ടൺ ഹോട്ടൽ. അവർ വന്നിട്ട് അന്നത്തെ ഏരിയൽ ഷാരോൺ, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോൺ അദ്ദേഹത്തിനോട് പറഞ്ഞു, സാറേ ഞങ്ങളിവിടെ റിസോർട്ട് പണി, എല്ലാവരും ഇത് കേൾക്കണം. അവർ പറഞ്ഞു പണിഞ്ഞോളാൻ 100 years 100 വർഷത്തെ വാടക ചീട്ടിന്. നമ്മുടെ ചക്കുവള്ളിയിൽ ഒരു ചെറിയ കെട്ടിടം പണിയണമെങ്കിൽ ആശാരിയും JCB മതി. പക്ഷേ കരുനാഗപ്പള്ളിയിൽ ഒരു മെഗാമാൾ പണിയണമെങ്കിൽ പൈലിങ്ങാണ്. അതിനുവേണ്ടി എടുത്തൊരു കമ്പനി ഉണ്ടായിരുന്നു, ഹാൽക്രോ. അവരായിരുന്നു വേൾഡിലെ ഏറ്റവും വലിയ കൺസൾട്ടേഴ്സ്. അവർ വന്നിട്ട് ഭൂമിയുടെ അടി പരിശോധിച്ചു. ഒലിവുമലയുടെ അടിവാരം പിളർന്നിരിക്കുക. അപ്പോൾ അവരൊരു കാര്യം ചെയ്തു. നമ്മുടെ ഇവിടെ സ്തോത്രം നിങ്ങൾക്കറിയാം, തിരുവല്ലയിൽ നമ്മുടെ പുഷ്പഗിരി എൻഡോസ്കോപ്പി ഇടും. അമ്മാമ്മയുടെ വയറ്റിൽ അച്ഛൻ്റെ വയറ്റിൽ ഞങ്ങളുടെ ഉപദേശമാരുടെ വയറ്റിൽ വല്ലതും ഉണ്ടോയെന്നറിയാം. അപ്പോൾ അവർ ഒരെണ്ണം താഴോട്ടിട്ടു. അതിനകത്തൊരു മെഗാ ക്യാമറയും വെച്ചിരുന്നു ഭൂമിയുടെ അടിവാരം. നോക്കിയപ്പോൾ ഒരു കാര്യം, ഒലിവുമലയുടെ അടിവാരത്തെ ചെറിയ മുറുമുറുപ്പ്. സ്വോത്രം എൻ്റെ ബന്ധികോസുകാർ അവിടെ ഒലിവുമല കാല് ചവിട്ടാൻ ഇപ്പോഴേ ഇളക്കം തുടങ്ങി. നമ്മൾ പെന്തിക്കോശാരിപ്പോൾ ലോത്തിൻ്റെ അമ്മാമ്മയുടെ പോലെ ഇരിക്കുന്നു. സ്വോത്രം ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണം. ഒലിവുമല തൻ്റെ പ്രാണപ്രിയനെ എതിരേൽക്കുവാൻ അതിൻ്റെ അടി ഇസ്രായേലിൻ്റെ ചരിത്രം മൊബൈലിൽ വായിക്കണം. കറുത്തമുത്ത ചന്ദനമഴ കാണാതെ ഇസ്രായേൽ ഒന്ന് ചർച്ച് അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, ദ വാലി ഓഫ് ഒലിവ്, ദ മൗണ്ടൻസ് ബിഗിനിങ് എ മൈന്യൂട്ട് ബ്രോക്കിംഗ്. അഥവാ അവിടെ നാഥൻ്റെ കാൽ ചവിട്ടുമ്പോൾ മുരൾച്ച തുടങ്ങിക്കഴിഞ്ഞു. അന്ന് ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി. വായിച്ചട്ടെ മക്കളെ, അടുത്ത വാക്ക്. ഇതാ എൻ്റെ പ്രസംഗം. അന്തിമ ദിനം ഇസ്രായേൽ. വായിച്ചട്ടെ. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി, രണ്ടാം നടുവേ പിളർന്നു പോകും. കരമൊന്ന് ഉയർത്തിയാട്ടെ. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാണപ്രിയൻ വരാറായി. ഇന്ന് രാത്രി അടുത്ത ഒരു ഭാഗം കൂടെ. ലോകം കണ്ടതിൽ വെച്ച് ഒരു വലിയ ഭൂകമ്പം വന്ന് നടക്കുക. ദ ഹെവി എർത്തിക്വക്ക്. 6000 kilometer എർത്ത് ഈസ് ഡിവൈഡഡ് 2 പൊസിഷൻസ്. 6000 kilometer ഇത് രണ്ടായി പിളർന്നു പോകും. ബൈബിളിനകത്തുണ്ടോ? അവന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ. അടുത്ത വാക്ക് വായിച്ചിട്ട് ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. അതിനെ we are saying it English, a rift valley. ഒരു വലിയ താഴ്വര രൂപാന്തരപ്പെടും. അടുത്തത് മലയുടെ ഒരു പാതി വടക്കോട്ടും ഒരു പാതി വടക്കോട്ടും. ഒരു പാതി വടക്കോട്ട്, അതാ ഇറാഖ്. അടുത്തത് സൗത്ത് ആഫ്രിക്ക. വായിച്ചട്ടെ. മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. ആ മലകളുടെ താഴ്വര. അടുത്ത വാക്ക്. എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നത് കൊണ്ട്. എവിടാന്നറിയാമോ? ഇന്നത്തെ സൗത്ത് ആഫ്രിക്കയിലെ മൊസാംബിക്ക് വരെ ഭൂമി രണ്ടായിട്ട് പിളരും. 6000 kilometer ഒരു ഭൂകമ്പം ഉണ്ടാകും. നാഥന്റെ കാലവിടെ ചവിട്ടുമ്പോൾ
എന്നാൽ ഇന്ന് രാത്രി കരുനാഗപ്പള്ളി സെക്ഷനകത്ത് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന കുഞ്ഞുങ്ങൾ പറയണം, 6000 കിലോമീറ്റർ അവിടെ ഭൂമി പിളരുന്ന ഒരു ശബ്ദം ഉലകം മുഴുവൻ ശ്രദ്ധിക്കുന്ന കാലമായി. അവിടെ ആ ശബ്ദം മുഴങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശബ്ദം മഹിമയോടെ മുഴങ്ങ്. കരമുയർത്തുന്നവർക്കായി അത് കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ആ വലതുകരമൊന്ന് ഉയർത്തിയാട്ടെ. ആ വലതുകര നമ്മുടെ പൗരത്വമോ, കരമുയർത്തുന്നവർക്കായി നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഇതാ മടങ്ങി വരുന്നു തൻ്റെ മക്കളെ ചേർക്കുവാൻ. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അതിനു മുമ്പ് ഒരു ഒഴിച്ചുമാറ്റൽ നടക്കും. 1 മിനിറ്റ് അതിവിടെ കേട്ടിട്ട് ഇടവേള. അത് കഴിഞ്ഞ് 25 മിനിറ്റ് മാത്രം ബാക്കി. ഇന്ന് രാത്രി എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കണം. 1945 ഒരു വലിയ സംഭവം നടന്നു. 2ാം ലോക മഹായുദ്ധം. 5.5 കോടി പേർ മരിച്ചു. അന്ന് ജർമ്മനിയുടെ ആക്രമണം പകർന്ന് ബ്രിട്ടൻ അനവധി പേരെ ഒഴിച്ചു മാറ്റി. ദെൻ സെക്കൻഡ് വൺ, മലയാളികൾ ഇവിടെ കുവൈറ്റുകാർ കാണും. 1990 കുവൈറ്റ് ഇറാഖ്. അന്ന് ടൊയോട്ട സണ്ണിച്ചാൻ്റെ നേതൃത്വത്തിൽ കുവൈറ്റിൽ നിന്ന് അനേകം പേരെ ജോർദാൻ വഴി എയർ ഇന്ത്യ വഴി ഒഴിച്ചു മാറ്റി. 2013 എല്ലാവരും കേൾക്കണം, യമനിൽ കലാപം. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ നേഴ്സുമാരെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. ദാറ്റ് മീൻസ് ആൻ ഇവാക്വേഷൻ. 2015 സുഡാനിൽ കലാപം. അന്ന് കുറേ നേഴ്സുമാർ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറും കേന്ദ്രവും കൊണ്ടുവന്നു. 2018 ഓക്കി ചുഴലിക്കാറ്റടിച്ചപ്പോൾ അനവധി പേരെ സ്കൂളിൽ ഒഴിച്ചു മാറ്റി. കരുനാഗപ്പള്ളിയിൽ ഒരുപാട് വിദേശികൾ. 2020 കോവിഡ് അടിച്ചപ്പോൾ ഇന്ത്യ ഒഴിച്ചു മാറ്റുന്ന പേരിട്ട് വന്ദേ ഭാരത്. കരമുയർത്തുന്നവർക്കായി ഇവിടുത്തെ പ്ലെയിനുകൾ സൗദിയിലും ദുബായിലും പോയി ചാർട്ടേഡ് പ്ലെയിൻ. അതവിടെ 2022 2 വർഷം മുമ്പ് ഉക്രൈൻ. അന്ന് നമ്മുടെ മലയാളി കുഞ്ഞുങ്ങൾ അവിടെ പഠിക്കുക. അന്ന് ഇന്നത്തെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒരു ഒഴിച്ചുമാറ്റൽ നടത്തി. അതിൻ്റെ പേര് ഓപ്പറേഷൻ ഗംഗ. പത്രം വായിക്കണം മക്കളെ. ഇന്ത്യയുടെ വിമാനം എയർ ഇന്ത്യ, ഇൻഡിഗോ, ഉത്തർപ്രദേശിൽ നിന്ന് ഹിൻഡൻ, അതാ എയർഫോഴ്സ് വിമാനം ഹിൻഡൻ അടുത്ത് ഗ്ലോബൽ വിമാനങ്ങൾ അവിടെ പോയി. റഷ്യയിൽ ഇറങ്ങി, ബെലാറസിൽ ഇറങ്ങി, എല്ലായിടത്തും ഇറങ്ങി. ആരെ കയറ്റി? അമേരിക്കക്കാരനെ കയറ്റിയില്ല, ബംഗ്ലാദേശുകാരനെ കയറ്റിയില്ല, അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാൻകാരെ കയറ്റില്ല. ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവന് ഓപ്പറേഷൻ ഗംഗയ്ക്കകത്ത് ഇന്ത്യൻ വിമാനത്തിൽ കയറ്റി ന്യൂഡൽഹിക്കകത്ത് ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാ. ഓ, എന്റെ നാഥൻ വരാറായി. പാറയുടെ പിളർപ്പിലോ കടുത്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. ഇന്ന് രാത്രി ആ ഭാഗത്തിലേക്ക് കടക്കാം. നൗ വി ആർ ഗോയിങ് എ ഷോർട്ട് ബ്രേക്ക്. ഇൻ ദി സെക്കൻഡ് ഡേ ഞങ്ങളുടെ വാക്ക് ശ്രദ്ധിക്കുന്ന ആരെങ്കിലും വീതി, റോഡ്, തെരുവ്, കട, കമ്പോളം, അറ്റ് ഓൾ ലൈൻ, നിങ്ങളുടെ മതം ഞങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങളുടെ സമൂഹം ഞങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങളുടെ പാരമ്പര്യം ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഇന്ന് 2ാമത് രാത്രി നെഞ്ചത്ത് കൈവച്ച് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ ഒരു കുഞ്ഞാടറുത്തുന്നു. ഇന്ന് രാത്രി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറഞ്ഞ് ആ ചങ്കില ചോരയാൽ എന്നെ ഒന്ന് കഴുകി വെടിപ്പാക്കണം. ഏത് കുഞ്ഞ് ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്ക്. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ യേശു വരാറായി. കരമുയർത്തുന്നവർക്കായി. Now we are going a short break. Back to 5 minutes. ഇപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊരു പാട്ട് പാടും. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കണം. അത് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമില്ലല്ലേ? ഞങ്ങൾ ലക്ഷങ്ങളൊന്നും കൊടുക്കാൻ പറഞ്ഞില്ല. നിങ്ങളെപ്പോലുള്ള സഹകരണമാണ് കർത്താവിൻ്റെ വചന ശുശ്രൂഷയ്ക്കും കൺവെൻഷൻ ആസ്പദമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാട്ട് പാടുമ്പോൾ കാണിക്കെടുക്കും. അത് കഴിഞ്ഞ് സന്തോഷമുള്ളവർ കരങ്ങളെ അടിച്ചെന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട രാത്രിവേളയ്ക്ക് സ്തോത്രം. 1-2 കാര്യം കർത്തൃദാസൻ ഓർമ്മിപ്പിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാ. കർത്താവിൽ നിത്യതയിലായിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട PS ഫിലിപ്പ് സാർ, എനിക്ക് വളരെ പ്രത്യാശയുണ്ട്. അദ്ദേഹം നിത്യതയിൽ പ്രവേശിക്കുന്നതിന് 3 ആഴ്ച മുമ്പ് തിരുവനന്തപുരത്തെ PSC ഓഫീസിൽ ഞാൻ ഒരാവശ്യത്തിന് കയറിയിട്ട് ഇറങ്ങി വന്നപ്പോൾ സാറിനെ അമ്മയും കാണുവാനിടയായി. വളരെ സന്തോഷത്തോടെ എന്നോട് ഒരു നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് അനവധി വേദികളിൽ ഞാൻ അസംബ്ലീസ് കൂടല്ലെങ്കിൽ തലേന്ന് പിറ്റേന്നുമല്ല സാറ്, TJ ശാമുൽ സാർ, ഇവരെല്ലാം വളരെ സ്നേഹത്തോടെ വേദികൾ തരുമ്പോഴെല്ലാം അന്ന് PS ഫിലിപ്പ് സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞെ കഴിയുമെങ്കിൽ ഈ സബ്ജക്റ്റ് മാറ്റാതെ കർത്താവിൻ്റെ വരവിനെ പറ്റി പ്രസംഗിക്കണം. സ്വോത്രം. ഞാൻ ഇന്ന് ദൈവശബ്ദം ഓർക്കുന്നു. നിങ്ങൾക്ക് മറന്നുപോയി കാണും, അദ്ദേഹത്തിൻ്റെ അവസാന പ്രഭാഷണവും തിരുവനന്തപുരം മേഖലയിലായിരുന്നു. അനന്തര സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാഥം ഇവിടെ കയറി വരിക. PS ഫിലിപ്പ് സാറിൻ്റെ സ്തോത്രം. ഞാൻ നാഗർകോവിൽ മേഖലയിൽ അനവധി ദിവസങ്ങൾ ആ സമയത്ത്
നമ്മുടെ MD തോമസ് കുട്ടി പാസ്റ്റർ, നമ്മുടെ ഇപ്പം ചെമ്മന്നൂരിരിക്കുന്നത്, അദ്ദേഹം വിളിച്ച് എന്നോട് പറഞ്ഞത് ഫിലിപ്പ് സാർ നിത്യതയിൽ ചേർക്കപ്പെട്ടു. ഞാൻ പറഞ്ഞു അങ്ങനെ പറയാൻ 3 ആഴ്ച മുമ്പ് ഞാൻ കണ്ടതാണ്. അങ്ങനെ ഭക്തന്മാരായ ഒത്തിരി പേർ അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം കൊടുത്ത പ്രസ്ഥാനം അസംബ്ലീസ് ഓഫ് ഗോഡ്, അവർ കൊടുത്ത അതേ വിശുദ്ധിയിലും വേർപാടിലും ദൈവമക്കൾ ജീവിക്കുവാൻ ഒരിക്കൽ കൂടി താല്പര്യപ്പെടുന്നു. ഞാൻ മറ്റൊരു വാത്തിൽ നിൽക്കുമ്പോഴും എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നെ സ്നാനപ്പെടുത്തുന്നതും നൂറിനാട് രാജൻ അബ്രഹാം പാസ്റ്റർ, ആദ്യമായിട്ട് എൻ്റെ ബൈബിൾ അധ്യാപകനും പ്രിയപ്പെട്ട രാജൻ അബ്രഹാം പാസ്റ്റർ, അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. കറ്റാനത്തും അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ കൺവെൻഷനിൽ വരുമ്പോൾ എന്നെ പഠിപ്പിച്ച അധ്യാപകൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിപ്പാനും സ്വർഗ്ഗത്തിലെ ദൈവം എനിക്കിടയാക്കിയതിനായി ഞാൻ സ്തോത്രം. വള്ളികുന്നം കറ്റാനം മേഖലകളിൽ ഏജിയുടെ കൺവെൻഷൻ വരുമ്പോൾ അതുകൊണ്ട് ഇന്നും വളരെ സ്നേഹം. ഇന്ന് രാത്രി കഴിഞ്ഞാലും നാളെ കാട്ടാക്കട സെക്ഷൻ മൈലക്കര അസംബ്ലീസ് ഓഫ് ഗോഡിലാണ് നാളെ രാത്രി പ്രസംഗിക്കുന്നത്. സ്തോത്രം. ഏജിയിലെ ദൈവമക്കൾ നിത്യതയ്ക്ക് വേണ്ടി, പ്രത്യാശയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഈ ദിവസങ്ങളിൽ ഒരുങ്ങാം. ഇസ്രായേലെ, ഇസ്രായേലെ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അങ്ങനെയെങ്കിൽ അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി 2 പിളര്. ദാറ്റ് മീൻസ് എ റിഫ്റ്റ് വാലി. സൗത്ത് ആഫ്രിക്ക മുതൽ ഇറാഖിലെ യൂഫ്രട്ടീസ് ടൈഗ്രീസ് വരെ 6000 കിലോമീറ്റർ ഒരു ഭൂകമ്പമുണ്ടാകും. അതിനോടനുബന്ധിച്ച് അന്തിമയുദ്ധത്തിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ എന്ത് നടക്കും? 4 കാര്യം പറയും, അവസാനിപ്പിക്കുക. ബാക്കി മറ്റൊരിക്കൽ എവിടെയെങ്കിലും വരും. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. എത്രയോ ഭാഗങ്ങൾ ഇതിൻ്റെ ബാക്കിയുണ്ട്. വായിക്കാം. നാഥൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ ലോകത്തിലുണ്ടാകുന്ന സംഭവം. എസക്കേൽ പ്രവചനം, ദ പ്രൊഫസി ഓഫ് എസക്കേൽ, ചാപ്റ്റർ 38 വേർഡ്സ് 19-20. എസക്കേൽ 38, 19, 20 വാക്യങ്ങൾ കുഞ്ഞു വായിച്ച് സഹായിച്ചാട്ടെ. അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. ഇന്ന് വരെ ഉലകം കാണാത്ത ഒരു ഭൂകമ്പം ഉണ്ടാകും. അടുത്ത വാക്ക്, ഭൂകമ്പം ഉണ്ടാകുമെന്ന് ഞാൻ എന്റെ തീഷ്ണതയിലും എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. യഹോവയുടെ അരുളപ്പാട്. അടുത്തത്, അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. ഇതൊരു പ്രവചന ഭാഗമാണ്. കരുനാഗപ്പള്ളി ചെറിയഴിക്ക കടലിൽ നിന്ന് കിട്ടുന്ന അയിലയും ചാളയൊന്നുമല്ല, സമുദ്രത്തിലെ മത്സ്യം. അന്ന് ഈ ഭൂകമ്പം 6000 കിലോമീറ്റർ ഉണ്ടായാൽ സുനാമി ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ലോകരാജ്യങ്ങളുടെ കപ്പൽപ്പട മുഴുവനും എവിടെ കിടക്കുമെന്നറിയാമോ? ഈ കടലിനകത്ത് വീണു പോകും. സമുദ്രത്തിലെ മത്സ്യം, എല്ലാ നാവിക കപ്പലുകളും തകർന്നു പോകും. 2 വായിച്ചാട്ടെ. ആകാശത്തിലെ പറവ കഴുകനും അതുപോലെ പരുന്തുമല്ല. ആകാശത്തിലെ പറവ വിമാനത്തെ കാണിക്കുന്നത്. വലിയ ഭൂകമ്പം ഉണ്ടായാൽ റഡാറുകൾ തകരും. ശംഖുമുഖത്തും കൊച്ചിയിലും റൺവേ തകർന്നാൽ, ഒന്നുകിൽ വിമാനം താഴെ ഇറങ്ങിയാൽ കത്തിപ്പോകും, നിന്നാൽ എയർ ഫ്യൂവൽ, ആകാശത്തുനിന്ന് ഫ്യൂവൽ തീരും, കത്തി താഴെ വീഴും. ആകാശത്തിലെ പറവ. ക്ലിയർ ആയിരിക്കണം പ്രവചനം. അടുത്തത്, കാട്ടിലെ മൃഗം. കടുവായും പുലിയൊന്നുമല്ല, കാട്ടിലെ മൃഗങ്ങൾ, തീവ്രവാദികൾ. ഇന്ന് പറയുന്ന മാവോയിസ്റ്റ്, അത് കഴിഞ്ഞ് ജയ്ഷെ മുഹമ്മദ്, താലിബാൻ, ഇവരെല്ലാം ഈ ഒളിച്ചിരിക്കുന്ന സകല തീവ്രവാദികളും പുറത്തേക്ക് വരും. ഇവിടെ എന്തൊരു നല്ല സൗകര്യം. വയനാട്ടിലൊക്കെ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ 8:30, 6:30 മൈക്ക്, 8:30 സ്തോത്രം തീരും. ഉടനെ പറയും, അവിടുത്തെ ആൾക്കാർ പറയും, തീവ്രവാദികൾ അഥവാ മാവോയിസ്റ്റുകൾ വരാൻ സാധ്യത. ഇവിടെ 9 മണി വരെ നമുക്ക് കിട്ടുന്നു. അതാ തീവ്രവാദികൾ. അടുത്തത്, നിലത്തിഴയുന്ന ഇഴജാതി കരപ്പട്ടാളം, പാമ്പുചേരയല്ല, മാർച്ച് ചെയ്ത് ഇന്ന് രാത്രി യൂഫ്രട്ടീസ് ടൈഗ്രീസ് കടന്നു വന്ന സേന മുഴുവൻ ഈ ഭൂകമ്പത്തിനകത്ത് പോകും. അടുത്ത വാക്ക്, ഭൂതലത്തിലെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും. കുഞ്ഞാടിന്റെ കോപദിവസം കരമുയർത്തുന്നവർക്കായി, ദ ഡേ ഓഫ് ലോർഡ്, സകല ഭൂമി വിറയ്ക്കുന്ന ഒരു ദിവസം വരാറായി. അന്നത്തെ 2 സംഭവം പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി നിൽക്കണോ പോകണമെന്ന് തീരുമാനിക്കണം. ഇന്ന് ലോകരാജ്യങ്ങളുടെ കയ്യിൽ, ശ്രദ്ധയോടെ ഇരിക്കണം, ഒന്ന് ക്ലിയറാക്കിയേക്കണം മോനെ. 18,000 ആറ്റമായുധങ്ങൾ ലോകരാജ്യങ്ങളുടെ കയ്യിൽ. സാറ്റലൈറ്റിനകത്ത് ആറ്റമായുധം, ഭൂമിക്കടിക്ക് ആറ്റമായുധം, വിമാനത്തിനകത്ത് ആറ്റമായുധം. ഇതാരും പൊട്ടിക്കേണ്ട. ഈ പ്രകമ്പനത്തിനകത്ത് ആറ്റമായുധം പൊട്ടും. ഇതിൻ്റെ ആറ്റമായുധത്തിൻ്റെ കണക്ക് 3000 റഷ്യയുടെ കയ്യിലുണ്ട്, 2500 അമേരിക്കയുടെ കയ്യിലുണ്ട്, ഫ്രാൻസ് 1000 പറയുന്നു, അതിനുശേഷം ബ്രിട്ടനും 1000 പറയുന്നു. ഇന്ത്യ 600 കണക്ക് കൊടുത്തത്. 600 എന്ന് പറയുമ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടിക്കോണം, 1200 ഉണ്ടായിട്ടായിരിക്കും 600 കൊടുക്കണം. സ്വോത്രം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ്റെ 150 ഉണ്ട്. കുഞ്ഞൻ രാജ്യമായി ഇസ്രയേലിൻ്റെ 200 ചെല്ലുവാൻ ഇരിപ്പുണ്ടെന്ന്. സ്വോത്രം. 2 ഇതെല്ലാം കൂടെ കൂട്ടുമുട്ടിയാൽ 1800 ആറ്റമിക് വെപ്പൺസ് സിറ്റുവേറ്റഡ് ഇൻ ദ വേൾഡ്. 1800 ആറ്റമായുധം. ഒരിക്കൽ ഞാൻ ആറ്റം യുദ്ധത്തിൻ്റെ ഏതോട് പ്രസംഗിച്ചു. 240 പ്രാവശ്യം ഭൂമിയെ പൊട്ടിക്കാനുള്ള ആറ്റമായുധങ്ങൾ സാറ്റലൈറ്റിനകത്തും വൈറസും ക്ലസ്റ്ററും എല്ലാം ഇരിപ്പുണ്ട്. അത് കേട്ട ഒരു കോളേജ് പ്രൊഫസർ, പത്തനംതിട്ട കാതോലിക്കറ്റിലെ കോളേജ് പ്രൊഫസറാണ് അദ്ദേഹം, മറ്റൊരു സഭക്കാരനാണ്. അന്ന് അദ്ദേഹം പ്രസംഗം കേൾക്കാൻ വന്നത്. അന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, എൻ്റെ പാസ്റ്ററെ
ഇവരെല്ലാം എന്താ ഈ ആറ്റമായതെന്ന് കൂട്ടിമുട്ടി തന്നെ തീ പറ്റാത്തതെന്ന് സ്വോത്രം. കച്ചിത്തുറുവിന് തീ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു എൻ്റെ സാറേ അത് പഴയ തീ പറ്റത്തില്ല. ആറ്റം തീ പറ്റുന്നതിന് വിട്ട് ഇവിടെ ഒരു സംഭവം നടക്കണം. ക്രിസ്തുവിൻ്റെ മണവാട്ടി എടുക്കപ്പെടണം സ്വോത്രം. അതുകൊണ്ടാണ് ഈ ആറ്റം ബ്രോക്കുണ്ടാകാത്ത സ്വോത്രം. ആറ്റം പൊട്ടിയാൽ ഈ വാക്കെങ്കിലും നിങ്ങൾ സഹോദരന്മാർ ചെറുപ്പക്കാർ നോട്ട് ചെയ്യണം. നിങ്ങളുടെ നാട്ടുകാരെ പറ്റി പറയണം. ആറ്റം പൊട്ടിയാൽ മനുഷ്യൻ്റെ അവസ്ഥ എന്ത്? ഇന്നത്തെ ഇസ്രായേൽ പലസ്തീനല്ല, റഷ്യ ഉക്രൈനല്ല, എല്ലാം ഇതെല്ലാം അന്തിമ നാളിലേക്ക്. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ഇസ്രായേലിൽ പലരും ചെന്നൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അവിടെ വളരെ ശാന്തത. ഞാൻ എന്നോട് ചോദിച്ചു ഇറാൻ ഇപ്പോൾ അടിക്കുമെന്ന്. ഞാൻ പറഞ്ഞു ഇറാനൊന്നും ഇപ്പോൾ അടിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ബൈബിൾ പ്രവചനങ്ങളൊക്കെ മാറിപ്പോയി. ഇതെല്ലാം ഈറ്റുന്നവൻ്റെ ആരംഭം. അതിൻ്റെ ഇടയ്ക്ക് ഡബിൾ പ്ലേ. ഇസ്രായേലും അമേരിക്കയും ഭയങ്കര ബുദ്ധിയുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് അവന്മാർ ആ പരുവത്തെ ഉക്രൈന് കൊണ്ട് ആയുധം കൊടുക്കുന്ന റഷ്യയുടെ മണ്ടയ്ക്കിട്ട് അടിച്ചോളാം സ്വോത്ര. ഇറാനെ റഷ്യ സപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ അമേരിക്ക ഇസ്രായേലും കൂടെ ബാക്കി മിസൈൽ ഉക്രൈൻ്റെ കൊണ്ട് കൊടുക്കുന്ന ഫ്രീ ആയിട്ടല്ല അവൻ്റെ മണ്ടയ്ക്ക് കൊടുത്തോളാം സ്വോത്രം. ഇറാന് സപ്പോർട്ട് ചെയ്യും. ഇതൊക്കെ കാണണം. ഇതൊക്കെ ലോകത്തിൻ്റെ വലിയ കളി അവിടെ നടക്കുന്നത്. ആറ്റമായുധം പൊട്ടിയാൽ മനുഷ്യൻ്റെ അവസ്ഥ. ഇത് ചക്കുവള്ളിക്കാർ കേൾക്കണം, ഓൺലൈൻകാർ കേൾക്കണം. അഥവാ ആറ്റമായുധം പൊട്ടിയാൽ എസെക്കിയേൽ പ്രവചനം 39:14-15 വാക്യങ്ങൾ. എസെക്കിയേൽ 39:14-15 വാക്യങ്ങൾ കുഞ്ഞു വായിച്ചാട്ടെ. ആറ്റമായുധം പൊട്ടിയാൽ യെരൂശലേമിനോട് യുദ്ധം ചെയ്യുന്ന ജാതികളുടെ അന്തിമ ദിനത്തിലെ യഹോശാഫാത്ത് താഴ്വരയിലെ അവസ്ഥ വായിച്ചു തുടങ്ങാം. കർത്താവിന്റെ അരുളപ്പാട്, കർത്താവിന്റെ അരുളപ്പാട്, ദേശമെല്ലാം വെടിപ്പാകേണ്ടതിന്, ആറ്റമായുധം പൊട്ടിയാൽ ദേശമെല്ലാം വെടിപ്പാകേണ്ടതിന്, അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ, ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവൃത്തിക്കാരെ നിയമിക്കും. ഡെയിലി വേജസിന് ശവമടക്ക ആൾക്കാർ വരുമെന്ന്. അത് സംഭവിച്ചത് കോവിഡില്ല. കരുനാഗപ്പള്ളിയിൽ അച്ചായൻ മരിച്ചപ്പോൾ ആരെങ്കിലും വന്നു? നൊന്ത് പ്രസവിച്ച മക്കളും വന്നില്ല, മരണക്കോയറും വന്നില്ല. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി 6 കുഞ്ഞുങ്ങൾ ചന്ദ്രനിൽ പോകുന്ന പോലെ അച്ചായൻ്റെ ഡെഡ് ബോഡി സെമിത്തേരിയിൽ കൊണ്ടുപോയി വീട്ടുകാരെല്ലാം മൊബൈലിലൂടെ കാണിച്ചു. ഓൺലൈൻ. എത്ര ക്ലിയറായി സ്വോത്രം? ക്ലിയറായില്ല. ഇതെല്ലാം നിത്യപ്രവർത്തിക്കാർ ഡെയിലി വേജസിന് ശവമടക്കാതെ കോവിഡ്. യെസ്റ്റർഡേ വി ആർ ടോൾഡ് ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ സംഭവങ്ങൾ ഈ കർത്താവിൻ്റെ വരവിനോട്. അടുത്ത വാക്ക് വായിച്ചാട്ടെ. 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. അതിനും വിട്ട് പോകത്തില്ല. ആറ്റമാ പൊട്ടുന്നത്. തൊട്ട് കഴിഞ്ഞാൽ കാര്യം റെഡിയാവും. സ്തോത്രം. ഇന്നലെ നമ്മുടെ കണ്ണൂരിൽ ഒരു പാവപ്പെട്ട വൈദികൻ 30-കാരൻ ഒരച്ഛൻ എന്തോ ഇതെന്നറിയാമോ? പതാക ഉയർത്തി. കേൾക്കണം നിങ്ങൾ. പാവപ്പെട്ട അച്ഛൻ, നല്ല ദൈവികമുള്ള ഭക്തനായ അച്ഛൻ പതാക ഉയർത്തിയിട്ട് പിന്നെ അത് തിരിച്ചടിച്ചപ്പം കമ്പി എന്ന് അടിച്ചത് അച്ഛൻ്റെ കയ്യിലായിരുന്നത്. കയറി പിടിച്ച അടുത്ത അച്ഛനെ എർത്തടിച്ച് പോയി. പാവപ്പെട്ട അച്ഛൻ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. അതുകൊണ്ട് ആറ്റം പൊട്ടിയാൽ റേഡിയേഷൻ 7 months ആര് നിങ്ങളുടെ ഏരിയയിലോട്ട് വരത്തില്ല മാസ്കും വെച്ചുകൊണ്ട്. ഒരു മനുഷ്യൻ്റെ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് ആറ്റമിൻ്റെ എൻസൈംസ് ഇറങ്ങണമെങ്കിൽ 7 മാസമെങ്കിലും അത് കടക്കണം. അതുകൊണ്ട് ആഫ്റ്റർ 7 months ബറിയേഴ്സ് അവർ ക്ലിയർ ആക്കുന്നവർ വരുമോന്ന്. അതുകൊണ്ട് അടുത്തത് 7 മാസം കഴിഞ്ഞിട്ട് വേണം. ഇന്ന് രാത്രി ശവമടക്കം എങ്ങനെ? നിങ്ങളുടെ വീട്ടിൽ മൊബൈലുണ്ട്, നിങ്ങളുടെ കയ്യിൽ മൊബൈലുണ്ട്. റഷ്യ ഉക്രൈൻ വാർ. അതിനകത്തൊരു ചെറുപ്പക്കാരൻ എടുത്താൽ മതി. 24 ചാനൽ PP ജെയിംസ് അടിക്കണം. റഷ്യ ഉക്രൈൻ ശവമടക്കം അതുപോലെ കാണിച്ചു തരും. അതുപോലെ ഏഷ്യാനെറ്റി ഒരു പെൺകുട്ടിയുണ്ട്, അളകനന്ദ. ഉക്രൈനിൽ മരിച്ച ശവങ്ങൾ വഴിയരിയെ കടന്നു. കിടങ്ങ് വെട്ടി ഷീറ്റിനകത്ത് കൊണ്ട് 7 മാസം കഴിഞ്ഞപ്പോൾ തട്ടിയിടുന്ന കാഴ്ച നിങ്ങളുടെ മൊബൈലുണ്ട്. ചോദിച്ചാൽ മതി. ഗൂഗിൾ സഹോദരിയോട് ചോദിച്ചാൽ മതി. ഉക്രൈൻ ശവമടക്കം 7 months കഴിഞ്ഞിട്ടാണ് നടന്നത്. 7 മാസം കഴിഞ്ഞിട്ട് വേണം ശവമടക്കം. അടുത്തത് ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്ഥി കണ്ടാൽ ആറ്റം പൊട്ടിയാൽ അതിനരികെ ഒരു അടയാളം വെക്കും. കൈ കൊണ്ട് തൊടത്തില്ല. തൊട്ടാൽ റേഡിയേഷൻ എഫക്ട്. കൈ കൊണ്ട് തൊടത്തില്ല, അടയാളം വെക്കും. അടുത്തത് അടക്കം ചെയ്യാൻ സ്പെഷ്യൽ ടീം. അതിന്റെ പേര് ബാരിയേഴ്സ്, അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ആൾക്കാർ. റെഡ് ക്രോസ് പോലെ വരും. അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് ഇസ്രായേൽ താഴ്വരയിൽ കൊണ്ടുപോകുക. ഇന്ന് രാത്രി ചക്കുവെള്ളി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ എല്ലാവരും ബാക്കിയുള്ള കാര്യങ്ങൾ കേൾക്കണം. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് 8 കിലോമീറ്റർ ചാത്തന്നൂരിനടുത്ത് വരവോ. അവിടെ ഒരു രാത്രി കൊല്ലംകാർക്കറിയാം. അവിടെ പൊട്ടിയ തോറിയം, ലിഥിയം, യുറേനിയം, പ്ലൂട്ടോണിയം അല്ല, പൊട്ടാസ്യം നൈട്രേറ്റ്. പുറ്റിങ്ങൽ കമ്പത്തിന് കാണാൻ വന്നവരുടെ തലയിലേക്ക് പൊട്ടാസ്യം നൈട്രേറ്റ് പൊട്ടിയപ്പോൾ 138 പേരാ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. നിങ്ങൾക്കറിയാമോ? അന്ന് എൻ്റെ ബ്രദറിൻ്റെ മകൻ കൊല്ലൻ ഈസ്റ്റ് സി, ഇന്ന് അവൻ എറണാകുളം വിജിലൻസ് DYSP. അന്ന് ഞാൻ അവനോട് പറഞ്ഞു, തിരുവനന്തപുരത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ എനിക്കൊന്ന് കാണണം. ഞാൻ അവിടെ ചെന്നപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണിച്ചത് എൻ്റെ മുഖത്തൊരു മാസ്ക് തന്നിട്ട് കൊണ്ടുപോയി. ഞങ്ങളുടെ നാട്ടിൽ ചാത്തന്നൂർ പരവൂർ രാത്രി ഉത്സവം കാണാൻ വന്ന കുഞ്ഞുങ്ങളുടെ കൈ വേറെ, കാല് വേറെ, ശരീരം വേറെ. പൊട്ടാസ്യം നൈട്രേറ്റ് പൊട്ടി തീർന്നില്ല. ഇന്ന്
നിങ്ങളുടെ മൊബൈലിനകത്തുണ്ട്. ശ്രീലങ്കയിലെ തമിഴ് പുലികളുടെ നേതാവ് വേലുപ്പുള്ള പ്രഭാകരൻ, അദ്ദേഹത്തിനെയും മകനെയും കൊന്നത് ശ്രീലങ്കയിൽ വെച്ച് ക്ലസ്റ്റർ ബോംബ് പട്ടിക്കോലാവയിൽ കൊന്നു. 6 മാസം അവിടെ കിടന്നു, ഒരു ഷീറ്റ് പുതച്ചു. 6 മാസം കഴിഞ്ഞ് പൊക്ലൈനർ അഥവാ 4 കിലോമീറ്റർ വന്ന് കുത്തിയെടുത്ത് ജാഫ്ന കടലിൽ അടക്കിയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ ആറ്റമായുധം പൊട്ടിയ നിന്റെ ശരീരം വഴിയരികത്ത് കിടക്ക്. ഇന്ന് രാത്രി ചക്കുവെളിയിൽ ആച്ചായന്മാരെ, അമ്മാമ്മമാരെ, ബന്ധുക്കളെ, ചാർച്ചക്കാരെ ഈട്ടിപ്പെട്ടിക്കകത്ത് കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോഷപ്പയിടത്തില്ല, ഇരുത്തി അടക്കത്തില്ല, കിടത്തി അടക്കത്തില്ല, കൂന്തിരിക്കാൻ പോകത്തില്ല, മാവ് വരത്തില്ല, മെത്രാൻ വരത്തില്ല, പെന്തിക്കോസിലെ പ്രസ്ബിറ്റർ വരത്തില്ല. നിന്റെ ജഡം കുത്തിയെടുത്ത് ശാസ്താംകോട്ടയോ കരുനാഗപ്പള്ളിയിലോ ആറ്റിൻ്റെ തീരത്തോ കടലിൻ്റെ അവിടോ കുത്തിത്താക്കുന്നവർ കാഴ്ച എവിടെ വരാറാ. ഈ കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോണോ? കരമുയർത്തുന്നവർക്കായി കരുനാഗപ്പള്ളി, ചക്കുപള്ളി ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. കരമുയർത്തുന്നവർക്കായി ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് രാത്രി വരാനിരിക്കുന്ന കോപ ദിവസത്തിനകത്ത് വീഴാതെ പ്രിയന്റെ വരവിൽ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിച്ച് തിരുമേശയിൽ പങ്കാളിയായി പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ദൈവസഭയെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ വരാറായി. ഇന്ന് രാത്രി തീർന്നില്ല. അടുത്തത് സ്വോത്രം. വിഷമിക്കേണ്ട, മഴ ഇച്ചിരി താമസിച്ച് പെയ്തുകൊണ്ട് വിഷമിക്കേണ്ട. പുറത്തൊരു മഴ പെയ്യുമ്പോൾ അകത്തൊരാത്മ മഴ പെയ്യട്ടെ. സന്തോഷമില്ലല്ലോ സ്വോത്രം. പല അച്ഛന്മാരും അമ്മാമ്മമാരും ആകെ പാട്ടൂസം എടുത്ത് വീശിക്കൊണ്ടിരുന്ന കർത്താവ് തക്ക സമയത്ത് പ്രവർത്തിക്കും. ഞാനിവിടെ നെഞ്ചും കൂടെ നനഞ്ഞാ പ്രസംഗിക്കുന്നു സ്വോത്രം. അപ്പം വിചാരിച്ച് കാറ്റ് കിട്ടുന്നത് സ്വോത്രം. നമ്മുടെ പാട്ട് പാടി തീരുമ്പോൾ മഴയെല്ലാം പോകും. വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വീട്ടിൽ ധൈര്യമായിട്ട് പോകാം സ്വോത്രം. അങ്ങനെയെങ്കിൽ അത് കഴിഞ്ഞാൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ ഇതൊക്കെ നോട്ട് ചെയ്യണം മക്കളെ. അന്ന് ആറ്റമായുധം പൊട്ടിയാൽ മനുഷ്യൻ്റെ അവസ്ഥ എന്താവും? വായിക്കാൻ മോളമ്മ സിസ്റ്റർ സെക്കരിയ പ്രവചനം 14-ാം അധ്യായം. ബൈബിളുള്ളവരെല്ലാം എടുക്കണം. സെക്കരിയ പ്രവചനം 14-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാണിത്. അടുത്ത വാക്ക്, അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും. അവർ നിവർന്നു നിൽക്കുമ്പോൾ അവരുടെ മാംസം ചീഞ്ഞടുക്കിപ്പോകും. ഇന്ന് രാത്രി എല്ലാവരും കേൾക്കണം, 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കേൾക്കണം. ഇന്ന് ഇസ്രയേലിനെ ലോകരാജ്യങ്ങൾ ആക്രമിക്കാതിരിക്കാൻ കാര്യം. സൗദിയിൽ കമ്മിറ്റി കൂടി, അമേരിക്ക പറയുന്നു കേൾക്കത്തില്ല. എല്ലാവരും കേൾക്കണം. ഇന്ന് രാത്രി ഇസ്രയേലിൻ്റെ കയ്യിലൊരു പൊടിയിരിപ്പുണ്ട്. അതിൻ്റെ പേരാ വൈറ്റ് ബോസ്ഫറസ്. UN സെക്രട്ടറി അന്തോണീസ് ഗുട്ടറാസ് ഹമാസിൻ്റെ ആക്രമണം ഉണ്ടായപ്പോൾ ഇസ്രയേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവോട് പറഞ്ഞു, സാറേ ഇത് കുടയരുത്, ഇത് കുടഞ്ഞാൽ ലോകം തീരും. വൈറ്റ് ബോസ്ഫറസിൻ്റെ പ്രത്യേകത, അത് ശരീരത്തിൽ കൂടെ എവിടെങ്കിലും കടഞ്ഞാൽ അവർ നിവർന്ന് നിൽക്കുമ്പോൾ ന്യൂറൽ ഇൻഫെക്ഷൻ, നട്ടലിനകത്ത് പഴുപ്പ് വരും, മനുഷ്യൻ മരിക്കത്തില്ല. അവർ നിവർന്ന് നിൽക്കുമ്പോൾ കുനിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇസ്രയേലിനെ പേടിക്കുന്നത്. നെതന്യാഹു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഇതുണ്ട് സ്വോത്രം. അത് പേടിച്ച ലോകരാജ്യങ്ങൾ അവനെ തൊടാത്തത്. അതിപ്പോൾ കുടയത്തില്ല. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അന്തിമ ദിനത്തിൽ അത് കുടയും. അവർ നിവർന്ന് നിൽക്കുമ്പോൾ കുനിഞ്ഞു പോകും. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകി. കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴിയും. എന്താ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴിയുന്നത്? ആറ്റമായുധം പൊട്ടിയാൽ എല്ലാവരും കേൾക്കണം. 1945 ഓഗസ്റ്റ് 6-8 ഹിരോഷിമ നാഗസാക്കി 2 വിമാനങ്ങൾ, എനാഗുള ബോക്സ് കാർ, അത് വന്ന് ഹിരോഷിമയിൽ നാഗസാക്കിയിലും 2 ബോംബിട്ട്. യുറേനിയം, പ്ലൂട്ടോണിയം. ലിറ്റിൽ ബോയും ബോക്സ് കാറും കൊണ്ടിട്ട് കൊടുത്തത്. രാവിലെ നമ്മുടെ കുഞ്ഞുമക്കൾ മോള് വിട്ടിരിക്കുന്നു. ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോയപ്പോഴ ആകാശത്ത് നിന്ന് മഴവില്ല് പോലെ കുട പോലെ വീണത്. ചോറ്റുപാത്രം തെറിച്ചു. അമ്മ കൊടുത്ത ചോറും കുടയും പോയി. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തെന്നറിയാമോ? വെള്ളത്തിൽ ചാടി. ഹിരോഷിമ നാഗസാക്കി വെള്ളം 400 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തിളച്ചു. കുഞ്ഞുങ്ങളുടെ കണ്ണ് ജപ്പാനിലെ കടലിൽ ഉരുകി വീണു. അതുകൊണ്ടാണ് ഇവിടെ ഹിരോഷിമ നാഗസാക്കി ദിനം പ്രാവിനെ പറപ്പിക്കുന്ന യുദ്ധം വേണ്ട. നിങ്ങൾക്കറിയണം, കാസർഗോഡ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, മലബാർ റേജിയുടെ അനവധി കൺവെൻഷൻ ഞാൻ പ്രസംഗിക്കാൻ പോയി. കാസർഗോഡ് എത്ര പഞ്ചായത്തുണ്ട് ആർക്കറിയാം? നമ്മൾ കേരളത്തിൽ 49 പഞ്ചായത്തുണ്ട് സ്വോത്രം. 29 പഞ്ചായത്തിൽ സുവിശേഷം 20 അടുത്ത് ഇതുവരെ എത്തിയിട്ടില്ലെന്ന്. കേരളത്തിൽ 20. എവിടാ? കാസർഗോഡ്, കരിവേടകം, ബന്തടുക്ക, ഉപ്പള, നീലേശ്വരം, കാഞ്ഞങ്ങാട്, പാണത്തൂർ.
നമ്മളെവിടെ പോയി? നമ്മൾ അടൂരും പറന്തലും പോയി. സ്വോത്രം. ഞാൻ എത്രയോ സ്ഥലം നടക്കുന്ന, ആരും പോകത്തില്ല. ഇപ്രാവശ്യം വീണ്ടും ഞാൻ കണ്ണൂരും പോവാ. അവിടുത്തെ ദൈവദാസന്മാർ പിന്നെ ഞങ്ങളുടെ നിങ്ങൾ വളരെ പാവപ്പെട്ടവരാ. ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ 5000, പിന്നെ പ്രത്യേക പാട്ടുകാർ, AC ഒക്കെ വേണം. സ്വോത്രം. കന്നഡി സാറേ, എല്ലാത്തിനെയും ന്യായം വിധിക്കാൻ കർത്താവ് വടിയെടുക്കും. ഇന്ന് രാത്രി ഞാൻ പച്ചയ്ക്ക് പറഞ്ഞേക്കാം. സ്വോത്രം. ദൈവദാസന്മാർക്ക് സ്വോത്രം. കാസർഗോഡൊന്നും ഞങ്ങളില്ല. തിരുവനന്തപുരത്തോ കാട്ടാക്കടയോ പെരുമ്പാവൂരോ കോട്ടയോ. സ്വോത്രം. എന്നോട് പ്ലസിനൊക്കെ അറിയാം. കേരളത്തിൽ 800 പഞ്ചായത്തിൽ പ്രസംഗിക്കാൻ, 55 മുനിസിപ്പാലിറ്റിയിൽ പ്രസംഗിക്കാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നെ. 800 പഞ്ചായത്ത്, 55 മുനിസിപ്പാലിറ്റി. ഞാൻ പ്രസംഗിക്കാത്ത ഒരു വീടിൻ്റെ മുറ്റമില്ല. ഉമ്മൻചാണ്ടി സാറിൻ്റെ പെങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് പ്രസംഗിച്ചപ്പോഴാ മറുനാടല്ല സാജൻ ചേട്ടൻ എഴുതി അവർ പെന്തിക്കോസി പോകുമെന്ന്. സ്വോത്രം. അവർ പെന്തിക്കോസി പോകുമല്ല, അവർ ഞങ്ങൾ ജാത്തന്നെ ഞങ്ങളുടെ വീട്ടുകാരെ. സ്വോത്രം. എൻ്റെ ജോലി പെന്തിക്കോസി കൊണ്ടുപോകുമല്ല. അവരോട് എല്ലാവരോടും പറഞ്ഞ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെന്ന്. ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കേൾക്കട്ടെ, ഉമ്മൻചാണ്ടി സാർ, യാക്കോബക്കാരും കേൾക്കണം. ഞാൻ അതിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക സന്തോഷത്തോടെ പറയാം. അച്ഛന്മാരെൻ്റെ നേരെ ഒന്നും പറയത്തില്ല. കാര്യം എന്താ? അവരെ തിരുമേനിയൊക്കെ ഞാനുമായിട്ട് നല്ല അടുപ്പം. എന്നെ കാണുമ്പോഴേ ചായ വാങ്ങിച്ചു തരുന്നത്. സ്വോത്രമോ പ്രസംഗിക്കണമെന്ന്. സ്വോത്രം. അതുകൊണ്ട് ഒരച്ഛൻ എനിക്കത് ഏതാണ്ട് പറഞ്ഞെന്ന് ഉറൂന്നി പള്ളിയിരുന്ന് കുർബാനയുള്ളൂ. സ്വോത്രം. ഒറ്റ തലം മാറ്റി തിരുമേനി. ബാക്കി ഇത്രയും പറയുന്നുള്ളൂ. സ്വോത്രം. ഉമ്മൻചാണ്ടി സാർ ബെർലിനിൽ പോയപ്പോൾ ആരെയും വിളിച്ച് പ്രാർത്ഥിച്ചില്ല. ചാണ്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്റർ മാത്രം പ്രാർത്ഥിച്ചാൽ മതി. സ്വോത്രം. ഇന്ന് രാത്രി അതിനായി അവരെല്ലാം പ്രാർത്ഥനയെ ഭയപ്പെടുന്നവരാ. 800 മുനിസിപ്പാലിറ്റികളിൽ 55. കാസർഗോഡ് ഞാൻ പോകും. 150-200 പേര്. നല്ല യോഗ. കൂടുതൽ വേണ്ട. മത്തായിക്കുട്ടി പാസ്റ്റർ 2 ബോക്സും കാണും, പാടാൻ 2 കുഞ്ഞുങ്ങളും കാണും. ഞങ്ങൾ എവിടെയെങ്കിലും ചരിവിലൊരു യോഗം നടത്തും. ഒരു ഗുണമുണ്ട്, ഒരുത്തൻ കൈ ഉയർത്തും. അതാ ഞങ്ങളുടെ വിജയം. സ്വോത്രം. നിങ്ങൾ കേൾക്കണം. 1 മിനിറ്റ് വൈകിയാൽ കാസർഗോഡ് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഇപ്പോൾ കത്തുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കാസർഗോഡ് പെരിയ കൂട്ടക്കൊലപാതകം നടന്ന കല്ലാട്ടുമുക്ക്. അവിടെ 4 വർഷമായിട്ട് യോഗമില്ല. അവിടെ സ്വതന്ത്ര സംഘടനക്കാരും പാസ്റ്റർമാരും പലരും ചെന്ന് ഒരു യോഗത്തിന് പോലീസിനോട് പറഞ്ഞു, പെരിയയിൽ പോകണം, ഇന്ന് 40 വണ്ടി പോലീസാണ് പെരിയ കിടക്കുന്നത്. അപ്പോൾ അവരോട് പറഞ്ഞു ഒരു യോഗം നടത്താൻ പെർമിഷൻ അവിടുത്തെ SP കൊടുക്കത്തില്ല. അപ്പോൾ അവിടുത്തെ സംഘാടകർ എന്നോട് പറഞ്ഞു യോഗം നടത്താൻ പെർമിഷൻ കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു റേഞ്ച് അയച്ച് നമ്മുടെ സുഹൃത്തില്ലേ, കുഴപ്പമില്ല. സാറിനോട് ഞാനൊരു മെസ്സേജ് കൊടുത്തു, സാറേ ഒരു സൂചിച്ചിട്ട് വെക്കാൻ സമയം തരത്തില്ലെന്ന്. സാജു എന്താ വിഷയം? ഞാൻ പറഞ്ഞു ഇതാ സംഭവം. ആ പിള്ളേരോട് നേരെ അങ്ങോട്ട് എല്ലാം പറഞ്ഞു. അവിടെ യോഗം വെച്ച് 3 ദിവസം ഞാൻ പ്രസംഗിച്ചു. എല്ലാവരും കേൾക്കണം, ദൈവം ആരാ. ഒരു വലിയ സ്റ്റേജൊന്നുമില്ല. കുറേ ഏജിൽ ആദ്യം 300 പേര്. ഞാൻ CSI മർത്തമായി പ്രസംഗിച്ചുകൊണ്ട് അവിടുത്തെ അധ്യാപകർ മുഴുവൻ 400. ആ 4ാമത്തെ ദിവസം 400-ൽ പരം 500 പേര്. കസേരയില്ല. സ്വോത്രം. എല്ലാം ഞാൻ നിൽക്കുക. അന്ന് രാത്രി എനിക്ക് മംഗള എക്സ്പ്രസ് ഉണ്ട്. രാത്രി തിരിച്ചു പോരണം. 9:50 പാട്ടുപാടി തീർന്ന് ഞാൻ ഇറങ്ങി. നല്ല വചനം പ്രസംഗിച്ചു, നല്ല ക്ലിയർ. ഞാൻ ഇറങ്ങി ഉടുപ്പ് മാറ്റാൻ, പച്ചയ്ക്ക് ദൈവദാസന്മാർ ഇവിടെ ഉടുപ്പ് മാറ്റാൻ ഒരു സൗകര്യമില്ല. കന്നഡി സാർ കേൾക്കണം, സ്റ്റേജിൻ്റെ പുറയിൽ ഉടുപ്പ് മാറ്റേണ്ടി വന്നു. സ്വോത്രം. അവരോട് ഞാൻ പറഞ്ഞു കട്ടൻ ചായ 10:30 എന്നെ അവിടുന്ന്. അപ്പം കൊണ്ടുവിടാൻ കാറുമില്ല. പാവപ്പെട്ട ദൈവമക്കൾ നിങ്ങൾ മനസ്സിലാക്കണം. എന്നോട് ചോദിച്ചു പാസ്റ്റർ ബൈക്കിൻ്റെ പറയാം. ഞാൻ പറയാം സൈക്കിളായാലും വേണ്ടിയല്ല, റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടാൽ മതി എന്ന്. സ്വോത്രം. ഞാൻ അവിടെ പോയപ്പോൾ സ്റ്റേജിൻ്റെ പുറയിൽ ഞാൻ ഉടുപ്പ് മാറാൻ നിന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ കൈക്ക് പിടിച്ചിട്ട്, എല്ലാവരും കേൾക്കണം, എന്നോട് പറയാം ഞാൻ മരിക്കാൻ പോവുകയെന്ന്. ഞാൻ ചോദിച്ചു മോൻ ആരാന്ന്. അപ്പോൾ എന്നോട് പറയാം കഴിഞ്ഞ 2 ദിവസമായി ഞാൻ വീട്ടുമുറ്റത്തിരുന്ന് പ്രസംഗം കേൾക്കുക. ഇന്ന് രാത്രി ആരും അറിയാതെ സ്റ്റേജിൻ്റെ പുറകെ വന്നിരിക്കാതെ. ഞാൻ ചോദിച്ചു മോൻ ആരാ? അപ്പോൾ അവൻ പറഞ്ഞു പാസ്റ്ററെ എനിക്ക് ആരാ യേശു എന്നൊന്നും അറിയത്തില്ല. 2 ദിവസമായിട്ട് ഈ ലോക സംഭവം കേട്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. ഞാനിവിടെ വന്നിരിക്കുക. ഞാൻ ആരാണെന്നറിയാം? പെരിയ കൂട്ടക്കൊലപാതകത്തിൽ വഴി കാണിച്ചു കൊടുത്ത ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയേക്കുക. പോലീസ് പറഞ്ഞു വീട്ടിൽ നിന്ന് വെളിക്കിറങ്ങരുത്, അവിടെ നിൽക്കുക 2 ദിവസമായിട്ട്. അപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു ഞാൻ മരിക്കാൻ പോകുന്നത്. ഞാൻ അവിടുത്തെ ദൈവദാസന്മാരെ വിളിച്ചു പെട്ടെന്ന് ബൈബിൾ കൊണ്ടുവരാൻ പറഞ്ഞു. സ്വോത്രം. അവരോട് പറഞ്ഞു മോനെ നീ മരിക്കണ്ട, നിനക്ക് പകരമായി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ ഒരുവൻ പരമയാഗമായി തീർന്നു. ആ കർത്താവിനെ നീ രക്ഷിതാവായി സ്വീകരിക്കൂ. അപ്പം പറഞ്ഞു എനിക്കറിയത്തില്ല. പാസ്റ്റർ പറഞ്ഞ കേൾക്കാം. ഞാൻ തലേ കൈവച്ച് പ്രാർത്ഥിച്ച് യാത്ര. പിറ്റേ ഞായറാഴ്ച കാസർഗോഡ് നിന്ന് ദൈവദാസൻ എന്നോട് പറഞ്ഞു 1000 കിട്ടിയില്ല കർത്തൃദാസനെ, ഒരെണ്ണത്തിനെ കിട്ടി. പിറ്റേ ആഴ്ച പായ്ക്കകത്തൊരു കള്ളിമുണ്ട് കൊടുത്ത് പെരിയ കൂട്ടക്കൊലപാതകത്തിൽ വഴി കാണിച്ച ചെറുപ്പക്കാരൻ അവൻ അറിയെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്ത് എന്നാ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് അത് ദൈവസാക്കി. ഞാൻ കരഞ്ഞു പോയി. പലരും വിചാരിക്കും, ഇപ്പം പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞു, പലരും വിചാരിക്കും എന്തിനായി കൺവെൻഷൻ. നിങ്ങൾക്കറിയത്തില്ല, ഏതെങ്കിലും വഴിവക്കിൽ ഒരുവൻ ഈ സത്യ സന്ദേശം കേട്ട് ഇന്ന് രാത്രി പന്തലിൽ കടന്നു വന്നില്ലേലും അവൻ്റെ ഉള്ളത്തിൽ പറയും യേശു എൻ്റെ രക്ഷകനാ, അവൻ മടങ്ങി വരും. ഇന്ന് രാത്രി കാസർഗോഡ് നിങ്ങൾക്കറിയണം, അവിടെ കശുമാവിൻ തോട്ടം. എല്ലാവരും കേൾക്കണം അമ്മമാരെ.
അവിടെ തളിച്ചത് ആറ്റമല്ല, എൻഡോസൾഫാൻ. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ്, കാസർഗോഡ് പോകണം, കരിവേടകവും ബന്ധെടുക്കുക. ഇന്നും പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണ് ഒരു സൈഡിൽ, കവിൾ ഒരു സൈഡിൽ, പല്ലൊരു സൈഡിൽ. ഇത് എത്ര കൊല്ലം മുമ്പാണ് ഇത് അടിച്ചതെന്നറിയാമോ? എൻഡോസൾഫാൻ. പറങ്കാവുമില്ല, ആത്മാവുമില്ല, പക്ഷെ അടിച്ചതിൻ്റെ തീവ്രത ഇന്നും അവിടെ നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ആറ്റം പൊട്ടിയാൽ മനുഷ്യന്റെ കണ്ണ് തടത്തിൽ നിന്ന് ഉരുകിപ്പോകും. അടുത്തത് വായിച്ചാട്ടെ. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. വെള്ളത്തിനകത്ത് ഇൻഫെക്ഷൻ, ആറ്റമായുധം താഴെ വീണാൽ നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിനകത്ത് ആറ്റമിറങ്ങും. അത് മനുഷ്യന് ദേഹത്തിൻ്റെ വേദനയും. ഇനി അടുത്ത കാര്യം കേൾക്കണോ? ഇന്ന് രാത്രി ആ വെള്ളം ചെന്നാൽ നിങ്ങളുടെ നാവിനകത്ത് ഇൻഫെക്ഷൻ വരും, അത് പഴുക്കാൻ തുടങ്ങും. അവരുടെ നാവ് പഴുത്ത് പൊഴുത്തു പോകും. ഇത് കരുനാഗപ്പള്ളിക്കാരാ, മീൻ നല്ലതുപോലെ അറിയാവുന്നവരാ. നീണ്ടകരയിൽ നിന്ന് കൊണ്ടുവന്ന് ഒറിജിനൽ മീൻ കഴിക്കുമ്പോൾ അച്ചായം പറയും, അരുമയാന അയില നീണ്ടകരയിൽ നിന്ന് കൊണ്ടുവന്നത്. അതിനുശേഷം തെങ്കാശിയിൽ നിന്ന് പെട്ടിക്കകത്ത് മരുന്നടിച്ചുകൊണ്ട് വന്ന മത്തി ചിന്നമ്മ ചേച്ചി കൊടുക്കുമ്പം അച്ചാൻ വായി വെച്ചിട്ട് പറയും, ഇത് പിനോളിന് അടിച്ചാന്ന്. ഒരു കെമിക്കലും വേണ്ട, അച്ചാൻ തന്നെ പറയും. സ്വോത്രം. അതുപോലെ പിനോളിൻ്റെ മൂത്ത ചേട്ടൻ വെള്ളത്തിലിറങ്ങിയാൽ നിങ്ങളുടെ നാവ് പഴുത്തു പൊഴുത്തു പോകും. അസംബ്ലി സ്കൂളിലെ അമ്മമ്മമാരെ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കണ്ണക്കണി പാടുന്ന നാവൊക്കെ പഴുത്തു പോകും. അതിൻ്റെ അർത്ഥം കുളിക്കാനും വെള്ളം കിട്ടത്തില്ല. വേറൊരു കാര്യം കൂടെ പറയാം, വിശുദ്ധ വെളിപ്പാട്. ഇതിനെ ഓർത്ത് ബാക്കി ഞാൻ പറയുന്നില്ല. അന്നാളിൽ മനുഷ്യൻ മരണം അന്വേഷിക്കും. കരമുയർത്തുന്നവർക്കായി മരണം അവരെ വിട്ട് ഓടിപ്പോകൂ. ഇന്ന് രാത്രി വരുവാനിരിക്കുന്ന കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോകണോ? കൺവെൻഷൻ ഒരു രാത്രി കൂടി, നാളെ രാത്രി ബാക്കി. എൻ്റെ സ്നേഹിതൻ പറയൂ, ഒരിക്കൽ കൂടി മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമം. അവസാനിപ്പിക്കാം. ആ ദിവസത്തെ പറ്റി യേശു എന്ത് പറഞ്ഞു? ദ ലാസ്റ്റ് വേർഡ്സ്, യോഹന്നാൻ 9:4 വാക്യം വായിച്ചോട്ടെ മക്കളെ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. അവിടെ നിൽക്കട്ടെ. കരുനാഗപ്പള്ളിക്കാർക്ക് ഒരു സന്തോഷമില്ലല്ലോ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി. ഇവിടെ അനവധി സഹോദരന്മാരിപ്പോണ്ട്, ചെറുപ്പക്കാരിപ്പോണ്ട്. നിങ്ങൾ വഴിവെക്കി പ്രസംഗിക്കണമെന്നല്ല. ഈ വർഷം ഒരു വ്യക്തിയോടെങ്കിലും നിങ്ങൾ യേശുവിനെ പറ്റി പറയണം. AGയെ പറ്റിയല്ല, IPCയെ പറ്റിയല്ല, ചർച്ച കോഡിനെ പറ്റിയല്ല. ഞങ്ങളെ നിർത്തിയത് ഈ രക്ഷകനായ ക്രിസ്തുവ. ഈ ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് സമാധാനം തരും. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി. നിങ്ങൾ വലിയ കാര്യം ചെയ്തില്ലേലും ഇനി നമ്മുടെ മുൻപിൽ 4 മാസത്തോളമുണ്ട്. മക്കളെ, ഈ വർഷം ഒരു വ്യക്തിയോടെങ്കിലും ഈ രക്ഷകനെ പറ്റി പറയുവാൻ എന്നെ ബലപ്പെടുത്തണേ. ഞാൻ എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്യുവേ. അടുത്ത വാക്ക്, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. കരമുയർത്തുന്നവർക്കായി യേശു പറഞ്ഞു. ഇതിൻ്റെ പേരാ 3-ാം ലോകമഹായുദ്ധം. ആ രാത്രി ഇവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശു കിടാങ്ങളെ പോലെ ഈ തലമുറയിൽ ദൈവസഭ മരണം കാണാതെ എടുക്കപ്പെടും. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. അതിൻ്റെ കൊമ്പിളതാ ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവനടുക്ക വാതിൽക്കലാൽ ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനമോ ഒഴിഞ്ഞു പോകുകയില്ല. ഇന്ന് രാത്രി നിർത്താൻ പോകും. ഓൺലി 2 കണ്ടൻസ്. ഇന്നലെ ടൈറ്റാനിക്കിനെ പറഞ്ഞു, ഇന്ന് രാത്രി ഇവിടെ നിർത്താം. ടൈറ്റാനിക്ക് തകർന്ന കലത് ഇന്നലെ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ടൈറ്റാനിക്കിനെ തേടി ആര് പോയെന്നറിയാമോ? 5 ധനവാന്മാർ. എല്ലാ കുഞ്ഞുങ്ങളും, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്യും. 2 ദുബായ്ക്കാർ, 1 കാനഡക്കാരൻ, അതിനുശേഷം 2 പാകിസ്ഥാൻ. 5 പേർ ഒരു പേടകത്തിൽ യാത്ര ചെയ്യുക. അതിന് പേരിട്ടത് ഓഷ്യൻ ടൈറ്റാനിക്. കടലിൻ്റെ അഗാധത്തിൽ 450 മീറ്റർ ഇരുമ്പ് പാളിയുടെ മുൻപിൽ വെച്ച് അവരുടെ പേടകം നാട്ടുകാർ പ്രാർത്ഥിച്ചു. തകർന്നു പോയി. ഒരുവൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും അവൻ മരണത്തോടു കൂടെ ഒന്നും കൊണ്ടുപോകത്തില്ല. ടൈറ്റാനിക്കിനെ തേടി 5 ധനവാന്മാർ തീർന്നുപോയി. എന്നാൽ ഇന്ന് രാത്രി വേറൊരു കഥ കേൾക്കണം. ഒരമ്മ, 4 കുഞ്ഞുങ്ങൾ, സസ്നാഭിമാനം. മൂത്തത് 14 വയസ്സുള്ള മകൾ, 2 11 വയസ്സുള്ള മകൾ, 3 9 വയസ്സുള്ള മകൾ, 9 മാസം പ്രായമുള്ള ആൺകുഞ്ഞ്. ഇവർ രാത്രിയിൽ യാത്രയാണ്. കൊളംബിയൻ ആമസോൺ ഫോറസ്റ്റ്. അതിൻ്റെ പ്രത്യേകത എന്താ? വിമാനം ആകാശത്തിൽ പോകുമ്പോൾ കാലാവസ്ഥ പ്രതികൂലം തകർന്നു, പൊട്ടിച്ചിതറി. 4 കുഞ്ഞുങ്ങൾ ചിതറി വീണു. പൈലറ്റ് മരിച്ചു, അമ്മ മരിച്ചു. രക്ഷിക്കാമെന്ന മൂപ്പൻ ചത്തുപോയി. ആദിവാസികൾ തിരിഞ്ഞോടി. ഒരു ഉടുപ്പുമുണ്ടുമായി 4 കുഞ്ഞുങ്ങൾ. എത്ര ദിവസം മനോരമ വായിക്കണം. സ്വത്രം. 40 ദിവസം കുഞ്ഞുങ്ങൾ വനാന്തരത്തിൽ കൂടി നടന്നു. കാട്ടിലെ വെള്ളവും കനികളും ഭക്ഷിച്ചു. 4 കുഞ്ഞുങ്ങൾ, 3 കുഞ്ഞുങ്ങൾ 9 മാസമുള്ള
കൊച്ചു കുഞ്ഞിനെ കയ്യിലെടുത്ത് നടന്നു. 40ാമത്തെ ദിവസം അവർ വനാന്തരത്തിൻ്റെ ചെരുവിൽ കൂടി പോകുമ്പോൾ പട്ടാളക്കാർ ആ കുഞ്ഞുങ്ങളുടെ ശബ്ദം കേട്ടു. ആ കുഞ്ഞുങ്ങളുടെ ശബ്ദം കേട്ടിട്ട് പട്ടാളക്കാർ ഓടി വന്ന് കുഞ്ഞുങ്ങളെ പിടിച്ചു. ക്ഷീണാവസ്ഥയിൽ 4 എണ്ണത്തിനെ ആംബുലൻസിൽ കൊണ്ട് മിലിറ്ററി ഹോസ്പിറ്റലിൽ ചാനൽ ഓടി. അവിടം വരെ നമ്മൾ BBC-യിലെ ഒരു ലേഖിക പറഞ്ഞു, എനിക്ക് ഈ കുഞ്ഞുങ്ങളെ കാണാൻ 4 എണ്ണത്തിന് ട്രിപ്പ് കൊടുത്തു. ഓടി അവൾ അകത്ത് കയറി BBC കാണിച്ചു. 14 വയസ്സുള്ള പെൺകുട്ടി അവിടെ കിടക്കുമ്പോൾ പെൺകുട്ടിയുടെ കരം പിടിച്ച് BBC-യുടെ ലേഖ പഠിച്ചു. ഒരു കാര്യം ചോദിച്ചതാ, ലാസ്റ്റ് 14 days traveling at Amazon Colombian forest, evening simultaneous rain, cunning snake, വൈകിട്ടെന്നും മഴയും കടിക്കുന്ന പാമ്പുകൾ. മോളെ, who is rooted last 40 days at the forest? ആരാ നിങ്ങളെ വഴി നടത്തിയ? ആ കുഞ്ഞ് കരമുയർത്തിയിട്ട് പറയും, മാം, ഐ ഡോണ്ട് നോ. ആൻ അൺസീൻ പവർ റൂട്ടഡ് എവരിതിങ്. ഒരദൃശ്യ ശക്തി ഞങ്ങളെ കരം പിടിച്ച് നടത്തി. ഇന്ന് രാത്രി കരമുയർത്തുന്നവർ, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം, വയലച്ചെടിക്ക് പ്രകാശം കൊടുക്കുക. 4 കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അവസാനിപ്പിക്കാം. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. പഴയ നിയമത്തിൻ്റെ ലേവ്യരുടെ ആരാധനയുടെ അവസാന യാഗങ്ങൾ കുറുപ്രാവിൻ്റെ യാഗം. മേധസ്സുള്ള പ്രാവിനെ പുരോഹിതൻ യാഗപീഠത്തിൽ കൊണ്ടുവരും. 2 പ്രാവിനെ മാറി മാറി നോക്കും. അമ്മച്ചി എന്താ ചെയ്യുന്നത്? മേധസ്സുള്ള പ്രാവിനെ മാർപ്പതക്കത്തിൽ നിന്ന് കത്തിയെടുക്കും, അവൻ്റെ തലയിറക്കും. ആ സമയത്ത് ഉടൽ പിടിക്കും. അപ്പുറത്തെ പ്രാവിലേക്ക് രക്തം തെറിക്കും. ഉടൽ പിടയ്ക്കുന്ന പ്രാവ് അവിടെ കിടക്കുമ്പോൾ മിണ്ടാപ്രാണിയായ മറ്റേ പ്രാവ് അതിൻ്റെ കൂടെ ചലിക്കും. യാഗപീഠത്തിനകത്ത് തല അങ്ങോട്ട് ഞെക്കി രക്തമൊഴിക്കും. മറ്റവൻ കണ്ണു തുറക്കത്തില്ല. തുറക്കുമ്പോൾ അവന് ഭയമാ പ്രാവിന്. യാഗപീഠത്തിനകത്ത് യാഗത്തളി ആചരിച്ച് താഴെയിരിക്കുന്ന ഹല്ലേലൂയ മൺചട്ടിയിലെ വെള്ളം അല്ലെങ്കിൽ താമ്രപാത്രത്തിലെ വെള്ളം എടുത്തതിനെ വൃത്തിയാക്കിയതിനു ശേഷം തൻ്റെ കത്തി തിരിച്ച് മാർപ്പതക്കത്തിലിടാൻ നോക്കുമ്പോൾ പിടയ്ക്കുന്ന പ്രാവിനെ നോക്കൂ. അയ്യോ, യാഗം കഴിഞ്ഞു, ഇനി കാര്യമില്ല. ആ കെട്ട് പിടയ്ക്കുന്ന പ്രാവിൻ്റെ കെട്ടടിക്കുമ്പോൾ ചേതനയറ്റ ഉടൽ മാറുമ്പോൾ രക്തം തെറിച്ച പ്രാവ് പിന്നെ അവിടെ നിൽക്കത്തില്ല. അത് പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും. കരുനാഗപ്പള്ളി സെക്ഷനകത്ത് ഇന്ന് രാത്രി വചനമെടുത്ത അപ്പച്ചാമ്മച്ചി, നിന്റെ മുഖം ആരും കണ്ടില്ലെങ്കിലും കർത്താവിന് വേണ്ടി ഇറങ്ങിയ നിന്റെ മുഖം കാണുന്ന ഒരു ദിനം വരാറായി. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. ഒലിവുമല 2ആയി പിളർന്നു മാറും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങൾ വിലപിക്കുന്ന ഒരു കാലമാണ്. അതിനു മുമ്പ് കാന്തൻ്റെ കാഹളം ഈ തലമുറയിൽ കേൾക്കും. ആരെ ചേർക്കുവാൻ? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുതപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിച്ച് തിരുമേശയിൽ പങ്കാളിയായി ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന തൻ്റെ സഭയെ ചേർക്കാൻ യേശു വരാറായി. കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. സമയമേറെയില്ലെന്ന് നിർത്തുക. ഇതുവരെ ഈ 7 അടിസ്ഥാന ഉപദേശത്തിൽ കുഞ്ഞേ നീ മടങ്ങി വന്നില്ലെങ്കിൽ വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് നീയും തീർന്നു പോകും. അവസാനം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പേ, എന്നിലും വിശ്വസിപ്പേ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെയും ചേർത്തുകൊള്ളു. ഇന്ന് രാത്രി ചക്കുവെളിയേ, ഉലകത്തിലെ മഹാന്മാരല്ല, ഇന്ന് രാത്രി കല്ലറയ്ക്കകത്ത് ഹല്ലേലൂയ കാറൽ മാർക്സും ഏംഗൽസും സ്റ്റാലിനും ലെനിനും റഷ്യയിലും ബ്രിട്ടനിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ മഹാത്മജി, നെഹ്റുജി, അത് കഴിഞ്ഞിട്ട് ഇന്ന് രാജീവ് ഗാന്ധി, എല്ലാം രാജീവ് കട്ടൽ. എന്നാൽ ഇന്ന് രാത്രി ചക്കുവെള്ളി ഞങ്ങൾ ചങ്കൂറ്റത്തോടെ പറയുന്നു, പടിഞ്ഞാറ് പലസ്തീനിലെ ചരിവിൽ അരിമത്തക്കാരനായ യോസഫിന്റെ കല്ലറ ഇന്ന് പകലും തുറന്നു കിടക്കുന്നു. രാത്രിയിലോ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഹി ഈസ് നോ മോർ ഹിയർ. അവൻ മരിച്ചവരിൽ ആദ്യ പല കക്ഷിയായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ കരുനാഗപ്പള്ളി ഏജ് പറ, തനിക്കായി കാത്തിരിക്കുന്നവരോട് രക്ഷയ്ക്കായി അവൻ 2ാമതും വാനമേഘത്തിൽ വരും. എഴുന്നേറ്റാട്ടെ മതിമക്കളെ. ബാക്കി മറ്റൊരിക്കൽ എല്ലാ കരങ്ങളും അടിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. ആരും ഗ്രൗണ്ട് വിട്ടു പോകരുത്. കാൽവരി പറയുമ്പോൾ അവസാനിക്കും. എല്ലാ കരങ്ങളും അടിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഷാർപ്പനായ എല്ലാ കരങ്ങളും അടിച്ച് പ്രശോഭിതമായൊരു നാട്
ജീവികൾ പാടുമവിടെ പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട് ജീവികൾ പാടുമവിടെ ജീവജല നദിയുണ്ടവിടെ ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം നല്ലൊരു ഭൂവനദേശം ജീവജല നദിയുണ്ടവിടെ ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം നല്ലൊരു ഭൂവനദേശം യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാൻ പ്രേമകാന്തനെ കാണാൻ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാൻ പ്രേമകാന്തനെ കാണാൻ പൊന്മണിമാലയവൻ വിധിക്കുന്നതും ശുഭ്രവസ്ത്രം നാഥനെ ധരിപ്പിക്കുമെന്ന് പൊന്മണിമാലയവൻ വിധിക്കുന്നതും ശുഭ്രവസ്ത്രം നാഥനെ ധരിപ്പിക്കുമെന്ന് കണ്ടുനിരാതെ ഒന്നിടുമേ ആയിരമാറ്റു വസിക്കും അവരുടെ നാട്ടിൽ എനിക്കായൊരു വീട്ടിൽ കണ്ടുനിരാതെ ഒന്നിടുമേ ആയിരമാറ്റു വസിക്കും അവരുടെ നാട്ടിൽ എനിക്കായൊരു വീട്ടിൽ മഹോന്നതനെ വേഗം കാണാൻ പ്രേമകാന്തനെ കാണാൻ മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാൻ പ്രേമകാന്തനെ കാണാൻ സുന്ദരരൂപനെ ഞാൻ വിവേകമതിൽ വേഗം കാണാൻ പ്രേമകാന്തനെ കാണാൻ സുന്ദരരൂപനെ ഞാൻ വിവേകമതിൽ വേഗം കാണാൻ പ്രേമകാന്തനെ കാണാൻ കഷ്ടതയേറെ സഹിച്ചവരും കണ്ണേറടിയിടി കൊണ്ടു മരിച്ചവരന്ന് മസിഹായൊരു വാഴുമനാട്ടിൽ കഷ്ടതയേറെ സഹിച്ചവരും കണ്ണേറടിയിടി കൊണ്ടു മരിച്ചവരന്ന് മസിഹായൊരു വാഴുമനാട്ടിൽ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാൻ പ്രേമകാന്തനെ കാണാൻ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാൻ പ്രേമകാന്തനെ കാണാൻ സാധ്യമേ എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ ഓ സാധ്യമേ എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ ഓ ഭാരം പ്രയാസങ്ങൾ വന്നിടിലും എല്ലാം ഒരു പൂർണ്ണയില്ലായില്ലേ ഭാരം പ്രയാസങ്ങൾ വന്നിടിലും എല്ലാം ഒരു പൂർണ്ണയില്ലായില്ലേ സമാധാനമെന്റെ ഉള്ളത്തിലവൻ ഇറക്കുന്നു ബുദ്ധിക്കതീതമം സമാധാനമെന്റെ ഉള്ളത്തിലവൻ ഇറക്കുന്നു സാധ്യമേ സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ ഓ സാധ്യമേ സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ അവൻ സാധാന്യ ശക്തികളെ ജയിക്കും ഞാൻ വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ സാധാന്യ ശക്തികളെ ജയിക്കും ഞാൻ വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ ബുദ്ധിക്കതീതമശക്തി എന്നിൽ നിറച്ചെന്നെ ദയാളിയ നടത്തുന്നു ബുദ്ധിക്കതീതമശക്തി എന്നിൽ നിറച്ചെന്നെ ദയാളിയ നടത്തുന്നു ഓ സാധ്യമേ സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ ഓ സാധ്യമേ സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ അസാധ്യമായ ശക്തനാക്കുന്നവൻ അസാധ്യമായൊന്നുമില്ല ശക്തനാക്കുന്നവൻ എന്നെ നടത്തുന്നു സാധ്യമേ സാധ്യമേ യേശുവിൻ കൂടെയുള്ള
தாயே தகர்ப்பரே தம்பி தங்கச்சி, அருமையான 2 நாட்களில் இந்த அருமையான வசனத்தை கேட்டு இந்த நாட்களில் இயேசு அப்பாவை கர்த்தாவாக்கி அந்த கருத்தை தூக்கி பிடிക്കുന്നവരെ உண்மையான செய்தி கொடுத்து சேர்க்கப்படியாகி இந்த നാഥനെ മേഘത്തെ വരുവാറായി. 1 മിനിറ്റൂടെ സബ്സിക്വന്റ്ലി വി ആർ ഗോയിങ് 2-3 മിനിറ്റ്സ്. കരുനാപ്പള്ളിയിലെ കുഞ്ഞുങ്ങളുടെ സഹകരണത്തിനായി നന്ദി. 1 മിനിറ്റൂടെ പീലാത്തോസിന്റെ അരമന 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. പെന്തിക്കോസ്തുകാർ പലരും അത് കേട്ട് കാണിയല്ല. ഒന്നിൽ ബറബാസ്, ഒന്നിൽ യേശു. യേശുവിന്റെ ക്രൂശീകരണത്തിന്റെ വിധി പീലാത്തോസ് വിധി കൊടുത്തു. യഹൂദ പരീക്ഷകളിൽ പറഞ്ഞു അവനെ ക്രൂശ് ചെയ്യാം. യേശുവിനെ ക്രൂശിൽ ക്രൂശിക്കാൻ കൊണ്ടുപോയി. ഇനിയുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഉച്ച കഴിഞ്ഞ ബറബാസിന്റെ വിധി കിട്ടിയ ലോക ചരിത്രം. അവൻ അവിടുന്ന് വിധി കിട്ടി കോടതിയുടെ പുറത്തിറങ്ങി. യേശു അവർ പറഞ്ഞു അവനെ ക്രൂശിക്കാൻ മതി. അവൻ ഓടിക്കണ്ടത് കാൽവറി മല. ഏവരും കേൾക്കണം. അവിടെ കണ്ട കാഴ്ച 2 കള്ളന്മാരുടെ നടുവിൽ യേശു തൂങ്ങുന്നു. അവൻ ഇസ്രായേൽ ചരിത്രം കരഞ്ഞു പോവും. അവൻ പറഞ്ഞു, അവൻ നെഞ്ചത്തടിച്ചിട്ട് പറഞ്ഞു, അയ്യോ 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചതാ. അവനിൽ ഒരു കുറ്റവുമില്ല. ഞാനാ ഈ മരത്തിൽ തൂങ്ങേണ്ടത്. എനിക്ക് പകരമായി അവൻ തൂങ്ങുന്നു. അവൻ അത് കഴിഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടി. അവിടെ ചെന്ന് യേശുവിന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു. അപ്പോഴത്തേക്ക് അവൻ പ്രാണന വിട്ടു. ബറബാസ് കരഞ്ഞെന്നാ പറഞ്ഞത്. ഈ രക്തം എന്നെ ഒന്ന് കഴുകണമേ. കരുനാഗപ്പള്ളി അസംബ്ലീസ് ഓഫ് ഗോഡ് സെക്ഷനിൽ ഇതുവരെ കാൽവറി നോക്കാതെ നിത്യരക്ഷ അകന്ന കുഞ്ഞെ മടങ്ങി വാ, നിനക്ക് വേണ്ടി 3 ആണികളിൽ മേൽ ഇന്ന് രാത്രി രക്ഷകൻ തൂങ്ങുന്നു. അരിമനാഥന്റെ കാലിൽ ആര് ബറബാസ് കെട്ടിപ്പിടിച്ചതുപോലെ ഇന്ന് രാത്രി ക്രൂശിന്റെ ചവിട്ടിൽ വന്ന് ആരൊന്ന് സമർപ്പിക്കുക. ഇന്ന് രാത്രി നിന്റെ ക്യാൻസറിനെ മാറ്റുവാൻ, നിന്റെ ട്യൂമറിനെ മാറ്റുവാൻ സാക്ഷാൽ രോഗങ്ങൾ അവൻ വടിച്ചു, വേദനകൾ അവൻ ചുമന്നു. അവന്റെ അടിപ്പിണരാൽ 156 മുള്ളുള്ള ഒരു കിരീടം എന്റെ യേശുവിനെ അടിച്ചിറക്കി 39 അടികൾ ഏറ്റുവാങ്ങി പടി നിമിത്തന്റെ ശാപങ്ങളെ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ കരം ഇന്ന് രാത്രി എന്നെ തുടർന്ന്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആ കരമുയർത്തിയാട്ടെ. രോഗികൾ പ്ലീസ് ആ കരമുയർത്തിയാട്ടെ. ആ രക്തത്താൽ ഇന്ന് രാത്രി എന്നെ ഒന്ന് കഴുകണമേ. പഴയ കൺവെൻഷൻ കഴിഞ്ഞ രാത്രി ഞങ്ങൾ AGയുടെയും IPCയുടെ ഷാരോന്റെ ഒക്കെ പഴയ കൺവെൻഷന്റെ കാര്യം സംസാരിച്ചു. അവസാനം ഞങ്ങൾക്ക് പുകഴുന്നത് ക്രൂശ് മാത്രമാണ്. കരങ്ങളൊന്നും ഉയർത്തിപ്പിടിച്ചാട്ടെ. കരങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗം. നിൻ മരണം കൊണ്ടേ കുഞ്ഞുങ്ങൾ ചേർന്ന് പാടിയാട്ടെ. നിൻ മരണം കൊണ്ടേ. യെസ്, കരമുയർത്തിയാട്ടെ. കരമുയർത്തിയാട്ടെ. കാൽവറിയിലേക്ക് ആഴമായി ക്രൂശിലേക്ക് മരണം കൊണ്ടെന്റെ വന്നരകം നീയകറ്റി നിൻ മഹത്വം തേടി എൻ കാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ. എൻ കാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ. ദേവേശ യേശുപരാ ജീവനെ നീയായി വെടിഞ്ഞോ. ജീവൻ കൊടുക്കാനായി നീ മരിച്ചോ. നിത്യജീവൻ കൊടുക്കാനായി നീ മരിച്ചോ. ഭൂവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാ ഗതസമന ഭൂവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാ അതിവേദയിൽ ആയിട്ടും താതനിഷ്ടം നടപ്പതിനനുസരിച്ചു. താതനിഷ്ടം നടപ്പതിനനുസരിച്ചു.
എല്ലാ കരങ്ങളും നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന് വേണ്ടി ജീവനെ